സമ്മർ ഇന്നത്തെ വിഷയം സമ്മർ വെക്കേഷൻസ്. സമ്മർ വെക്കേഷൻസ്. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഫിറ്റ് ടോക്സ്. സുസ്വാഗതം. ഞാൻ പറയില്ല സമ്മർ. നമ്മൾ ഫസ്റ്റ് പാർട്ട് സമ്മർ വെക്കേഷൻ കഥകൾ ചെയ്തു. അത് ചെയ്തത് ലൂസിഫർ ഒരു ഹിറ്റ് ആയതുപോലെ നമ്മുടെ സമ്മർ വെക്കേഷൻ വലിയ ഹിറ്റ് ആയിരുന്നു. ഇത് എമ്പുരാൻ ഇതൊരു ചെറിയ എപ്പിസോഡ് ആയിരിക്കും, അധികം കഥകളില്ല, നമുക്ക് അങ്ങനെ പറഞ്ഞു പിടിക്കണം. ഏറ്റവും പോപ്പുലർ വെക്കേഷൻ ഹിറ്റ് ആയിരുന്ന ഇല്ല, ഹിറ്റിലോട്ട് പൊക്കോണ്ടിരിക്കുക. സമ്മർ വെക്കേഷൻ 2 ദിവസമായി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഷൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ വന്ന കമന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെള്ളിക്കുളങ്ങര കഥകൾ ഫ്രം ജോൺജോ. വെള്ളിക്കുളങ്ങര എന്ന് പറയുന്നത് കൊടകരയിൽ നിന്നും അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ കോടാലി എന്നീ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞു വരുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. പാടശേഖരങ്ങളും ജാതിത്തോട്ടങ്ങളും കുന്നും മലയും വെള്ളിക്കുളങ്ങര. വെള്ളിക്കുളങ്ങര കഥകൾ ഞാൻ ഒരു ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ പോകുന്നത് ഇടിച്ചിറക്കിയുണ്ടോ? ഇത്ര പെട്ടെന്ന് ഇതിനൊരു സീക്വൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ കാര്യം, നമ്മൾ ഇതുവരെ ഒരുപാട് എപ്പിസോഡ് സീക്വൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, പണി പാട്ട് ചെയ്യാം, ചോദിക്കാത്തൊരു സാധനം നമ്മൾ ചെയ്യാൻ കാര്യം. ഇതിൻ്റെ ഇടയിൽ 10 കമന്റ് വരികയും നമ്മൾ 3 പേര് മാത്രമേ ഈ എപ്പിസോഡിൽ ഇരുന്നത്, ജോണും ദീപക്കും ഇരിക്കാത്തത് കൊണ്ട് ഇതിനകത്ത് എന്തായാലും 1.5 മണിക്കൂർ ഇനി കഥ പറയാൻ കാണുമെന്നുള്ള ഓവർ കോൺഫിഡൻസിലാണ് നമ്മൾ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്നത്. വെള്ളിക്കുളങ്ങരയ്ക്ക് അങ്ങനത്തെ കഥകളുള്ളൂ. അതായത് ഞാൻ ഇവിടുന്ന് വെക്കേഷൻ ആകുമ്പോൾ പറഞ്ഞ പോലെ എൻ്റെ ഒരു അങ്കിളുണ്ട്, ആള് നമ്മളിവിടുന്ന് കൊണ്ടുപോകും. അല്ലെങ്കിൽ അമ്മാമേരുടെ അടുത്തേക്ക് ഞങ്ങൾ പോയി കഴിയുമ്പോൾ നമ്മളിങ്ങോട്ട് തിരിച്ചു പോരില്ല, അവിടെ നിൽക്കണം എന്ന് പറയും. അപ്പോൾ അവിടെ നിന്നോളാൻ പറഞ്ഞൊരു 10 ദിവസം അവിടെ നിർത്തും. അപ്പോഴാണ് ഈ വെള്ളിക്കുളങ്ങര ബേസിക്കലി എൻ്റെ അമ്മ വീടാണ്. ഇവിടെ പ്രധാന ഒക്യുപ്പേഷൻ എല്ലാവരുടെയും കൃഷിയുണ്ട്, ഇഷ്ടംപോലെ കൃഷിയുണ്ട്, ഇഷ്ടംപോലെ അപ്പൊ അവിടെ പാടണ്ട്. പിന്നെ ഇവർക്കൊക്കെ ജാതി ഉണ്ട്, ജാതി പറക്കാൻ പോവാന്ന് പറയുന്നത് ഒരു തിരുവനന്തപുരത്തും ജാതി. ആ ജാതി അല്ല ഇത് ജാതിപത്രി, അല്ലാണ്ട് നായര് നമ്പൂരി അതൊന്നല്ലത്. പിന്നെ ഇതിനൊക്കെ ഈ ജാതിയൊക്കെ ഭയങ്കര വെള്ളമുള്ളടത്തുണ്ട് അവിടെ സാധനങ്ങളാണ്. അതായത് ചാലക്കുടി പുഴ ആ പരിസരത്തുള്ള എല്ലാ സ്ഥലത്തും ഭയങ്കരമായിട്ട് ആ പറമ്പൊക്കെ കാണാമെങ്കിൽ ഈ ജാതിയൊക്കെ ഉള്ള പറമ്പ് കാണാൻ ഭയങ്കര രസം, ഭയങ്കര ഇരുണ്ടുകൂടി. ഈ ജാതിയുടെ ഇംഗ്ലീഷ് എന്താ? അഴുക്കനട്ടോ? പാക്കാണല്ലേ? അപ്പൊ ഇതിനോട് ചേർന്ന് പോകുന്ന ഒരു കനാലുണ്ട്. ഈ കനാല് ജാതി പറക്കല്. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു കുന്നാണ്, മലയാണ്. അവിടെ കാട് പരിപാടിയൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ കാട്ടുപന്നി സംഭവങ്ങളൊക്കെ വരും. അവിടെ പണ്ട് കാലങ്ങളിൽ വേട്ടയാടലും നടന്നിരുന്നു. പണ്ട് എന്റെ അങ്കിളിന്റെ തോക്കൊക്കെ ഉണ്ട്. അല്ല, ആള് റൈഫിളുള്ള ഇതിലുള്ളതാ, തൃശ്ശൂർ ഇതിലൊക്കെ ഉള്ളതാ. ആള് മത്സരിക്കാൻ വേണ്ടി അങ്ങനെ പോകുമ്പണ്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടികൾ ചെയ്യാനുണ്ട്. ഒന്നാമത് വീടിന്റെ അകത്ത് എനിക്ക് വീടിന്റെ ചുറ്റുവട്ടത്ത് ഒന്നും കൂട്ടുകാരോ അങ്ങനത്തെ പരിപാടി ഒരു 8ാം ക്ലാസ് വരെ ഇല്ല. ഈ ശ്രീജിത്ത് ടീമിനൊക്കെ ഞാൻ പരിചയപ്പെടുന്നത് 8ാം ക്ലാസ്സിൽ. ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വീടിന്റെ പിന്നിൽ പാടത്ത് കളി തുടങ്ങി. എൻ്റെ വീടിന്റെ തൊട്ട് പിന്നിലൊരു ഇതുണ്ട്, അവിടെ ഒരു 3-4 പിള്ളേർ കൂടി കളി തുടങ്ങി. അപ്പുറത്തെ സൈഡിൽ വലിയ പാടുണ്ട്, അവിടെ വലിയ ചേട്ടന്മാരൊക്കെ കളിക്കുന്നുണ്ട്. അവിടെ പോയി എന്തായാലും നമ്മളെ ടീമിൽ പോലും എടുക്കില്ല എന്നറിയാം. അപ്പൊ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു കളി തുടങ്ങി വന്നപ്പോൾ അവിടെയുള്ളവര് നടന്നു വന്നൊരു ദിവസം വന്ന് കയറിയതാണ് ശ്രീജിത്ത്, രഞ്ജിത്ത്, രാകേഷ് എന്നൊക്കെ. അവിടെ ബാറ്റിംഗ് കിട്ടാത്ത നമ്മൾ സ്ഥിരം കേൾക്കുന്ന ജോണിന്റെ വെള്ളോടിക്കും. അതെ, ഇതൊക്കെ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങളായി ഇവരൊക്കെ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ എനിക്ക് വീടിന്റെ അടുത്ത് കമ്പനി വരുന്നത്. അതുവരെ എനിക്ക് സത്യം പറഞ്ഞ വെക്കേഷൻ തുടങ്ങി ആദ്യത്തെ 4 ദിവസം നമ്മളേക്കും വീട്ടുകാർക്ക് നമ്മളെ കൊണ്ട് ശല്യവും. ഇത് പണ്ടാറണെങ്കിൽ എവിടെയും പോകാനും ഇല്ല. പറഞ്ഞ പോലെ ചേട്ടനും ഞാനും, ചേട്ടൻ്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാനും ഒരു പണ്ടാർത്തില്ല. ഞാൻ ചുമരും എറിഞ്ഞ് ഇവിടെ നിന്ന് കളിക്കണം. ചേട്ടൻ മെയിൻ കണ്ടത്തിലാണ് കളിയല്ലേ? അവനും പോകുന്നില്ല. ഞാനാണ് ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതിന് ശേഷമാണ് ഇവനൊക്കെ വരുന്നത്. ഇവന് സ്കൂളിലെ കമ്പനി തന്നെ ഉള്ളൂ. ഞാൻ വീടിന്റെ അടുത്ത് സ്കൂളിലല്ല പഠിച്ചത്. അവിടുത്തെ ആ പിള്ളേരൊക്കെ ഞങ്ങളുടെ പേരാമംഗലം സ്കൂളിലാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം. ഇപ്പൊ വെക്കേഷൻ ആയാലും ഇവർ നേരത്തെ നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അവർക്ക് സ്കൂളിലുള്ള കമ്പനി തന്നെ ഇവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. എനിക്ക് നാടായിട്ട് ഭയങ്കര എന്നെ അതാ പറഞ്ഞ എന്നെ ആ നാട്ടുകാരനെ വലിയ കാര്യമായിട്ട് അറിയാത്തതിന്റെ കാര്യം ഒന്ന് കാറ്റഗറിസത്തിന് പള്ളിയിൽ പോയപ്പോഴുള്ള അറിവുള്ളൂ. പിന്നത്തെ ഈ കുറച്ച് പിള്ളേരും ഈ സെറ്റിനെ അറിയുള്ളൂ.
അപ്പൊ ഈ ഭയങ്കര ബോറടിയിൽ നിന്നാണ് വെള്ളിക്കുളങ്ങരയിലേക്ക് പോകേണ്ടത്. വെള്ളിക്കുളങ്ങര പോയി കഴിഞ്ഞാൽ കാലത്ത് തുടങ്ങി വൈകുന്നേരം വരെ എല്ലാ പരിപാടികളുണ്ട്. കാലത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ജാതി പറക്കാൻ പോകും. ജാതി പറക്കലൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു പരിപാടിയാണ്. കുറേ ജാതി ഉണ്ട്, അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇങ്ങനെ പറക്കി അതിൻ്റെ ഇടയിൽ കുറച്ച് ചെന്നി, പിന്നെ മാങ്ങയുണ്ട്. അപ്പോൾ ആ പറമ്പിലൂടെ തോട് പോകുന്നുണ്ട്. പിന്നെ ഈ കനാലുണ്ട്, കനാലിൽ മീൻ പിടിക്കാൻ ഇറങ്ങും. അത് കഴിഞ്ഞ് വെള്ളം നിറച്ച് വിടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ വാഴപ്പിണ്ടി ചങ്ങാടൊക്കെ ഉണ്ടാക്കിയ നടപടിയുള്ള കേസല്ല. ഈ പിണ്ടിയും പിടിച്ചിട്ട് ഇങ്ങനെ പരിപാടി മറ്റൊരു പണിയെടുക്കാൻ ഒരുമിച്ച് വെച്ച് കെട്ടണം, അരിഞ്ഞു കൂട്ടും. ഇതാ ഒരെണ്ണം എടുത്തിട്ടാ പിടിച്ചു കിടക്കാം. അപ്പൊ അങ്കിളുമാരും കൂടും ഇതില്. അപ്പൊ ഇതില് ഞങ്ങളുടെ കസിൻ ചേട്ടന് ഒരാൾക്ക് നല്ല പോലെ വലറിയാം. ഈ വലറിയിൽ ഭയങ്കര സ്കില്ല. അതായത് ഈ സാധനം ഇങ്ങനെ വിരിഞ്ഞു വട്ടത്തിൽ വീഴണം. അതിന് ഇങ്ങനെയൊക്കെ പിടിച്ചൊരു സ്റ്റൈലൊക്കെ ഉണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിൽ അത് പുള്ളി വീശുന്ന അങ്ങനെ ചിലപ്പോ കനാലില് വലറിയില് പരിപാടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രാത്രി ആകുമ്പോ ഈ പറഞ്ഞ അങ്കിളും എല്ലാരും കൂടി ഞങ്ങൾ ഇരുന്ന് ചീട്ടും കളിക്കും. അപ്പൊ ഫുൾ പാക്ക് പരിപാടിയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്ന് പറയുമ്പോ ഈ പറഞ്ഞ പോലെ പാടത്തൊന്നും ഇതിൽ നിന്നൊക്കെ റോട്ടിൽ കൂടെ കയറി കൊടകര സെന്ററിൽ എത്തുമ്പോൾ നമുക്ക് വെക്കേഷൻ കഴിഞ്ഞു. പിന്നെ ഇനി ബാസ്റ്റിനെ ഒന്നില്ലെങ്കിൽ വരണം വീട്ടിലേക്ക്. ബാസ്റ്റിനെ ചേർത്ത് പോയിട്ടുണ്ടോ അങ്ങോട്ട്? ഇല്ല ബാസ്റ്റിനെ ചേർത്ത് പോയിട്ടില്ല. ബാസ്റ്റിൻ വരണം. പിന്നെ വീടിന്റെ അവിടെ ബാസ്റ്റിൻ മിൽട്ടൺ ആണ് കസിൻസ് ഉള്ളത് അടുത്തുള്ളത്. ആ പേരിന്റെ ചേഞ്ചിലേ ഉണ്ട് മോഡ് മാറുന്നത്. അവിടെ ശ്രീജിത്ത് രാകേഷ്, ഇവിടെ ബാസ്റ്റിൻ മിൽട്ടൺ. അപ്പൊ അവര് അങ്ങടൊക്കെ ഇങ്ങനെ 2 ദിവസം 3 ദിവസം പോവില്ല. അല്ലെങ്കിൽ ബാസ്റ്റിന് വന്നാൽ അധികം ദിവസം നിൽക്കാൻ ആന്റി സമ്മതിക്കില്ല. ആന്റിക്ക് ഞങ്ങൾ ഒരുമിച്ച് കാണുമ്പോഴേ പ്രശ്നമാണ് മോഡാ. അപ്പൊ മറ്റേ യൂണിവേഴ്സ് ക്രോസ് ഓവർ അല്ലേ നമ്മുടെ മറ്റേ ഇതിനകത്തിട്ട് അത് ഭയങ്കര രസമായിരുന്നു ഇമാജിൻ ചെയ്യാൻ. അവന്റെ അനീതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് മിൽട്ടൺ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് നമ്മുടെ കൂടെ വന്ന് നിൽക്കാനുള്ളൊരു സംഭവം സെറ്റാക്കും. അതായത് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ എങ്ങനെങ്കിലും അങ്കിളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കിളുടെ ഫേവറേറ്റ് മോള് ഇത് ഇവളാ. അപ്പൊ ഇവൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടമല്ല. അപ്പൊ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കണ പരിപാടി ഒന്നും ഇഷ്ടമല്ല. കളിച്ചിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ മിൽട്ടൺ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ മിൽട്ടൺ എങ്ങനെയെങ്കിലൊക്കെ സമ്മതിച്ച് ഇങ്ങനെ നിൽക്കണ്ട. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവളുടെ ഒരു ഫോൺ എന്തെങ്കിലും വരും. ഒന്നും വേറെ ഡയലോഗൊന്നുമില്ല. മിൽട്ടൺ നന്നായിട്ടുണ്ട്. അപ്പൊ എന്താടി നന്നായിട്ട് ഇന്ന് കിട്ടും നിനക്ക്? എന്തുട്ടടി പറ. ഒന്നുമില്ല നന്നായിട്ട് സാധനം. ഇന്ന് മിൽട്ടൺ ഇവിടെ സമാധാനം. രാത്രി പോസ്റ്റാ ഞാൻ പോവാ, എന്തോ പ്രശ്നമുണ്ട്. ഇല്ലടെ പോവാ. അപ്പൊ നമ്മൾ ഇവിടെ കുറെ തെറി പറയും. പണ്ടാറൊക്കെ അവളവിടെ ചെന്നിട്ട് അങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഇവള് 2 സൈഡും കത്തിക്കും. എന്നിട്ടാണ് മിൽട്ടൺ നന്നായിട്ട് ഇത്ര ഉള്ളു. ഇതില് മിൽട്ടൺ തിരിച്ചങ്ങോട്ട് പോകും. പിന്നെ ബാസിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞങ്ങള് രാത്രി ഫുൾ നേരം ഈ പറഞ്ഞ പേജിൽ ക്രിക്കറ്റ്, എല്ലാ ക്രിക്കറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഈ പാടത്തെ ക്രിക്കറ്റ് കളി തുടങ്ങിയപ്പോ പാടത്തെ ക്രിക്കറ്റ് കളി നമ്മള് എല്ലാ ക്രിസ്ത്യൻ പിള്ളേരുടെയും എല്ലാ ജീവിതത്തിൽ നിന്നും ഒരു സമ്മർ വെക്കേഷൻ നശിച്ചു പോയിണ്ടോ? പള്ളിയില് കുർബാനയുള്ള പാടെന്ന് പറഞ്ഞൊരു പരിപാടിക്ക് നമ്മൾ പഠിക്കാൻ പോണം. ഒരു സംഭവം എന്താ? ഹോളി കമ്മ്യൂണിയൻ എന്ന് പറയും. അതായത് നമ്മൾ ആദ്യ കുർബാന സ്വീകരിക്കുക, കുമ്പസാരിക്കുക, കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇതിനു വേണ്ടി ഒരുങ്ങാൻ വേണ്ടിയിട്ട് 1 മാസം നമ്മൾ ഇവരെ ക്ലാസ്സിൽ വിടും. അപ്പൊ ഈ കാലത്ത് തുടങ്ങി ഉച്ചവരെ അവിടെ കാറ്റീസത്തിന് പോണ പോലെ ഇല്ലേ, അത് നമ്മുടെ ഒരു സമ്മർ വെക്കേഷനിലെ. ഞാൻ കഴിഞ്ഞ ദിവസം ലാൽ ജോസിന്റെ അവിടെ ഫസ്റ്റ് കുർബാന ആദ്യ കുർബാനയും മാമോദിസയും അവന്റെ ചേട്ടന്റെ കുട്ടികളിൽ പോയി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ നോക്കി, ഞാൻ പള്ളിക്കകത്ത് വരുന്നപ്പോഴത്തേക്ക് അച്ഛൻ കുറച്ച് ചോദ്യം ചോദിക്കുന്നത് പിള്ളേർ ടപ്പ ഈ പിള്ളേരൊക്കെ കൊള്ളല്ലേ ഗഡികൾ. എനിക്കറിയത്തില്ല, ബാക്ക് സ്റ്റോറി അറിയത്തില്ല. ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ഇതും സെയിം ആണ്. അത് വേറെ ഇത് വേറെ. സൺഡേ സ്കൂള് അതുണ്ട്, ഒരു ഞായറാഴ്ച. അത് നിങ്ങളുടെ മദ്രസ പരിപാടിയാണ് അല്ലേ? വല്ല മാർപ്പാപ്പയാണെങ്കിൽ ഇതൊക്കെ എടുത്ത് കളഞ്ഞു. നിങ്ങൾക്ക് ഇതുപോലത്തെ പരിപാടി ഇല്ലല്ലേ? ഇതുപോലത്തെ പരിപാടി ഒന്നുമില്ല. അതാണ് ശശികല ടീച്ചർ പറയുന്നത്, ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരണം. ഞങ്ങൾക്ക് മദ്രസ ഉണ്ട്, ഡെയിലി ഉണ്ട്. ഇവർക്ക് വീക്കില് വൺസെങ്കിലും ഉണ്ട്. നിങ്ങൾക്ക് അത് മദ്രസ ഡെയിലി ഉള്ള രാവിലെ അല്ലല്ലേ എല്ലാ ദിവസവും മദ്രസ നമ്മുടെ സ്കൂൾ. അത്രയും പിള്ളേരെ പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റി എവിടെ ഉണ്ട്? ഒരു പള്ളിയുടെ അങ്ങനെ അണ്ടറിലൊന്നും പറയും ചുമ്മാ. വർഷങ്ങളായിട്ടുള്ള അതന്നെ ഞങ്ങള് പച്ചയൊക്കെ ഇട്ട് ചുമ്മാ വന്നിരിക്കുക. അങ്ങനെ കേൾക്കുന്നതെല്ലാം വർഷങ്ങളായിട്ടുള്ള ആരോപണമാണ്. മദ്രസയ്ക്ക് ഫണ്ട് ഗവൺമെന്റ് കൊടുക്കുന്ന അതൊന്നുമില്ല. അല്ല, പല ബോർഡുകൾ ഉണ്ടല്ലോ ഇപ്പൊ സുന്നി. അതായത് ഈ വഖഫ് ബോർഡിന്റെ കീഴിലാണ് വരുന്നത്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ മോണിറ്റർ ചെയ്യുന്ന ഒരു ബോർഡ് ഉണ്ടെന്നുള്ളതല്ലാതെ ഗവൺമെന്റ് കീഴിലല്ല. മദ്രസ എങ്ങനെ ഗവൺമെന്റ് അല്ല, ഗവൺമെന്റ് പള്ളിയിൽ നിന്ന് തന്നെ, അതാത് പള്ളിയിൽ നിന്നാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവർക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക
പദ്ധതികളൊക്കെ സർക്കാർ ആവിഷ്കരിക്കാറുണ്ട്. അതായത് ഇത് ശരിയാക്കാം, നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ന സ്കീമുകളുണ്ട്, അതിൽ പൈസ അങ്ങനെ ഉണ്ടാവും മദ്രസ അധ്യാപകർക്ക് വേണ്ടി. അല്ലാതെ അതിനകത്ത് സർക്കാർ സാലറി ഒന്നും കൊടുക്കുന്നത് അതായത് മദ്രസ എന്നും പോകണം. മദ്രസ എന്നും പോകണം. വെള്ളിയാഴ്ച നമുക്ക് സ്കൂള് വെക്കേഷൻ ആയി കഴിഞ്ഞാലും ഇതൊരു പ്രശ്നമാണ്. മദ്രസ ഉണ്ടാവും. അത് നമുക്ക് മദ്രസയ്ക്ക് വെക്കേഷൻ വരണമെങ്കിൽ പെരുന്നാൾ വരണം. അങ്ങനെ അതായത് പെരുന്നാൾ സമയത്ത് ഒരു മാസം ലീവ് കിട്ടും. അല്ല മറ്റേ ഹജ്ജ് പെരുന്നാൾ സമയത്ത് 5-10 ദിവസം ലീവ് കിട്ടും. അങ്ങനെയുള്ള റിലീജിയസ് വെക്കേഷൻ ലീവ് എടുക്കാൻ പറ്റൂലേ? എടുക്കാം. സ്കൂൾ പോലെ ടീച്ചേഴ്സ് ചോദിക്കും. സ്കൂൾ പോലെ തന്നെ എക്സ്ക്ലൂസീവ് സ്കൂൾ പോലെ തന്നെ. അത് ഇത് പഠിക്കുന്ന പോലെ മറ്റേതും പഠിക്കണം എന്നുള്ളതിൽ എന്നും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലായിട്ട് 2 സെഷൻ ക്ലാസ്സുകൾ നടക്കും. മിക്കവാറും എല്ലാവരും അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ദിവസം പോയിട്ട് തന്നെ വഴി വെച്ച് വണ്ടി ഇടിക്കാൻ പോകുന്ന വീട്ടുകാർ കണ്ടപ്പോൾ പേടിച്ചിട്ട് വിടാതിരുന്നു. നിങ്ങൾ 1ാം ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല? ഇല്ല, മെയിൻ സിറ്റിക്കകത്തായി പള്ളി. 2ാം ക്ലാസ്സിലാണ് മോണോഗമി പഠിപ്പിച്ചത് അല്ല, ഇസ്ലാമിക് ബീച്ചസിൽ മോണോഗമി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ലല്ലോ. നമുക്ക് 4 വരെ ആകാം. മോണോഗമി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നില്ല, പിന്നെ അങ്ങനെ പഠിപ്പിക്കുന്നത്? അവർ കണ്ടുപിടിച്ചില്ല. പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുള്ളതല്ലേ അവിടെ മോണോഗമി കണ്ടുപിടിച്ചിട്ടില്ല. ഞാനും ഇസ്ലാമിക്കും ഇത് അലൈൻ ചെയ്യുന്ന ആകെ ഒരു പോയിന്റ് അതാ, പൊളിഗമിയാണ്. എന്റെ ആദ്യത്തെ പരാജയം എന്ന് പറയുന്നത് കാറ്റീസം ക്ലാസ്സിലാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ തോറ്റ്. ഏത് വിഷയത്തില്? കാറ്റിസോ? അതിനെങ്ങനെയാ പറയുന്നത്? വേദോപദേശം, സൺഡേ ക്ലാസ്. ഞാൻ ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്താ പറയാ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ ഞാൻ 2nd റാങ്കാ, 9ാം ക്ലാസ്സിൽ ഞാൻ തോറ്റി. അച്ഛൻ പറഞ്ഞല്ലേ നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു അല്ലേ? പുരോഹിതൻ അവന്റെവനാ. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും ബൈബിള് കഴിഞ്ഞടാ, പിന്നെ സഭേനെ പറ്റി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അതെ, ജോൺ എന്നും സഭയെ ആ കഥകളൊക്കെ ഇപ്പൊ നമ്മുടെ കയ്യിലും താരീഖ് എന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് ഹിസ്റ്ററിയാണ്. താരീഖാണെന്നാണ് എന്റെ ഓർമ്മ. അത് രസമാണ്, നല്ല രസമാണ്. എൻ്റെ സമ്മർ വെക്കേഷനിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന്, എൻ്റെ വീട്ടിൽ ഈ പറയുന്ന ഹെവി ട്രാഫിക്കിനകത്തൂടെ നടന്നു പോകുന്നതിൻ്റെ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി പള്ളിയിൽ പോകുന്നത് നിർത്തിയല്ലോ. വെക്കേഷൻ നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ അമ്മ വീട്ടിൽ പോയി നിൽക്കുന്ന, മാന്നാറും അമ്മ വീട്ടിൽ പോയി നിൽക്കുന്ന, കസിൻ്റെ വീട്ടിൽ വിയവരത്ത് പോയി നിൽക്കുന്ന. ഈ രണ്ടിടത്ത് അവിടെ എല്ലാവരും മദ്രസയിൽ പോകുന്നവരാ. ഇത് സമ്മർ വെക്കേഷന് മദ്രസയുണ്ട്. അപ്പോൾ നമ്മളവിടെ പോകുമ്പോൾ യുവമാരുടെ കൂടെ നമ്മളെ കൊണ്ട് ഇരുത്തും മദ്രസയിൽ. അതായിരുന്നു എൻ്റെ സമ്മർ വെക്കേഷനിൽ ഏറ്റവും ട്രോമയുള്ള പ്രശ്നം. അതായത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു, മദ്രസ രക്ഷപ്പെട്ടു നമ്മൾ നാട്ടിൽ നിന്ന്. വെക്കേഷന് പഠിത്തം ഇല്ലാത്ത സമയത്ത് അമ്മയുടെ വീട്ടിൽ കളിക്കാൻ പോയി നിൽക്കുമ്പോൾ അവിടെ ഇത് പള്ളിയിൽ കൊണ്ടിരുത്തും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ളൂ. അവരെന്തോ പഠിപ്പിക്കുന്ന 1 മണിക്കൂർ. അതായത് ഇപ്പൊ പല സബ്ജക്ട്സ് ഉണ്ട് അവിടെയും, സിലബസ് സബ്ജക്ട്സ്, എക്സാം ഒക്കെ ഉണ്ട്. എക്സാംസ് ഉണ്ട്. ഇയർ എൻഡിങ്, ഇയർ എൻഡിങ് എക്സാം ജയിച്ച് ആ ക്ലാസ്സിൽ ഇരിക്കണം, അല്ലെ പഠിച്ച ക്ലാസ്സിൽ പോയി. ഇപ്പൊ 10ാം ക്ലാസ് വരെയൊക്കെ ഉണ്ട്. അല്ലെ 9ാം ക്ലാസ് +2 പരിപാടികളൊക്കെ അങ്ങനെ കയറി പോവാം. എഡ്യൂക്കേഷൻ പാരലൽ വേൾഡ് അത്രേ ഉള്ളൂ. ഒരു പാരലൽ എഡ്യൂക്കേഷൻ 10 വരെ നിർബന്ധമായിട്ട് പോകണം. ആർക്ക്? ഇവിടെ കല്യാണമോ കഴിക്കണേ ഇതൊക്കെ നോക്കാം. നമുക്ക് അതൊന്നും നോക്കാം. അതൊക്കെ എനിക്കൊന്നും ഇപ്പൊ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കല്യാണം റദ്ദാക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ കാറ്റീസം നിർത്തി. ഞാൻ തോറ്റ ക്ലാസ്സിൽ വീണ്ടും പോയില്ല. ഞാൻ പരിപാടി നിർത്തി. അത് കഴിഞ്ഞിട്ട് അച്ഛൻ കല്യാണത്തിന്റെ സമയത്ത് വെച്ചു 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ തന്നെ പോയിട്ട് ഞാൻ കുമ്പസാരിച്ചു അച്ഛനോട്. അത് കൊള്ളാം. താരീഖ് എന്താ സംഭവം? ഏതാ താരീഖ് എന്ന് പറഞ്ഞ ഹിസ്റ്ററിയാണോ? അതായത് പഴയ യുദ്ധങ്ങൾ, ഗവൺമെന്റ് സബ്ജക്ട്സ് ഒക്കെ. അതിൽ ചിലതൊക്കെ കിളികൾ മേലെന്ന് തീക്കട്ട ഇരുന്നോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ചരിത്രത്തിൽ. അങ്ങനെ അതും പണ്ടത്തെ എന്താ മനുഷ്യന്മാര് ഭയങ്കര വലിപ്പുള്ള സൈസുള്ള ആൾക്കാരായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ ഇമാജിൻ ചെയ്യും. എന്ത് രസം. ഒരു സബ്ജക്ട് നല്ല രസമാണ്. എനിക്കറിയാം, ഫിഖ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഫിഖ് സബ്ജക്ട് പേരാണ് ഇതൊക്കെ. താരീഖ്, ഫിഖ് സബ്ജക്ട് ഉണ്ട്. സിലബസ് ഉണ്ടോ ഇതിന്? ഞങ്ങൾക്ക് ആകെ ഒരു കൊല്ലം ഈ ബുദ്ധിമുട്ടുള്ള സമ്മർ വെക്കേഷനിൽ, അല്ലെങ്കിൽ കാറ്റീസം വെക്കേഷൻ തന്നെയാണ്. എല്ലാ സമ്മർ വെക്കേഷനും മദ്രസ ക്ലാസ് ഓടിക്കും. ഇത് നമ്മൾ ഈ പക്ഷേ ഫുള്ളല്ല, ഒരു 2 മണിക്കൂറൊക്കെ കാണത്തുള്ളൂ. ഈ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് നമ്മളൊരു 1 മാസം, ആ സമയത്ത് ഇപ്പൊ ചിലപ്പോ ചേട്ടൻ ചിലപ്പോ അവിടെ പോയി നിൽക്കും വെള്ളിക്കുളങ്ങര. അപ്പൊ ഞാൻ 2 പേർക്ക് 2 സമയത്തായിരിക്കും. നമ്മുടെ പ്രായത്തിന്റെ അനുസരിച്ചായിരിക്കും. ചേട്ടന്റെ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ, അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടി നടക്കണത്. അപ്പൊ നമ്മൾ ആ സമയത്ത് ക്ലാസ്സിന് പോകുന്നു, തിരിച്ചു വരുന്നു. ഇത് ഏത് പ്രായത്തിലാണ്? ഇത് എന്റെ 4-ാം ക്ലാസ്സിൽ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ എനിക്ക് പക്ഷേ ഭയങ്കര ഞാൻ നിർബന്ധിച്ച് എനിക്ക് എന്നെ പെട്ടെന്ന് നടത്തി. ഞാൻ വാശി പിടിച്ചിട്ട് കണ്ടതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുർബാനയ്ക്ക് അമ്മ പോയിട്ട് ഈ കുർബാന സ്വീകരിച്ചിട്ട് വരുമല്ലോ. അപ്പൊ ഇതെന്താ സാധനം എന്ന് എനിക്കറിയണം. ഇത് ഭയങ്കര മധുരമുള്ള ഏതോ മിഠായിയാണോ എന്താ സാധനമാണെന്ന് മുക്കി കൊടുക്കുന്നത്, കുർബാനയ്ക്ക് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് അമ്മയുടെ അടുത്തല്ലേ പള്ളിയിൽ ആ സമയത്തൊക്കെ നിൽക്കണം. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ മാന്തും എന്തൊരു സാധനം എന്നൊക്കെ അറിയാം.
അത് കാരണം എന്റെ കുർബാന സ്വീകരിക്കൽ പെട്ടെന്നായിരുന്നു എന്റെ ഓർമ്മ 4ാം ക്ലാസ്സില്. കർത്താവിന്റെ മാംസവും രക്തവും അപ്പവും വീഞ്ഞും മുക്കി കൊടുക്കുന്നു. ശരിക്കും ടേസ്റ്റ് ഉണ്ടോ അതിന്? അതിന് അങ്ങനത്തെ ടേസ്റ്റ് ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം വൈൻ എല്ലാ പ്രാവശ്യം തരില്ല, വിശേഷ ദിവസങ്ങളിൽ മാത്രം വൈൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ എന്ത് മുക്കി തരും? ഒന്നും മുക്കുന്നില്ല, അത് മാത്രമായിട്ട് തരും. അതൊരു ആദ്യമായിട്ട് സ്വീകരിക്കാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. അപ്പൊ അതിന് പഠിക്കാന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊല്ലം നമ്മൾ പഠിപ്പിക്കുന്ന കുറെ പ്രമാണങ്ങളുണ്ട്. വിശ്വാസ പ്രമാണം, മനസ്താപ പ്രകടനം, പിന്നെ കുമ്പസാരത്തിന്റെ ജപം. കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഞാൻ പാപിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജപം ചെയ്തു പോയി. ആകെ പ്രശ്നം സ്വയംഭോഗം തെറ്റാണെന്നൊക്കെ പറയൂലേ? 10 കൽപ്പനകളുണ്ടല്ലോ ഇതില്. ഈ 10 കൽപ്പനയുടെ സ്വയം വ്യഭിചാരമാണല്ലോ. പെണ്ണിനെ പൊട്ട ദൃഷ്ടിയോട് നോക്കുന്നവരെ വ്യഭിചാര. പൊട്ട ദൃഷ്ടി എന്താ സംസാരം? പൊട്ട ദൃഷ്ടി അങ്ങനെയൊക്കെ ദൃഷ്ടി ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ അതിന്റെ തിയറി പറഞ്ഞതാ. ഞാൻ ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മാറും. എന്റെ സമ്മർ വെക്കേഷൻസ് എൻ്റെ 2 വർക്കിംഗ് പ്രൊഫഷണൽസ്, ഞാനൊരു സിറ്റി ബോയ് ആയിരുന്നത്. അപ്പൊ എന്റെ പാരന്റ്സ് ബിസി ആയതുകൊണ്ട് ഞാൻ പല സമ്മർ ക്യാമ്പ്സിലൊക്കെ എനിക്ക് 6ാം ക്ലാസ് തൊട്ട് ഇന്റർനെറ്റ് ഉണ്ട് വീട്ടില്. പക്ഷെ എന്നെ ഏതെങ്കിലും സമ്മർ ക്യാമ്പിൽ 6ാം ക്ലാസ്സിൽ ഇന്റർനെറ്റ് അത് നമുക്കാണെങ്കിൽ പേടിയാ. കാരണം വിളിച്ച ഫോൺ കട്ടായി കിടക്കും പെട്ടെന്ന്. അപ്പൊ ബെല്ലൊക്കെ അടിക്കുകയാണെങ്കിൽ നമുക്ക് പേടിയാവും. ഇപ്പോഴും എനിക്ക് ആക്ച്വലി ചെറുതായിട്ട് ഇതിന്റെ ട്രോമയുണ്ട്. ഞാൻ വെയിറ്റ് ഒന്നും ചെയ്യില്ല, വായിടുമ്പോ തന്നെ ഞാൻ തീർത്തിട്ടൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ആവും. 3GB വെബ് സൈറ്റുകൾ അല്ലേ? നേവലൊക്കെ ആവുമ്പോ അത് മതി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പാരന്റ്സ് തിരിച്ചു വരും. അങ്ങനത്തെ പടം കാണുന്നത് പടല്ല, ഫോട്ടോസ് അല്ല. ഫോട്ടോസ് ഞാൻ 6ാം ക്ലാസ്സിൽ ഹോട്ട് ബ്രസ്റ്റ് നമ്മൾ വഴി തെറ്റി പോകുന്നത്. അപ്പൊ സമ്മർ വെക്കേഷൻ ആയിട്ട് അസോസിയേറ്റഡ് ആണല്ലോ. ഇല്ല, ഞാനപ്പോ 6ാം ക്ലാസ് വരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡാൻസ് അങ്ങനെ ആർട്ടൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ 6ാം ക്ലാസ് വരെ ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പോകും. അപ്പം ട്രിവാൻഡ്രത്ത് ജവഹർ ബാലഭവൻ എന്ന് പറഞ്ഞിട്ട്, ജവഹർ ബാലഭവൻ തൃശ്ശൂരും ഇല്ല, നമ്മൾ ഷോ ചെയ്തിട്ടുണ്ട് അവിടെയാണ്. 10 തൊട്ട് 1 വരെ ക്യാമ്പ് ഉണ്ട്. ഫീസ് കുറവല്ല അവിടെ, ഭയങ്കര 3 വിഷയങ്ങൾ എടുക്കാം. അപ്പോ ഞാൻ ബ്രേക്ക് ഡാൻസ്, ഒന്ന് ഡാൻസ്, ഒന്ന് പാട്ട്, പിന്നെ വേറെ എയറോ മോഡലിംഗ് അങ്ങനെയൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ ക്വിക്ക് എയറോ മോഡലിംഗ് പേപ്പർ വിടുന്നത് നമുക്കാണെങ്കിൽ എന്തൊക്കെ പഠിപ്പിക്കും. ഞാൻ അതിലൊക്കെ വീക്കായിരുന്നു. ബ്രേക്ക് ഡാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം കുറച്ച് ബേസിക്സ് ഒക്കെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് 1 മാസത്തെ ക്യാമ്പിന്റെ അവസാനം ഒരു ടാലന്റ് ഫെസ്റ്റ് പോലെ ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ വർഷവും, എനിക്ക് തോന്നുന്നു 2-3 വർഷം എനിക്ക് എല്ലാ സാധനവും പഠിക്കാൻ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും. പക്ഷെ 1-2 പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാരൻ നിനക്ക് ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന്. ക്ലേ മോഡലിംഗ് ഇൻട്രസ്റ്റിംഗ് ആണ്. ക്ലേ മോഡലിംഗ് ഞാൻ പോയിട്ടുണ്ട്. ക്ലേ മോഡലിംഗ് ജോൺ വളരെ റീസെന്റ് ആയിട്ട് ജോൺ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലേ മോഡലിംഗ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇവന് ഇത്ര കഴിവുണ്ടായിരുന്നു. എന്ത് ചെയ്ത്? ക്ലേ മോഡലിംഗ് ക്രിസ്മസ് പപ്പയാണ് ചെയ്തത്. എവിടെ ചെയ്തതൊക്കെ? ഇവൻ മധുരയിൽ പോയിരുന്ന സമയത്ത് ഭാര്യ ജോലിയിൽ ജോൺ വീട്ടിൽ തനിച്ചാണല്ലോ. ആ സമയത്ത് എന്തെല്ലാം ചെയ്യാം. ക്ലേ ക്ലേ മോഡൽ ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നിട്ട് ഞാൻ ക്ലേ മോഡൽ. പക്ഷെ ഇതില് രസം എന്താന്ന് പറഞ്ഞാൽ ആ 1.5 മാസത്തില് നമുക്ക് ആദ്യത്തെ അവസാനത്തെ 15 ദിവസം ഈ പരിപാടിക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പം എന്തായാലും എയറോ മോഡലിംഗ് ആണ് ഒരു മോഡൽ ഉണ്ടാക്കണം. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യണം. ബ്രേക്ക് ഡാൻസിനായി ഗ്രൂപ്പായിട്ട്. അപ്പോൾ നല്ലൊരു എൻജോയബിൾ പരിപാടിയായിരുന്നു. പിന്നെ ഇതേപോലെ 6ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പഠിപ്പിച്ചിട്ട് അതിനായി. അപ്പം നമ്മുടെ തിരുവനന്തപുരത്തുള്ള പ്ലാനറ്റോറിയത്തിൽ സയൻസ് ക്യാമ്പ് ഉണ്ട്. അതിന് അവരിങ്ങനെ എന്നും ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്ത് കാണിക്കും. അതിൻ്റെ സയൻസ് ഒക്കെ പഠിപ്പിക്കും. പിന്നെ VSSCയുടെ സമ്മർ ക്യാമ്പിന് പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, പാരന്റ്സിന് ഫോൺ ചെയ്യാൻ സമ്മതിക്കില്ല. 2 മാസത്തെ ഫോൺ ബില്ല് അമ്മയാണെങ്കിൽ അച്ഛനെ സംശയിക്കുകയും ചെയ്യും. പിന്നെ വൈകിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോകും.
അതെവിടെ പോകും? നീ നിന്റെ വീടിന്റെ കോളേജ് ഗ്രൗണ്ട് ഉണ്ട് എന്റെ വീട്ടിന്റെ. ആര് കളിക്കാൻ അവിടെ സഞ്ജു സാംസണൊക്കെ ക്രിക്കറ്റ് അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, അപ്പൊ നിനക്ക് അവിടെ കളിക്കാൻ കൂട്ടുകാരെന്ന് പറയുന്നത് നിന്റെ സ്കൂളിലെ പിള്ളേരാ? സ്കൂളിലെ പിള്ളേരുണ്ടായിരുന്നു, ചില ചേട്ടന്മാരുണ്ടായിരുന്നു. കൂടുതൽ നമ്മുടെ സ്കൂളിന്റെ പിള്ളേർ, ഐ മീൻ ഇങ്ങനെ വലിയ ഗ്രൗണ്ട് ആയിരിക്കുമല്ലോ, അപ്പൊ അതിന്റെ നടുക്ക് മേജർ ആൾക്കാർ കളിക്കും, സൈഡിൽ ചെറിയ ചെറിയ കളികൾ നടക്കുന്ന അവിടെ ബാക്കിയുള്ള പിള്ളേരെ കളിക്കും. ചിലപ്പോ ആൾക്കാർ പറയുകയാണെങ്കിൽ അകത്തോട്ട് വിളിക്കും. മെയിൻ ആൾക്കാരില്ലെങ്കിൽ സ്വന്തമായിട്ട് മറ്റേ പ്രോപ്പർ ബാറ്റ് ഉണ്ടായിരുന്നു, കിറ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്കില്ല, ഞാൻ അത്ര അങ്ങനെ ഭയങ്കര പ്ലെയർ അല്ലാത്തതുകൊണ്ട് നമുക്കൊക്കെ മടൽ ബാറ്റ് ഉണ്ടായിരുന്നല്ലേ, നല്ല രസമായിരുന്നു. മേടിക്കും. ചില സമയത്ത് അഹങ്കാരം മൂത്തിട്ട് കീപ്പർ ഗ്ലൗ വരെ മേടിക്കും. ഏത് റബ്ബർ പന്തില് കീപ്പർ ഗ്ലൗ, സ്റ്റംപ്. ഞങ്ങളുടെ അതുവരെയുള്ള സ്റ്റെമ്പ് എന്ന് പറയുന്നത് കൊന്നയുടെ വടിയാണ്. ആ കൊന്നയുടെ വടിയുടെ തൊലിയൊക്കെ കളഞ്ഞാൽ ശരിക്കും വെള്ള കളറാ. നമ്മൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ സ്റ്റെമ്പ് ഉണ്ടാവും. പിന്നെ ബാറ്റ് പറഞ്ഞ പോലെ എല്ലാവരും കൂടി പിരിവിട്ട് മേടിക്കും, ബോൾ ഇതുപോലെ മേടിക്കും. ചില സമയത്ത് അവിടുത്തെ നമ്മുടെ അവിടുത്തെ ഈ പറഞ്ഞ പാടത്ത് കശുമാവൊക്കെ ഉണ്ട്, കശുവണ്ടി പറക്കി വിറ്റിട്ട് നമ്മുടെ ഒരു 96 സമയത്താണ് ഞങ്ങൾ ക്രിക്കറ്റ് കളിയിലേക്ക് കൂടുതൽ ആകർഷിതരാകുന്നത്. കാരണം ആ സമയത്ത് വേൾഡ് കപ്പ് അന്ന് നമ്മൾ സെമി ഫൈനൽ വരെ എത്തി. ഇന്ത്യ ശ്രീലങ്ക സെമി ഫൈനൽ നടന്നിട്ട് കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇന്ത്യ ശ്രീലങ്ക സെമി ഫൈനൽ നടന്നു. ശ്രീലങ്ക ജയിച്ചു, നമ്മൾ കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ നമ്മുടെ ഗാലറി നമ്മൾ തോറ്റോണ്ടിരിക്കുക. അപ്പൊ ഗാലറി ഇളകി കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ, അപ്പം ആ കളി പക്ഷേ വിനോദ് കാംബ്ലിയാണ് നിന്നോണ്ടിരുന്നത്. 7-8 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളി നിന്ന് ജയിക്കും നമുക്കൊരു തോന്നലുണ്ട്. കാരണം പുള്ളി നല്ല പ്ലെയർ ആയിരുന്നു വിനോദ് കാംബ്ലി. പുള്ളി കരഞ്ഞോണ്ട് പോകുന്ന ഒരു സാധനം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഭയങ്കര ഫേമസ് സാധനമാണ്. ആള് കളി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കളി സ്റ്റോപ്പ് ചെയ്തിട്ട് ആള് തിരിച്ച് കരഞ്ഞോണ്ട് നടന്നു വരുന്നത്. കാംബ്ലി കോഴത്തിപ്പെട്ടിട്ടുണ്ടോ? അന്ന് രണതുംഗയാന്ന് തോന്നുന്നു ശ്രീലങ്കൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ. അട്ടപ്പെട്ടു, ഡിസൽവ, ജയസൂര്യ പുള്ളി വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ ഫേമസ് അന്ന്. അവരുടെ വിക്കറ്റ് കീപ്പർ കലുവിതരനെയാണോ? രമേശ് കലുവിതരണ. രണതുംഗ ക്യാപ്റ്റനാണ്. അപ്പൊ ഈ പറയുന്ന ആ സമയത്ത് കുറെ ലെഫ്റ്റ് ഹാൻഡ് പേസ് ബോളർ, മുരളീധരൻ സ്പിന്നർ. അപ്പൊ അന്നത്തെ എനിക്ക് അന്നത്തെ ടീമൊക്കെ വൻ കിടിലങ്ങളാണ്. മേ ബി നമുക്ക് അവരെല്ലാം പേര് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഹെൽമെറ്റ് ഹക്കൊക്കെ എല്ലാവരും അവര് ഈ പറയുന്ന 6 പാക്ക് എന്നൊരു കോൺസെപ്റ്റ് ഇല്ല ക്രിക്കറ്റിൽ അന്നെന്ന് തോന്നുന്നു. അന്ന് റെഗുലർലി, അതായത് നമ്മുടെ വീട്ടിൽ TV ഇല്ല, ഞാൻ പറഞ്ഞില്ല. അന്ന് അച്ഛൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ ഫാദറിൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട്ടിൽ തൊട്ടപ്പുറത്ത്, നമ്മൾ ഈ റോഡിൻ്റെ മെയിൻ റോഡിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് പഴയ കുടുംബ വീടുള്ള അവിടെ ഒരു ചെറിയ TV ഇത്രേ കാണത്തുള്ളൂ. ചെറിയ TV, ആദ്യകാലത്തെ TV. അത് കളർ TV പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ കളർ പോകും. അതായത് കളർ TV പെട്ടെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും, കുറച്ച് ചെറിയ തട്ടൊക്കെ പഴകിയതായതുകൊണ്ടാണ്. അപ്പൊ അത് ഒനിഡാണോ BPL ആണോ ഓർക്കുന്നില്ല, അങ്ങനെ ഒരു സാധനം. അതിന് ഇങ്ങനെ തിരിക്കാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് അതിൻ്റെ ചാനൽ തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു നോബൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് പ്രായമുള്ള സ്ത്രീയാണ് അച്ഛൻ്റെ ഉമ്മുമ്മ, അച്ഛൻ്റെ കസിൻ ഉമ്മുമ്മ, സ്വന്തം ഉമ്മ അല്ല, അച്ഛൻ്റെ ഉമ്മയുടെ അനിയത്തി തന്നെ പറയുക. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ വൈഫാണ്. പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് കാണേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവിടെ പോയിരുന്നിട്ട് ക്രിക്കറ്റ് പിടിക്കാൻ നോക്കിയിട്ടുണ്ട്. അന്ന് അടുപ്പിച്ച് കുറേ സമയത്ത് അങ്ങനെ ആ വർഷം കുറേ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ട്. സിംഗർ കപ്പ്, വിൽസ് കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ട്രോഫികളും ത്രിരാഷ്ട്ര പരമ്പരകളും, പിന്നെ ഒരു ഇന്ത്യ ശ്രീലങ്കയിൽ തമ്മിൽ കുറേ മാച്ചും കളിച്ചിട്ട് നമ്മൾ പ്രാന്തിറങ്ങി ഇങ്ങനെ നിൽക്കുക. നമുക്കിപ്പോൾ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്രിക്കറ്റ് കിറ്റൊന്നുമില്ല. മടൽ ബാറ്റും കെട്ടുപന്ത് റബ്ബർ ബോളും അല്ല, കെട്ടുപന്ത്. പിന്നെ നല്ല പിച്ച് നല്ലതായിട്ട് പൊങ്ങും. ഉറച്ച മണ്ണാണ്. നമ്മൾ എറിഞ്ഞ് സ്റ്റിച്ച് ബോൾ തന്നെ, റബ്ബർ സ്റ്റിച്ച് ബോൾ കുത്തി പൊങ്ങുന്നത് ആ റബ്ബർ കൊണ്ടല്ലല്ലോ, അതിൻ്റെ ഷേപ്പ് കൊണ്ടല്ലേ. നമ്മൾ വൃത്തിക്ക് ടൈറ്റായിട്ട് കെട്ടി റബ്ബർ ബാൻഡ് വെച്ച് കെട്ടിയിട്ട് തുണി വെച്ച് ചുറ്റി അകത്ത് ചിലപ്പോൾ കല്ലൊക്കെ വെക്കും വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട്. നല്ല കിടിലം ബോൾ ഉണ്ടാക്കിയിട്ട് ഞാനും ചേട്ടനും കളിക്കും. ഇന്ത്യ ശ്രീലങ്ക. ചേട്ടൻ ഇന്ത്യ, ഞാൻ ശ്രീലങ്ക. ചേട്ടൻ 11 വിക്കറ്റ്, എനിക്കും 11 വിക്കറ്റ്. ഞങ്ങൾ 11 പേര്, ഞങ്ങളത് 11 പേര്. നമുക്കത് എല്ലാവരുടെയും പേരറിയാം. ഒരു ബുക്ക് എടുത്തിട്ട് അങ്ങോട്ട് പേര് എഴുതും, ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക. ഒരു ഇന്ത്യ എന്നിട്ട് ജയസൂര്യ ആണെങ്കിൽ ലെഫ്റ്റ് കളിക്കും, മറ്റേ അട്ടപ്പെട്ടാണ് റൈറ്റ് കളിക്കും. അങ്ങനെ തന്നെ കളിക്കുന്നത്. എന്നിട്ട് ഇത് എഴുതി വെക്കും നമ്മള്. ഓരോ ബോൾ എഴുതും, ടോട്ടൽ റൺസ്, ടോട്ടൽ സ്കോർ. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി മൊത്തം ബാറ്റ് ചെയ്യുക. ഞാൻ ജയിക്കാൻ വേണ്ടി ശ്രീലങ്കയ്ക്ക് വേണ്ടി ഞാൻ എന്നിട്ട് ഞാൻ പാവാബു വല്ലപ്പോഴും അതിലൊന്നും പോകത്തില്ല. ഒന്ന് കുറച്ചുകൂടെ കുഞ്ഞാണ്. എന്നൊക്കെ 4 വയസ്സ് ഇളയതാണല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇന്ത്യ ശ്രീലങ്ക മാച്ച് കളിച്ചിട്ടുണ്ട്. ഇന്ത്യ നമ്മൾ എത്ര തവണ ജയിപ്പിച്ചിട്ടുണ്ട്. കാരണം പുള്ളിയാണ് ഇന്ത്യ കളിക്കുന്നത്, ഞാൻ ശ്രീലങ്കയാണല്ലോ. എന്നെ അടിച്ച് തപ്പിക്ക് എളുപ്പമാണല്ലോ.
ഞങ്ങളുടെ കൂട്ടത്തില് രാകേഷ് രഞ്ജിത്തൊക്കെ ഈ റൺസും ഇതും ഫോളോ ചെയ്യും. അതായത് നമ്മുടെ ടോട്ടൽ മാച്ച് എന്നിട്ട് ആള് പറയാം അവന്റെ ഇത്രാമത്തെ റണ്ണൊക്കെ. അപ്പൊ നമ്മൾ അല്ല അന്നൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഇത്രയും വേറെ എന്റർടൈൻമെന്റിലേക്ക് ഫോക്കസ് കുറവായതുകൊണ്ട് ആകെ കാണുന്നത് കുറച്ച് സിനിമയും കുറച്ച് ക്രിക്കറ്റും. അതുകൊണ്ട് എല്ലാവരും അറിയാമായിരുന്നു. എനിക്ക് നമുക്ക് പല ബാറ്റിംഗ് നമ്മുടെ വ്യക്തിഗത സ്കോർ നമ്മുടെ സ്കോർ രഞ്ജിത്തിന്റെ സ്കോർ രഞ്ജിത്തിന്റെ രാകേഷിന്റെ അറിയാം. പിന്നെ ശങ്കർ ഇതൊക്കെ ഓരോ കളിക്കും എടുക്കുന്നതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ അവിടെ ഈ കണ്ടം അതിന്റെ പുറത്തൊരു വീടിന്റെ മതിലാണ് ഈ സാധനം എഴുതിക്കൊണ്ടിരുന്നത്. അങ്ങനെ പിറ്റേന്ന് വരുമ്പോ ചിലപ്പോ രാത്രി സ്കോറൊക്കെ മാറ്റിയിട്ടുണ്ടാവും. റെക്കോർഡുകളൊക്കെ തിരുത്തപ്പെടും ഓവർനൈറ്റ്. രാകേഷ് എന്നൊക്കെ പറഞ്ഞല്ലോ ഇവന് ഫസ്റ്റ് ബാറ്റിംഗ് വേണം, ഫസ്റ്റ് ബോളിംഗ് അങ്ങനത്തെ ഇതിനാ. ബാറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ജന്മണ്ടെങ്കിൽ സ്റ്റെമ്പിന്റെ മുന്നിൽ നിന്ന് മാറില്ല. അവനത് അനിയനത് നമ്മള് വലിച്ചൊക്കെ എറിയും. അത് നേരെ കൊള്ളുന്നറിയാം. LB ഇല്ലല്ലോ പാടത്തെ, അതിന്റെ ഫ്രണ്ടിൽ നിന്ന് മാറില്ല. അങ്ങനെ നിന്ന് കളിക്കും. പിന്നെ ഇതുപോലെ തന്നെ റൺസ് എണ്ണയിൽ ശങ്കരൻ നിന്ന് പടപടാന്ന് പറഞ്ഞിട്ടും തെറ്റൊന്നുമില്ല. കറക്റ്റ് അങ്ങോട്ട് 6 ഇങ്ങോട്ട് ഒരു 4 ഇത്ര 28 എങ്ങനെയായി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരൻ എല്ലാ ബോളും പറയും. ഒന്നാമത്തെ ബോൾ ഒടുങ്ങി എല്ലാ ബോളും റൺസ് ഒക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന സെറ്റപ്പ് ഇല്ലാതെ കളിക്കുന്നത് കൊണ്ട് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളുള്ള ക്രൈസ് കൊണ്ട് എല്ലാവരുടെയും മാച്ചസ് റൺസും ബാറ്റിംഗ് ആവറേജും വിക്കറ്റ്സും അതൊക്കെ ഓർത്തിരിക്കുന്നതുകൊണ്ട് അന്ന് കാർഡ് വെച്ച് കളിക്കുകയും ചെയ്യും. സെന്റർ ഫ്രഷിന്റെ കാർഡുകൾ വെച്ചുള്ള കളികളുണ്ടായിരുന്നു. ഏറ്റവും ഓരോന്ന് ഇറക്കിയിട്ട് ബിഗ് ബബിൾ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ കാർഡ് ഉണ്ടായിരുന്നു. ബിഗ് ബബിളിനും കാർഡ് ഉണ്ടായിരുന്നു. ബൂമറിന്റെ കൂടെ ആയിരുന്നു. ബിഗ് ഫണ്ടിന്റെ കൂടെ കാർഡായിരുന്നു. ബിഗ് ഫണ്ട് ആയിരുന്നു. രണ്ട് എല്ലാത്തിനും രണ്ടിനൊന്ന് രണ്ട് ചുവങ്കത്തിന് ഒരു കാർഡ് അങ്ങനെ അല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്കീം ഉണ്ടായിരുന്നു. പല ടൈപ്പ് ക്രിക്കറ്റിന്റെ കാർഡ് അങ്ങനെ അധികം കളിച്ചില്ല. ഞാൻ കൈ കിട്ടി കഴിഞ്ഞാൽ കാണിച്ചെടുത്ത തന്നോ ഞാൻ ഹൽക്കോഗൻ, ഹിറ്റ്മാൻ, സ്നേക്ക് മാൻ, യോക്കോസാന, പിന്നെ അണ്ടർടേക്കർ, പിന്നെ ആരൊക്കെയാ ഇതൊക്കെയായിരുന്നു. ഞാൻ അത് ഒരൊറ്റ പാക്ക് ഉണ്ട്. അത് മേടിച്ചിട്ട് നമ്മള് കളിക്കുന്നത്. യോക്കോസാന വന്നു കഴിഞ്ഞാൽ വെയിറ്റ് വിളിച്ചാൽ കിട്ടും, അണ്ടർടേക്കർ വന്ന് ഹൈറ്റ് വിളിച്ചാൽ കിട്ടും, ഹൽക്കോഗൻ വന്ന റാങ്ക് 1, ഹിറ്റ്മാൻ റാങ്ക് 2. ഈ സാധനമൊക്കെ ഹൽക്കോഗൻ വന്ന് നമ്മുടെ ഇപ്പോഴത്തെ വെച്ചിട്ടുള്ള ഒരു മഞ്ഞ ഷർട്ട് ഷർട്ട് കീറി ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. മരണമാസിനകത്ത് അമ്മയുടെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ടിങ് ആയിരുന്നു. 90s സാധനം. പുള്ളിക്കാരനെ കുഴിച്ചിട്ടുണ്ട്. പുള്ളിയോട് എഴുന്നേറ്റ് വന്നിട്ട് ആ സാധനമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു. നമ്മള് പണ്ട് പറഞ്ഞ അത് അടിപൊളി സീനായിരുന്നു. മരണമാസിലെ ഇൻട്രോ സീൻ. നീ പറഞ്ഞ സച്ചിനെ കാർഡ് വെട്ടാനൊരു കാർഡ് ഉണ്ടായിരുന്നു. മൈക്കിൾ ബെവന്റെ ഒരു കാർഡ് ഉണ്ട്. മൈക്കിൾ ബെവന്റെ കാർഡിന്റെ ആവറേജ് വെച്ച് കഴിഞ്ഞാൽ സച്ചിനൊക്കെ 55 പോയിന്റ് പുള്ളിക്ക്. അങ്ങനെ ഒരു ആവറേജ് ആർക്കും ഇല്ല. പിന്നെ കുറെ കാലത്തിന് ശേഷം ധോണിക്കാണ് 50 ക്രോസ് ചെയ്തത്. ഓസ്ട്രേലിയയിലെ മൈക്കിൾ ബെവന്റെ ആവറേജ് സച്ചിനൊക്കെ 34 ഒക്കെ ഉള്ളായിരുന്നു. 30 to 40 ആണ് വരുന്ന സാധനം. ഏറ്റവും ബെസ്റ്റ് ഒക്കെ 45 ഒക്കെയാണ്. മൈക്കിൾ ബെവൻ എടുത്ത് 55. അതിന്റെ മുകളിൽ ഒരു ആവറേജ് ഇല്ല. ബാറ്റിംഗ് ആവറേജ് 55. അത് ഭയങ്കര സംഭവമായിരുന്നു. ചിലരത് ബ്ലഫ് ചെയ്യും. നീ പറയാൻ അപ്പൊ നമ്മള് മൈക്കിൾ ബോവൻ ആണെങ്കിലും നമ്മൾ ചിലപ്പോ ബോളിംഗ് പിടിക്കും. 5-ന് 32 ആസാനല്ലേ, 32 റൺസ് കരിയർ ബെസ്റ്റ് ബോളിംഗ്. അങ്ങനെയൊക്കെ അത് അടിപൊളി സമയമായിരുന്നു. വെക്കേഷൻ സമയത്ത് നമ്മളിത് ഇതും കൊണ്ട് കസിൻസ് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ കൂടെ ഈ ആന്റിനെ പിടിച്ച് തിരിക്കുന്ന പരിപാടിയില്ലേ, പഴയ ടിവിയുടെ. നമ്മുടെ വീട്ടിലില്ലായിരുന്നു ഇത്. അമ്മയുടെ വീട്ടിൽ ഇപ്പോൾ നമ്മുടെ പരിപാടിയിൽ നിന്ന് ആന്റിനെ പിടിച്ച് നമ്മുടെ കസിൻ സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. മഹാദേവൻ അങ്ങനെ ഒരു കഥ പറഞ്ഞു. ഞാനും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ വീട്ടിലും തൊട്ടടുത്ത വീട്ടിൽ പറഞ്ഞ് പിന്നെ പറയാം നമ്മൾ. ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഈ കഥകൾ സ്ഥിരം പറയുന്നത് നമ്മൾ മറന്നത്. BPL ടിവിക്ക് ഒരു വലിയ ആന്റിനുണ്ട്, നല്ല പൊക്കത്തിൽ ആന്റിനുണ്ട്. എന്നിട്ട് അതിങ്ങനെ പിടിച്ച് തിരിക്കുമ്പോഴാണ് ഉള്ള ചാനൽ തന്നെ കിട്ടുന്നത്. പക്ഷെ ആരോ പറഞ്ഞു തന്നു ഇതിങ്ങനെ തിരിച്ചു പിടിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ വേറെ നമുക്ക് കിട്ടാത്ത ചാനലുകൾ കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പാതി വെട്ടിയ ചാനലുകളൊക്കെ എന്തോ കയറി വരും, എന്താന്ന് പോലും വ്യക്തമല്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് വേറെ ചാനലുകൾ കയറി വരും. മെട്രോ DD2 കിട്ടും. ചില കേബിളിന്റെ ലൈനിന് നേരെ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എന്നിട്ട് നമുക്ക് ഇത് പിടിക്കാം. അതായത് കേബിളിലെ കണക്ഷൻ ഉള്ള വീട്ടിൽ നിന്ന് അവരുടെ കേബിളിനകത്ത് ചെറിയ ഒരു കുത്തിയിട്ട് നമ്മുടെ ആന്റിനെ അങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ അതിന് പിടിച്ചെടുക്കും. അങ്ങനെ കുറെ നാൾ നമ്മള് കേബിളും കണ്ടിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഈ ടി വി ഒക്കെ വരുന്നതിന് വായന, ഞാനാണെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡ്സേ നമ്മുടെ ക്ലോസ് ആൾക്കാർ കാണുന്നുണ്ടാവില്ലെന്നായിരുന്നു എൻ്റെ ഒരു ധാരണ ആദ്യ സമയത്ത്. കാരണം നമ്മൾ ഫ്രണ്ട് സർക്കിളിലുള്ളവർ നമ്മുടെ കഥകൾ അവർ കേട്ട് മടുത്തവരായിരിക്കും. കാരണം നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അവര് കേൾക്കാത്തോണ്ടാണല്ലോ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. അതല്ല, അവര് കേട്ട കഥകളൊക്കെ തന്നെ നമ്മളിവിടെ പറയുന്നതും അത് വേറൊരു കാര്യം. കാരണം വർഷങ്ങളായിട്ട് അവരോട് പറഞ്ഞതിന്റെ ബാക്കിയാണല്ലോ. പക്ഷേ നമ്മൾ പറയുന്ന ചില പർട്ടിക്കുലർ എപ്പിസോഡ്സ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട്, ഫാമിലിയും കാണുന്നുണ്ട്, കസിൻസ് കാണുന്നുണ്ട്. എൻ്റെ ചേട്ടൻ്റെ വൈഫ് പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ പുള്ളിക്കാരി ഒരു തവണ കഴിഞ്ഞ തവണ ഞാൻ വീട്ടിൽ പോയി പുള്ളിക്കാരി എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മറ്റേ ജെൻസി വാവയുണ്ടല്ലോ അത് ഞാൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി പിള്ളേരുടെ വളർന്നു വരുന്ന വയലൻസ്, വളരുന്ന വയലൻസ് ഓർമ്മയില്ലേ? ബ്രില്യൻസ് കേട്ടിട്ടും മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുപേരും കേട്ടോ. പിന്നെ അപ്പൊ അത് കണ്ടിട്ട് പുള്ളിക്കാരി പറഞ്ഞ് അടിപൊളിയായിരുന്നു പറഞ്ഞു എപ്പിസോഡ്. പക്ഷെ 1.5 മണിക്കൂർ ഇരുന്ന് കാണാൻ ടൈമില്ല ഡോക്ടർ ആയതുകൊണ്ട്. പുള്ളിക്കാരി പറഞ്ഞ്, നിങ്ങൾ ഇതൊക്കെ ആൾക്കാർ കാണുന്നുണ്ടോ എന്നുള്ള ചോദിക്കും. ഇത് നല്ല സാധനമാണ്, പക്ഷെ ഇതൊക്കെ ആൾക്കാർ കാണും ഇത്രയും വലിയ എപ്പിസോഡ്സ് ഒക്കെ. ഞാൻ പറഞ്ഞു ചില എപ്പിസോഡ്സ് ഒക്കെ കയറുന്നുണ്ട്. പിന്നെ അത് കഴിയുമ്പോൾ ഇങ്ങനെ ഗ്രോത്ത് തുടങ്ങിയല്ലോ, അപ്പോഴത്തേക്ക് കാണുന്നുണ്ടല്ലോ 15,000 ക്രോസ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ്. കസിൻസ് കാണും. അപ്പം ഇങ്ങനെ സമ്മർ വെക്കേഷൻ കണ്ടിട്ട് ബ്രദർ അയച്ചു, നീ ആ കഥ പറഞ്ഞില്ല, ഈ കഥ പറഞ്ഞില്ല. കസിൻസ് കുറെ പേര് അയച്ചു, നിങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു. എന്റെ കഥ പെട്ടെന്ന് ഞാൻ കുറച്ചുകൂടി കൂടി ആൾക്കാരെ എനിക്ക് റെഫറൻസ് ഇട്ട് തന്നു. എപ്പിസോഡ് ഈ ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, ഇന്ന് 1.5 മണിക്കൂർ നമുക്ക് പിടിക്കാം കുറെ കഥകൾ. നമുക്ക് തേർഡ് പാർട്ട് പിടിക്കുമ്പോൾ നമുക്ക് അതിലെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്താന്ന്. നമുക്ക് ബാസിനെ വെച്ച് ഒരെണ്ണം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മഹാദേവന്റെ ഒരു കുറുമ്പനായ ഒരു കസിൻ കൊച്ചിറക്കനുണ്ട്, അവനെ വെച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്യാം. നമുക്ക് പ്ലാൻ ചെയ്യണം. അപ്പം ബ്രദർ പറഞ്ഞത് ഞങ്ങളുടെ വെക്കേഷൻ്റെ മെയിൻ പരിപാടിയിലൊന്ന് ഈ ക്രിക്കറ്റ് കളിയും പിന്നൊന്ന് റീഡിങ്. നമുക്ക് ആ വായനയുടെ ശീലവും എഴുത്തിന്റെ ശീലവും ഡെവലപ്പ് ആയത് ശരിക്കും വെക്കേഷൻ സമയത്ത്. മറ്റേ കട്ടിയുള്ള കഥകൾ വായിക്കും. നമുക്ക് ആ ബാലരമ ആദ്യ സമയത്ത് എനിക്കൊന്ന് മന്ത്ലി ആയെന്ന് തോന്നുന്നു ബാലരമ വൺസ് വന്നോണ്ടിരുന്നത്. പിന്നെ ദ്വൈവാരികയായത്, പിന്നെ അത് കഴിഞ്ഞ് വീക്ക്ലി ഇറങ്ങാൻ. കാരണം അതിന്റെ മാർക്കറ്റ് അവർ മനസ്സിലാക്കി അങ്ങനെ ആയിക്കൊണ്ടിരുന്നത്. പക്ഷെ വീട്ടിൽ ഇത് വാങ്ങിക്കത്തില്ല. അപ്പം വെക്കേഷൻ പഠിത്തം ഞാൻ സ്കൂളാണ് എല്ലാം. അപ്പോൾ പഠിത്ത സമയത്തൊന്നും ഇല്ല ഇതൊന്നും. അപ്പം നമ്മളിങ്ങനെ ഏപ്രിൽ വെക്കേഷൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കും. ഈ പറയുന്ന ജൂണിലെ ക്ലാസ് തുടങ്ങിയ തൊട്ട് മാർച്ച് വരെയുള്ള ബാലരമ വാങ്ങിക്കുന്ന വീടുകളുണ്ട് നമ്മുടെ തൊട്ടയൽവക്കത്ത്. അപ്പം ചേട്ടൻ്റെ കൂടെ പഠിക്കുന്ന ചേട്ടനൊക്കെ ഒരു വയസ്സ് മൂത്താണ്, ശ്രീമോൾ എന്ന ചേച്ചിയുണ്ട്, രാജി എന്ന ചേച്ചിയുണ്ട്. അത് നമ്മുടെ അയൽക്കാരാണ്. അപ്പം നമ്മുടെ ഈ ഇപ്പം താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് താഴെ അവർ താമസിക്കുന്നത്. പണ്ട് നമ്മുടെ വീട് ആ റോഡിൻ്റെ താഴ്ഭാഗത്തായിരുന്നു, അവിടെ നമ്മൾ മാറിയത്. അപ്പം നമുക്ക് വെക്കേഷൻ തുടങ്ങി കഴിയുമ്പം ഒരു ഞായറാഴ്ച നമ്മളെ അഴിച്ചു വിടും. നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് അവരുടെ വീട്ടിൽ പോകും. ഈ കഴിഞ്ഞ ഒരു വർഷത്തെ ബാലരമ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ബാലരമ, പൂമ്പാറ്റ, അങ്ങനെയുള്ള സാധനങ്ങൾ, ബാലമംഗളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ വായിച്ചിട്ട് അവർ കറക്റ്റ് സമയത്ത് വായിച്ചത് വെച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ പോയിട്ട് അത് മൊത്തം വാങ്ങിച്ചുകൊണ്ട് വരും. എന്നിട്ട് ഒരുമിച്ച് ഇരുന്ന് വായിക്കും. നമ്മൾ ആദ്യം മൊത്തം ചിത്രകഥ വായിക്കും. ഈ ഓർഡർ കാരണം എളുപ്പം വായിക്കാനും ഭയങ്കര ഹൈ എന്റർടൈൻമെന്റ് വാല്യൂ അതിലുള്ളത്. തുടരും കഥകളല്ലേ, അതായത് അതിനകത്ത് തുടരും കഥകളുണ്ട്, സിംഗിൾ എപ്പിസോഡ് തീരുന്ന കഥകളുണ്ട്, ചിത്രകഥ സിംഗിൾ. മായാവിയൊക്കെ ചില സമയത്ത് മായാവി ചില സമയത്ത് തുടരും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വന്നിട്ട് ആദ്യം ഈ ചിത്രകഥ മൊത്തം വായിച്ചു തീർക്കും. ചിത്രകഥ തീർന്നു കഴിയുമ്പോഴത്തേക്ക് സ്റ്റോക്ക് തീർന്നു. പിന്നെ നമ്മൾ എഫേർട്ട് ഇടണം. ഇനി അത് കഴിഞ്ഞ് വലിയ കഥകൾ വായിക്കാൻ തുടങ്ങും. പിന്നെ തുടരും കഥകൾ. ഇപ്പൊ ചില സമയത്ത് നമുക്ക് ഒരു വർഷത്തെ കൊണ്ട് ഒരു തുടരും കഥ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ആകുന്ന മൊത്തം അതിനകത്തൊരു വർഷത്തേക്ക് കാണും. അപ്പോൾ ആ തുടരും കഥകൾ മൊത്തം ഇരുന്ന് വായിക്കും. ഇങ്ങനെ 3 ലെവലായിട്ട് വായിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ വായനയുടെ സ്കില്ല് കൂടി, നമുക്ക് വായിക്കാൻ താല്പര്യമായി. കാരണം TV ഇല്ല വീട്ടിൽ. എൻ്റർടൈൻമെൻറ്റിൻ്റെ ഏറ്റവും നല്ല ഉപാധി വായനയായി. കഥകൾ പറയാനും കഥകൾ കേൾക്കാനുള്ള ഇൻട്രസ്റ്റും ശരിക്കും അവിടുന്നാണ് ഡെവലപ്പായത്. റീഡിങ് ഒരു സെറ്റ് ഓഫ് ബാലരമകൾ എന്ന് വെച്ചാൽ ഇവരുടെ വാങ്ങിക്കുന്നത് പിന്നെ ചിലപ്പോൾ തിരിച്ചു വാങ്ങിക്കത്തില്ല അവർ. അപ്പോൾ അത് നമ്മുടെ കളക്ഷനാണ്. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കും. നമുക്കിതൊക്കെ നിധിയാ. പിന്നെ അവർക്ക് അതല്ല, നമുക്ക് നിധി. നമ്മൾ റിപ്പീറ്റ് രണ്ടാമത് വായിക്കും, ചില 3ാമത് വായിക്കും. അപ്പൊ പിന്നെ അടുത്ത വെക്കേഷൻ വരുന്നവർ ഇടയ്ക്കുള്ള സമയത്തൊക്കെ എടുത്തു വെച്ച് അമ്മയും അച്ഛനും കാണാതെ ഒളിച്ചു വെച്ചൊക്കെ വായിക്കും. അതായത് നമ്മൾ പഠിച്ചാലേ രക്ഷപ്പെടത്തുള്ളൂ. നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച അവരെ നിങ്ങൾ പഠിക്കണം. നമ്മളിപ്പോൾ കാണുന്ന പ്രശ്നത്തിൽ നിന്ന് നമ്മൾ കരകയറുന്നത് നിങ്ങൾ പഠിച്ച് വളരുമ്പോഴാണ് എന്ന് നമ്മളിതിനെ ഇത് നിങ്ങളുടെ അച്ഛനമ്മയും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു. അവരത് പറയാൻ മറന്നു പോയണ്ട എന്ന്. അപ്പം നമ്മളിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കും. എങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മളിത് അടുക്കി വെച്ചിട്ട് ബാഗുകൾ, പഴയ ബാഗ് ഉണ്ടാവും, നമ്മൾ ഉപയോഗിച്ച് പഴകിയ ബാഗുണ്ട്. ഈ ബാഗിനകത്ത് അടുക്കി വെക്കും.
അങ്ങനെ നമ്മൾ ഈ പഴയ വീട് മാറുമ്പം, പഴയ വീട് മാറി വലിയൊരു കഥ, അത് വേറെ ഏതെങ്കിലും എപ്പിസോഡ് എന്തെങ്കിലും പറയുന്നതായിരിക്കും. ഈ പഴയ വീട് മാറി പുതിയ വീട്ടിലേക്ക് പോയപ്പോൾ നമ്മുടെ 4 ബാഗ് 5 ബാഗ് നിറയെ ബാലരമയും കഥാപുസ്തകം ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ സ്കൂൾ ബാഗ്, ഞങ്ങളുടെ ഈ പറയുന്ന 7ാം ക്ലാസ് വരെയുള്ള ഞങ്ങളുടെ 2-3 പേരുടെയും ബാഗുകൾ പഴയത് സൂക്ഷിച്ചതിനകത്ത് 5-6 ബാഗ് കഥപുസ്തകങ്ങളുടെ സ്റ്റോക്ക് ശേഖരം. അത് പഴയതൊക്കെയാണ്. അതൊക്കെ ഞങ്ങൾ തന്നെ തിരിച്ചെടുത്ത് വായിച്ചാൽ നമുക്ക് ഫ്രഷ് കഥയായിട്ട് തോന്നും. കാരണം വർഷങ്ങൾ പഴയ ബാലരമ. ഈ ബാലരമയുടെ പല കളർ സ്റ്റേജസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബാലരമയ്ക്ക് ആദ്യം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ്, പിന്നെ അത് കഴിഞ്ഞാൽ അത് കളർ തുടങ്ങിയ സ്റ്റേജ്, പിന്നെ 2 കളർ, അതായത് ഒരു ഓറഞ്ചും അതൊരു പ്രത്യേക കളറാ. അവിടുന്ന് പിന്നെ ഇങ്ങനെ മൾട്ടി കളറിലേക്ക് എല്ലാത്തിന്റെ പ്രിന്റിൽ വ്യത്യാസമുണ്ട്. പൂമ്പാറ്റയ്ക്ക് മുകളിലൊരു പൂമ്പാറ്റ ഉണ്ട്. അന്നും ഇന്നും ഇവരുടെ എല്ലാം പ്രിന്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് മനോരമ വായിക്കുമ്പോ ഒരു സുഖം ഉണ്ടല്ലോ, പക്ഷെ മാതൃഭൂമിക്ക് അത്ര സുഖം കിട്ടും. പേപ്പറുകൾ തമ്മിൽ ആ ഒരു വ്യത്യാസം. ആ സാധനം സുഖം കിട്ടാത്തത് മാതൃഭൂമി വായിക്കുന്നവർക്ക് മനോരമ കിട്ടിയാൽ പറ്റില്ല, മനോരമ വായിക്കുന്നവർക്ക് മാതൃഭൂമി. നമ്മൾ ആ ഒരു ഡിസൈനും ലേഔട്ടൊക്കെ യൂസ്ഡ് ആയി ചിലതൊക്കെ. പക്ഷെ എനിക്ക് ജനറൽ ഇതൊന്നും സ്ഥിരം വായിക്കാത്ത ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഒന്ന് കണ്ടാൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നു മനോരമയല്ലേ. കുറെയൊക്കെ അവരുടെ ഡിസൈൻ നല്ല രസമാണ്. പരസ്യങ്ങളും കളർഫുള്ളും ഡിസൈനും വായനയും ഒക്കെ ഭയങ്കര രസമായിട്ട് തോന്നും. പിന്നെ ചിലപ്പോൾ സ്ഥിരം വായിച്ചവർക്ക് മാറുമ്പോൾ ഇതുണ്ടാവും. നമ്മൾ ഈ കളക്ഷൻ ഓഫ് ബാലരമയും കൊണ്ട് നമ്മൾ പോയപ്പോൾ നമുക്ക് മനസ്സിലായി ഇനിയും തൊട്ട് നമുക്കും ട്രേഡിങ് നടത്താം. നമ്മളിപ്പം പണ്ട് നമ്മൾ സ്വീകരണം മാത്രമേ ഉള്ളായിരുന്നു, പിന്നെ ട്രേഡിംഗ് എന്നുള്ള പരിപാടിയുണ്ട്. അതായത് ബാലരമയും ഇതുമൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര പ്രഷ്യസ് സ്വത്തായതുകൊണ്ട് ഇത് പ്രഷ്യസ് സ്വത്തായിട്ട് സൂക്ഷിക്കുന്നവരുടെ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ പകരം കൊടുക്കണം. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ പോലെ തന്നെ കളക്ഷൻ ഉള്ള ഒരു ചേട്ടൻ അപ്പുറത്തുണ്ട്. നമ്മുടെ പുതിയ വീടിൻ്റെ മുകളിലത്തെ വീട്ടിൽ താമസിക്കുന്ന അനീഷ് എന്നൊരു ചേട്ടൻ്റെ കയ്യിൽ ഇതുപോലെ ബാലരമ കളക്ഷൻ ഉണ്ട്. പുള്ളിയും ബാഗിനകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അങ്ങനെ നമ്മളിങ്ങനെ ഈ ഭാഷാ സിനിമയൊക്കെ കാണുന്ന ഒരു ദിവസം ഒരു നടുക്കത്തേക്ക് വസ്തുവിൽ 2 പേരും ബാഗ് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇത് വായിച്ചതാണോ ഇത് വായിക്കാത്തതാണോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ട് ഒന്നിനൊന്ന് നമ്മൾ എത്ര കൊടുക്കും അത്ര തിരിച്ച് കിട്ടത്തുള്ളൂ. നമ്മളിങ്ങനെ കഥപുസ്തകം എക്സ്ചേഞ്ച് ചെയ്യും. എന്നിട്ട് ഈ കൊണ്ടുപോകുന്നത് നമ്മൾ അതുപോലെ തന്നെ വായിച്ചിട്ട് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യും, വായിച്ച് തിരിച്ചു കൊടുക്കും, എന്നിട്ട് പുതിയ കൊടുക്കും. അങ്ങനെ വായനയുടെ ഒരു വലിയ ലോകം ഈ പറയുന്ന കഥപുസ്തകങ്ങൾ നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. കുറേ മെമ്മറീസും അതിനായിട്ട് അനുബന്ധിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു വായന, ബാലരമ വായിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ തുടങ്ങുന്ന സമയമുണ്ടാവും. അച്ഛൻ വല്ലപ്പോഴും വാങ്ങിച്ചു അത് ജോലി കിട്ടിയപ്പോൾ അല്ലല്ല, അന്ന് നമ്മുടെ വിചാരം നമ്മൾ ജോലി പിള്ളേർക്കുള്ള വായിച്ചിട്ടേ വിടുള്ളൂന്നല്ലേ. ഇന്ന് ബാലരമ വന്നില്ല, എന്താ ഇവിടെ വീട്ടിൽ ബാലരമ വരുന്നില്ലെന്ന്. പോസ്റ്റൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് അല്ലേ? പോസ്റ്റൽ സബ്സ്ക്രിപ്ഷനിൽ ബാലരമ ഒന്നും വരത്തില്ല, പക്ഷെ വനിത അങ്ങനെയുള്ള സാധനങ്ങൾ. നിങ്ങളുടെ ഫേവറേറ്റ് ഏതായിരുന്നു കഥ അന്നത്? നമുക്ക് മായാവി ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് വേറൊരു കോഷ്യന്റ് തുറന്നു കിട്ടിയത് കുറെ കഴിഞ്ഞിട്ടാണ്. സൂത്രന് ശരി എന്ന് പറഞ്ഞത് ഇത് വന്നു. ശരിക്കും പറഞ്ഞാൽ ബാലരമയുടെ ചരിത്രത്തിൽ അത്രയും ഫണ്ണി ആയിട്ടുള്ള കഥകൾ വന്നിട്ടില്ല. ഫണ്ണി ആയിരുന്നു, പക്ഷെ എനിക്ക് പോലീസുകാരൻ. പക്ഷെ ആ പറയുന്ന ഫണ്ടിനേക്കാൾ മുകളിലായിരുന്നു സൂത്രനും ശരി എനിക്ക് നല്ല റൈറ്റിംഗ് വന്നത്. പിന്നെ കുറച്ചൊരു കാര്യമായിട്ട് റൈറ്റിംഗ് വന്നത് സൂത്രനും ശരിയിലാണ്. ബാലരമ കഥകൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് റൈറ്റിംഗ് പിന്നെ ഞാൻ കണ്ടത് സൂത്രനും ശരിയിലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ചു തുടങ്ങുന്നുണ്ട്, ഒരു നോവൽ പോലത്തെ ഒരു പുസ്തകം വായിക്കുന്നത് കോളേജ് കഴിയണ സമയത്താണ്. എൻ്റെ കൂട്ടുകാരൻ രവിശങ്കർ ഉണ്ട്, അവൻ നല്ലപോലെ വായിക്കും. അവൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനൊക്കെ ഈ പറഞ്ഞ പോലെ പുസ്തകം കണ്ടവാനം വായിക്കും. അപ്പൊ അവന് ഈ പറഞ്ഞ പോലെ സിനിമയുടെ ക്രേസ് ആയിട്ട് നടക്കണു. ഞാനും സിനിമ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ നടക്കുന്നു. ഞാനും അവനും കൂടി ഫെസ്റ്റിവലിലൊക്കെ പോകണു. ഞങ്ങൾ ബുദ്ധിജീവികളായോണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവൻ്റെ അടുത്ത് പുസ്തകം വായിക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് പത്മരാജന്റെ പുസ്തകമായിരുന്നു എന്ത് നക്ഷത്രങ്ങളെ കാണുന്നുള്ള പുസ്തകം. അത് ഞാൻ എങ്ങനെയൊക്കെയോ എനിക്കൊന്നും പറ്റൂലല്ലോ, ചിത്രകഥ നോവലിലേക്ക് പറഞ്ഞാണല്ലോ ഞാൻ. അത് വരുന്നത് പത്മനാഭന്റെ ചിത്രം. പക്ഷെ അത് ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വായിച്ച് ഞാൻ പോയി ആദ്യമായിട്ടൊരു പുസ്തകം വായിച്ചു തീർന്നു. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അച്ചീവ്മെന്റ് പോലെ ഒരു നോവലൊക്കെ ഞാൻ വായിച്ചു. പിന്നെ എനിക്ക് അവൻ പുസ്തകങ്ങൾ തരാറുണ്ട്. അങ്ങനെ കോളേജിലല്ലേ? ആ കോളേജിലാണ് ഞാൻ 5ാം ക്ലാസ്. അതുപോലെ റോക്കി ബൈ 5ാം ക്ലാസ്. നമ്മൾ ഈ വീട് മാറിയ സമയത്ത് നമ്മൾ ഈ ബാലരമ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ഭയങ്കര രസമാണ് വായിക്കുക എന്നുള്ളത്. അച്ഛൻ്റെ ഒരു പെങ്ങൾ, നമുക്ക് അച്ഛൻ്റെ സഹോദരങ്ങളോടൊക്കെ പല തരത്തിലുള്ള റിലേഷൻ. അത് ഓരോ സമയത്ത് ഇങ്ങനെ ഇരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണുമ്പോൾ ഇവരെന്തൊരു സ്നേഹമാണ്, അടുത്ത ആഴ്ച നിങ്ങൾ കാണുമ്പോൾ ഇവരാണ് ഈ ലോകത്തെ ഏറ്റവും ശത്രുക്കൾ. അപ്പം അങ്ങനെ ഒരു റിലേഷനാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു പെങ്ങളുടെ ഹസ്ബൻഡ് 2 പേരും അധ്യാപകരാണ്. ഇതന്നെ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പകുതി വഴിയിൽ നിന്നു. അനീസിന്റെ ജീവിതം മുഴുവനും പോഡ്കാസ്റ്റ് നമ്മുടെ ഫുൾ എപ്പിസോഡ് അനീസ് സത്യം പറഞ്ഞ കർത്താവൊക്കെ 2000 കൊല്ലം മുമ്പ് പോഡ്കാസ്റ്റ് ഉണ്ടെങ്കിൽ കർത്താവ് പോഡ്കാസ്റ്റ് ചെയ്തേ. അതാണ് ബൈബിളായിട്ട് വന്നേക്കുന്നത്. ബൈബിളിൽ ഇത്ര ഇല്ലടാ, ബൈബിളിൽ ഇത്ര ഡീറ്റെയിൽ. ഇത് ഒരു വലിയൊരു 1000 കൊല്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും കുഴിച്ചൊക്കെ എടുത്തിട്ട് ഈ ഹാർഡ് ഡിസ്ക് കിട്ടുമ്പോ അനീസ് എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതം നമുക്കൊരു ആശ്രമം തുടങ്ങാൻ സെറ്റപ്പ് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഇന്നിപ്പോ ഇല്ല, അന്നൊരു ദൈവപുത്രനെ ഇത്രയും
ഇല്ല, അനീസിക്കാനെ ശരിക്കും പറഞ്ഞ നാഗച്ചേച്ചി ഇരുത്തുന്ന പോലെ നമുക്കൊരു മൂലക്ക് ഇരുത്ത ഇതുപോലെ കുറച്ച് ലൈവ് സ്ട്രീം ചെയ്യാം പുള്ളിയുടെ. ഒരു ഫോളോവർ കാശ് കൊടുത്ത് ബാലരമ മേടിക്കണം. ബാലരമ അങ്ങനെ വായിച്ച് നമ്മൾ വായിച്ചും തുടങ്ങിയത്. അപ്പം ഈ പറയുന്ന നമ്മുടെ ഫാദറിന്റെ സിസ്റ്റർ കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ അറിഞ്ഞു ഇതിന്റെ കൂടെ സ്റ്റിക്കർ ഫ്രീ കിട്ടുന്ന കാര്യം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ബാലരമ ഇടയ്ക്കിടും. ബാലരമ വെക്കേഷൻ സമയത്തൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരു ആ നാന, സമയത്ത് മായാവിനി ഇങ്ങനെ മുഖം മൂടി, അത് മുഖം മൂടി സീസൺ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് എന്തായാലും ഉണ്ടാവും. സീസൺ സമയത്ത് മസ്റ്റ് ആയിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. മനോരമയുടെ ബാലരമ, മാതൃഭൂമിയുടെ ബാലഭൂമി, ബാലമംഗളം, പൂമ്പാറ്റയും ബാലമംഗളാരുടെ, ബാലമംഗളം മംഗളംകാരുടെ. പൂമ്പാറ്റ ആരുടെ ആയിരുന്നു? പൂമ്പാറ്റ ഏതോ ഞാനേടെയോ. ഞാൻ പക്ഷേ ഇത് ഇവരുടെ തന്നെ ആരുടെയാണ് പൂമ്പാറ്റ. പിന്നെ ഇതല്ലാതെ ചില വെറൈറ്റി ചിത്രകഥകൾ ഇറങ്ങും. ബാലരമ അമർ ചിത്രകഥ പോലെ തന്നെ ബാലരമയ്ക്ക് അമർ ചിത്രകഥ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ കഥകൾ ഉണ്ടാവും. പുരാണ കഥകൾ കൂടുതലും. ഇല്ലാതെ പിന്നെ വന്നത് ഇൻഫർമേഷൻ കൊടുക്കാം. ഒരു മാഗസിൻ ഉണ്ടായിരുന്നല്ലോ കുട്ടികൾക്ക്, യുറീക്ക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അതൊക്കെ എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആണ്. അപ്പം നമ്മൾ ഈ എക്സ്ചേഞ്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ ബുക്ക് എക്സ്ചേഞ്ച് നടത്തുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഗൾഫ് NRI കസിൻസിന്റെ കയ്യിൽ ടിങ്കിൾ എന്നൊരു സാധനം, അതിനകത്ത് കോമിക്സുകൾ, അവരുടെ കോമിക്സ്, ഫാൻറ്റത്തിന്റെ പേജൊക്കെ ഭയങ്കര smooth. ഒയ്യോ ഗ്ലോസി പേജസ്. നമ്മുടെ പേപ്പർ മറ്റേ തെന്നിപ്പോകും. ഇത് റഫ്, നമ്മുടെ മുഖത്തരച്ച കീറലി വീഴുന്ന പേപ്പർ. മറ്റേ തെന്നിപ്പോകുന്ന സാധനം. കളറെന്ന് വെച്ചാൽ ഇങ്ങനെ കളറുണ്ട്. ഒരു ടിങ്ങിൽ 5 ബാലരമ കണക്ക്. അത് നമ്മുടെ ഈ ബാലരമ ഒന്നിച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ കയ്യിലാണ് ഞാൻ ഈ കോമിക്സിന്റെ ലോകം. അന്ന് കേരളത്തിന് അത് പരിചയം ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിദേശത്ത് പോകുന്നവർക്ക് ഇങ്ങനെ സാധനം ഒന്നും കൂടി കണ്ടിക്കട്ടെ. ആ സമയത്ത് മോഡൽ ബോയ്സില് പിള്ളേര് ഷെയർ ചെയ്തായിരുന്നു ഫേസ്ബുക്കിന്റെ. ഞങ്ങൾക്ക് അന്നേ ബാല്യം നശിച്ചിരുന്നു. എത്രാം ക്ലാസ്സില്? ഞങ്ങൾ 6, 7. അത് എല്ലായിടത്തും ഉണ്ട്. ഞാൻ ഈ പറയുന്നൊക്കെ 4 മുമ്പ് 5 വരെയുള്ള കഥകളാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ പേജ് എന്നൊക്കെ പറയുന്നത് ഇംഗ്ലീഷ്. എന്റെ ചേട്ടന്റെ കൂട്ടുകാരന്റെ ഒരു കഥ ചേട്ടൻ പറയാറുണ്ട്. ഈ സാധനം കൊണ്ടിട്ട് ഇവനെ എവിടെ നിന്നൊക്കെ കിട്ടും, ഇവൻ കൊണ്ട് ഈ സാധനം കാശിനെ വെക്കുക. ഈ പേജ് മറ്റേ ഫോട്ടോ ഉണ്ട്, കാണിച്ചു കൊടുക്കുന്ന കാശുണ്ട്, സ്വന്തമായിട്ട് വേണമെങ്കിൽ പൈസ ഉണ്ട്. 50 രൂപയ്ക്ക് മേടിച്ച് 5000 ഉണ്ടാക്കുമായിരുന്നല്ലേ ഓരോ പേജ് കൊടുത്ത്. അല്ല, പുള്ളി എവിടെ നിന്ന് കയറിക്കൊണ്ട് വരുന്നതായിരിക്കും. പുള്ളിക്കത് മാർക്കറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടപ്പോൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളങ്ങനെ ഫാൻറ്റത്തിന്റെയും മാൻഡ്രേക്കിന്റെയും ഒക്കെ കോമിക്സ് കണ്ടിട്ട് ഞെട്ടിയിട്ടുണ്ട്. കാരണം അത്രയും അടിപൊളി കഥകളും ഫാന്റസി കഥകളും സിനിമ കാണുന്ന ഫീൽ ആയിരിക്കും. ചെറിയ 4 കോളത്തിലാണ് ഇംഗ്ലീഷ് പത്രത്തിൽ മാൻഡ്രേക്ക് വരുമായിരുന്നു, ഏതോ പത്രത്തിൽ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കണ്ട ഫാൻറ്റത്തിനെ കളർഫുൾ കോമിക്കായിട്ട് ത്രൂ ഔട്ട് കണ്ടിട്ടുണ്ട്. അന്ന് കുറെ കോമിക്സ് ഉണ്ടെന്ന് പിന്നെയാണ് മനസ്സിലായത്. അത് ഒരു തവണ ഏതോ NRI കസിൻ്റെ കുറേ ബുക്സ് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ കളക്ഷനിൽ ഏറ്റവും ഹൈ പ്രൊഫൈൽ സാധനം ഈ പറഞ്ഞ കോമിക് സാധനങ്ങൾ. സൂപ്പർമാനൊക്കെ എന്നാ കാണുന്നത്? ഞാൻ കണ്ടിട്ടില്ല, അത് ബാറ്റ്മാനെ കണ്ടില്ല. പക്ഷെ ഫാൻറ്റ എന്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. സിനിമ കണ്ടോ? ഫാൻറ്റ ഇടിച്ചു കഴിഞ്ഞാൽ ഒരു മോതിരത്തിന്റെ അസ്ഥി കൂടെ നീ ഫാൻറ്റം സിനിമ കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഫാൻറ്റം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കര മമ്മൂക്കയുടെ അല്ല, അത് വേറെ വിരൽ തൊട്ടാൽ വിരിയുന്ന പെൺപൂവ്. ഇത് വേറെ ഫാൻറ്റം സിനിമ. അതില് 3 തലയോട്ടികള് 3 സ്ഥലത്തിരിക്കുന്നത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ലേസർ വരും. അപ്പൊ ഫാൻറ്റത്തിന്റെ ഈ തലയോട്ടിന്ന് ആ ലേസർ അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യാം. അല്ല, ഈ ഫാൻറ്റത്തിന് സൂപ്പർ പവർ ഉണ്ടോ? ഫാൻറ്റം ശരിക്കും ഉരുക്ക് കോട്ടിന്റെ കോട്ടാണല്ലോ ആളെ ഇടിച്ച് തോപ്പിക്കാൻ ആളുടെ ദേഹത്തൊക്കെ ആർമർ ഉണ്ട് പുള്ളിക്ക്, അതുപോലെ ഇടിച്ചു തെറിപ്പിക്കാൻ ശക്തിയുള്ള ആളാ. പ്രത്യേകതയുള്ളതാ. നമുക്ക് ഫാൻറ്റം ഒന്നും പഠിക്കേണ്ടിയിരിക്കണം. ഹിപ്നോട്ടൈസ് ചെയ്ത് കളയും. എന്നിട്ട് ലൂതർ ഉണ്ടായിരുന്നു, ഹെഞ്ച്മാൻ. പുള്ളിയാണ് ഫൈറ്റർ. മാൻഡ്രേക്കിനേക്കാൾ കോമിക്സിന്റെ എപ്പിസോഡ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇങ്ങനെയുള്ള നമ്മുടെ വായനാശീലം ഒബ്സർവ് ചെയ്യുന്ന നമ്മുടെ ഫാദറിന്റെ സിസ്റ്റർ, പുള്ളിക്കാരുടെ ടീച്ചറാണ്, LP സ്കൂൾ ടീച്ചറാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡ് UP സ്കൂൾ ടീച്ചറാണ്. സ്കൂളിലെ ഒരാൾ ഹെഡ് മാസ്റ്ററും അവിടുത്തെ ടീച്ചറുമാണ്. ഇവരുടെ കൺട്രോളിലാണ് ആ സ്കൂളിലിരിക്കുന്നത്. അപ്പോൾ വെക്കേഷൻ സമയത്ത് നമുക്ക് ഇവർ വരുമ്പോൾ ആദ്യം അവരുടെ ലൈബ്രറിയിൽ നിന്ന് കുറച്ച് ബുക്സ് കൊണ്ടുതരും വായിക്കാൻ വേണ്ടി. നമ്മളിത് ഈ സമയം കൊണ്ട് വായിച്ചിരിക്കും. നമുക്ക് വായന അത്ര ഹരമാണ്. ബുക്സ് വായിക്കാൻ തുടങ്ങി, ബാലരമയിൽ നിന്ന് മാറി ബുക്സ് വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വെക്കേഷൻ ഇവരെ നമ്മുടെ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അന്ന് സ്കൂൾ ഞങ്ങൾ വെക്കേഷന് തുറന്നിട്ട് ലൈബ്രറി ഞങ്ങൾക്ക് തുറന്നു വന്നു. ഇഷ്ടമുള്ള ബുക്സ് എടുത്തോളാം. അവിടുത്തെ ഒട്ടുമുക്ക ബുക്സ് നമ്മൾ ആ വെക്കേഷന് ചാക്കിൽ പൊതിഞ്ഞ് കെട്ടി നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് ഒരു വെക്കേഷൻ മൊത്തം ഇന്ന് വായിച്ചു. എങ്ങും പോകുന്നത് വായനയുടെ വായന. കുറേ ബുക്സ്, കുറേ കഥകൾ, ഡിറ്റക്റ്റീവ് കഥ. എനിക്ക് ഡിറ്റക്റ്റീവ് കഥകളോടുള്ള ഒരു ക്രേസ് സ്റ്റാർട്ട് ചെയ്ത്, ത്രില്ലേഴ്സിനോട് ക്രേസ് അന്ന്. മലയാളം ചിലപ്പോൾ ബാറ്റൻ ബോക്സ് അങ്ങനെയുള്ളവരൊക്കെ എഴുതിയ സാധനമായിരിക്കും. ഏറ്റുമാനൂർ ശിവകുമാറൊക്കെ എഴുതിയ നോവലുകളായിരിക്കും. ഞാൻ രക്തം എന്ന് പറഞ്ഞ നോവൽ
അതിൻ്റെ കോൺസെപ്റ്റ് ഇതാണ്, ഈ ഒരു മർഡർ നടക്കുമ്പം ഒരു പെൺകുട്ടികളുടെ ശരീരം ബ്ലഡ് ലോസ് ആയിട്ട് കിട്ടുന്നു, അതാണ് സീന്. അപ്പോൾ ബ്ലഡ് ലോസ് അവരുടെ ദേഹത്ത് നിന്ന് ബ്ലഡ് ഊറ്റിയെടുത്തിരിക്കുന്നു. അപ്പോൾ പ്രേതമാണെന്നാണ് ആദ്യത്തെ അസംഷൻ. അവിടുന്ന് എൻ്റെ സിനിമയ്ക്കകത്ത് ഇങ്ങനെ ത്രെഡുകൾ കണക്ട് ആകുന്ന ഇവിടുന്നൊക്കെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സസ്പെൻസ് ഇതാണ്, ഒരാൾ ആൾക്കാരെ കൊന്നിട്ട് ബ്ലഡ് ഊറ്റിയെടുക്കുന്നു, എന്നിട്ട് ആ ബ്ലഡ് കലർത്തി ഒരു കോള വിൽക്കുന്നു. ഒരു കോള, നാട്ടിലൊരു കോള ഭയങ്കര ടേസ്റ്റി കോള സമയം ട്രെൻഡ് ആവുന്നു. അപ്പോൾ ഒരു പോലീസിനെ അന്വേഷിച്ച് ഇതിനെ തമ്മിലുള്ള ലിങ്ക് കണ്ടുപിടിക്കുന്നു, അതാണിത്. എന്നിട്ട് അങ്ങനെ കുറ്റാന്വേഷണ നോവൽ വായിച്ചിട്ട് എനിക്കൊരു ആ ചെറുപ്പത്തിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ് പ്രായത്തിൽ എനിക്ക് ഡിറ്റക്റ്റീവ് നോവലുകളോട് ഭയങ്കരമായിട്ട് വായിക്കാൻ ഏറ്റവും രസം ഡിറ്റക്റ്റീവ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വെക്കാൻ പറ്റൂലല്ലോ, തീർക്കാനുള്ള നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ. പക്ഷെ അന്ന് എടുത്തോളുന്ന ബുക്സിനകത്ത് അത് മാത്രമല്ല, ഒരുപാട് ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഈ പറഞ്ഞ മറ്റേ ക്ലാസിക്കൽ, ബഷീറിന്റെ ക്ലാസിക്സ്, അതുപോലെ യാത്രാ മലയാളം കൂടുതൽ, വേറെ ലാംഗ്വേജ് എടുത്തിട്ടില്ലേ, ഈസോപ്പ് കഥകൾ, വലിയ ബുക്കുകൾ, ഈസോപ്പ് കഥകളൊക്കെ വലിയ ബുക്സ്, അതായത് 1000 കഥകളൊക്കെ ചിലപ്പോൾ അതിനകത്ത് കാണും. 1001 രാവുകൾ, അത് വേറെ അറബിക് കഥകൾ, അത് വായിച്ചിട്ടുണ്ട്. ഷെർലക് ഹോംസ്. ഇംഗ്ലീഷ് ഒരു പുസ്തകം ഞാൻ മുഴുവൻ വായിക്കുന്നത് ഡാവിഞ്ചി കോഡാ, പള്ളിയിൽ നിന്ന് അത് വായിക്കരുത്. എന്നെ പണ്ട് എന്റെ സ്കൂളിൽ കോമ്പറ്റീഷൻ നടക്കുമായിരുന്നു, വർഷം ഏറ്റവും കൂടുതൽ ബുക്ക് വായിച്ചവർക്ക് പ്രൈസ് കിട്ടും. അപ്പൊ അതിലിങ്ങനെ ചോദിച്ചു ഏതൊക്കെ ബുക്ക്, അപ്പൊ അത് ഞാൻ കോൺസ്റ്റന്റ്ലി ജയിക്കാറുണ്ട്. ഞാൻ വർഷം 30-32 ബുക്ക് വായിക്കാറുണ്ട്. ചോദിക്കും, ലിസ്റ്റ് തരാൻ പറയും, എന്നിട്ട് അവർക്കറിയാലോ ഏറ്റവും പഠിപ്പിച്ചിട്ടാണ് ഇതെന്ന് എല്ലാ വർഷം ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ലിസ്റ്റിൽ ഡാവിഞ്ചി കോഡൊക്കെ ഇട്ട പാട്ട് ചോദിച്ചു, യോ ഇതൊന്നും വായിക്കല്ലേ, വായിച്ചു ഞാൻ വായിച്ചു. എനിക്ക് കുമ്പസാരിച്ചോ? അയ്യോ അച്ഛോ, 10 കൽപ്പനയിലില്ലല്ലോ ഡാവിഞ്ചി കോഡ് വായിക്കാൻ പറ്റില്ല. ജോൺ സഭയിൽ അനുസരിക്കുന്നത് കർത്താവിനെയും വിശുദ്ധ പുസ്തകത്തിനെയാണ്. ആ സിനിമ ഞാൻ സിനിമ കണ്ടതിന് ശേഷം അത് വായിച്ചു. അപ്പൊ എനിക്ക് കുറെ കൂടി സിനിമയൊക്കെ നല്ലൊരു ബുക്കാണെന്നാ പറയുന്നത്. സിനിമ കണ്ടിട്ടില്ല, സിനിമ പല ഫേമസ് ക്ലാസിക് ബുക്കുകളും സിനിമ അതുപോലെ തന്നെ കൺസീവ് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വൈഡായിട്ട് അത് അത്ര വലുതാണ്. ഇപ്പൊ ഹാരി പോട്ടർ ഒരുപാട് പേര് പറയും, ഫാൻസ് പറയും ഹാരി പോട്ടർ ബുക്കാണ് ക്ലാസിക്, സിനിമ അത്രയും വന്നിട്ടില്ല. വിഷ്വലി അത് കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഓതറിന്റെ വിഷയം, ഞാൻ ഈ ഓഡിയോ സ്റ്റോറീസ് വിഷ്വലായിട്ട് വരുന്ന പരിപാടിയല്ലേ, നമുക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. അത് വിഷ്വലിൽ ഒട്ടും എൻഗേജിങ് ആയിട്ട് വരില്ല, ചിലപ്പോൾ വിഷ്വൽ ആക്കാൻ പറ്റൂല. അത് ഓഡിയോയ്ക്ക് എഴുതിയ സാധനം ഓഡിയോയ്ക്കേ പറ്റുള്ളൂ. എഴുതി ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുള്ള അല്ല, ആ സാധനം ഇപ്പൊ 1000 പേര് വായിച്ചാൽ 1000 പേരുടെ തലയിൽ 1000 ഐഡിയാസ് ആയിരിക്കും കിടക്കുന്നത്. അത് ഒരിക്കലും ഒറ്റ മീഡിയത്തിന് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഇല്ല, വായന ഒരു അടിപൊളി സാധനമാണ്, ശരിക്കും അണ്ടർ അപ്രീഷിയേറ്റഡ്. ഭയങ്കര സ്ട്രെയിൻ വേണ്ട ഒരു സാധനം ആന്ന്. പക്ഷേ പറ്റുണ്ടാവും. നീ ഇപ്പൊ ഈ സിനിമ കണ്ട് റിവ്യൂ ചെയ്യാൻ എല്ലാരും ഉണ്ട്. ഇപ്പൊ എത്ര പുസ്തകം അതിനൊരു പണി എടുക്കണം. അത് ചെയ്തിട്ട് മോറലി വായിക്കുന്നത് അടിപൊളിയാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ, വായിക്കുന്ന ഒരു എൻജോയബിൾ. എനിക്ക് ശരിക്കും വായന ഈ പറഞ്ഞ ഇമാജിനേഷൻ ഒക്കെ നന്നാക്കാൻ ചെറിയ പിള്ളേരിൽ നല്ലപോലെ വൊക്കാബുലറി കൂടാനും നല്ലതാ അല്ലേ, നമ്മുടെ വാക് സമ്പത്ത് കൂടാൻ. മറ്റേ അഭിഷേക് ഉമ്മന്റെ ഒരു സാധനം ഉണ്ട്, വായിച്ചോണ്ട് എനിക്ക് പ്രത്യേകിച്ച് എപ്പോഴും പറയണ കേട്ടിട്ടുള്ളതിന് വാക്ക് കൂടുതൽ വരുന്നു. എനിക്ക് ഒരു സന്ദർഭത്തിലും എന്തെങ്കിലും വായിച്ചെങ്കിൽ ഈ സന്ദർഭത്തിൽ ഒരു വാക്ക് തോന്നിയിട്ടില്ല. വാക് സമ്പത്തിന്റെ അല്ല, ഒരു ഫ്രെയിം ചെയ്യണതൊക്കെ ഭംഗിയുണ്ടാവും ചിലപ്പോ. നമ്മളൊരു കുറെ പുതിയ വാക്കുകൾ നമ്മൾ അറിയാതെ വരുവിടാം. അതായത് ഞാനിപ്പം സംസാരിക്കുന്ന ലാംഗ്വേജിൽ കുറച്ച് കൂടുതൽ കട്ടിവാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്നോ വായിച്ചതിന്റെയാണ്. ഞാനിപ്പോൾ എനിക്ക് ടിവിയുടെ ആക്സസ് കൂടിയതും ഫോണിന്റെ സ്മാർട്ട് ഫോണിന്റെ വിപ്ലവം വന്നതോടുകൂടി എന്റെ വായന നിന്നു, റീഡിങ് ഭയങ്കരമായിട്ട് നിന്നു. പക്ഷേ ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് എന്തെങ്കിലും വരുന്ന വൊക്കാബുലറി വരുന്നെങ്കിൽ അത് അന്ന് വായിച്ചതിന്റെയാണ്. എനിക്കത് വായന എടുത്തു, അങ്ങനെയാണ് എന്റെ ഡെവലപ്പ് ആയത്. കസിനി പറഞ്ഞ പോലെ ഇങ്ങനെ പുസ്തക വായന ഭയങ്കരമായിട്ട് ചെറിയ പ്രായത്തിൽ അവൻ വായിക്കും, വലിയ പുസ്തകം വായിക്കും. അപ്പൊ നമ്മളുടെ അടുത്ത് പറയും, കണ്ടുപിടിക്കണം, അവൻ പുസ്തകമൊക്കെ വായിക്കണില്ല, അവൻ ചിത്രം പോകുന്ന പുസ്തകം. അന്ന് നമ്മൾ ചിത്രകഥയിൽ നിൽക്കണല്ലോ ബാലരമയില്, നമ്മളെ കൊണ്ട് ഇത് പറ്റണമെന്നില്ല. അപ്പൊ ഇവന് ഇത് പക്ഷെ ഭയങ്കര പ്രശ്നമാണ്. ഇവന് പുറത്ത് കടയിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അതിനിങ്ങനെ സ്വഭാവം ചുണ്ട് കടിച്ചു കഴിഞ്ഞു. അപ്പൊ അവൻ ഈ സാധനത്തിലൂടെ ഒരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ എന്ത് കിട്ടിയാലും വായിക്കും. വരുന്നിട്ട് താഴെ കിടക്കുന്ന പേപ്പർ കിട്ടിയാലും അതൊക്കെ വായിക്കും. അപ്പൊ ഇവ ഈ ചുണ്ടും കടിച്ചു ഇങ്ങനെ ഒരു ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ അവനെ ചുറ്റുന്നും വിളിച്ച അവൻ കേൾക്കില്ല, അറിയില്ല. അവൻ വേറൊരു സ്ഥലത്താ, ലോസ്റ്റാ. പച്ചക്കറി മേടിക്കാൻ പോയവൻ എപ്പോഴാ തിരിച്ചു വരാന്ന് അറിയില്ല. അപ്പൊ അവൻ അങ്ങനെ നിന്നിട്ട് അവിടെ വല്ലയിടത്തും നിൽക്കണോ ആ കടയില്. അപ്പൊ വല്ലവരും പറയും, ടോം ചേട്ടാ ഒക്കെ അവിടെ നിൽക്കണ്ട. ഇവനെ നല്ല ചെറുതിലെ കടയിലേക്കൊക്കെ വിടും, കുഞ്ചെന്നൊക്കെ ഞാൻ പറയാറുള്ളത്. ഞാൻ നല്ല അടി കിട്ടാറുണ്ട്. നല്ല അടി കിട്ടണ ചില കാരണം ചിലപ്പോ ഇതൊക്കെ ആയിരിക്കും. ഇപ്പൊ പോയടുത്തുനിന്ന് ചിലപ്പോ തിരിച്ചു വരത്തില്ല, പറഞ്ഞ ടൈമിന് തിരിച്ചെത്തില്ല. കുഞ്ചൻ ദുബായിലുണ്ട്.
എഞ്ചിനീയറിംഗിനൊക്കെ വിട്ട് എൻ്റെ പോലൊക്കെ തന്നെ. എഞ്ചിനീയറിംഗിന് പോകുമ്പോഴാണ് നമ്മളെല്ലാവരും ശരിക്കും, ഞാനും പണ്ട് ഭയങ്കര ക്വിസും വായനയൊക്കെ, എഞ്ചിനീയറിംഗിന് പോയ ശേഷമാണ് നമ്മുടെ വാസനകളെല്ലാം അതിനേക്കാൾ കൂടുതൽ നീ ഇൻഡിപെൻഡന്റ് ആവുന്ന ഒരു സമയം എന്ന് പറയും. മറ്റേന്ന് പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും സ്കില്ല് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും നിന്റെ ചുറ്റുമുണ്ട്. അതെ, ഫ്രീ വിൽ ഒരു മോശം സാധനമല്ലേ. ഫ്രീഡമാണ് നമ്മളെ തൊലച്ചത്. കുറച്ച് നിയന്ത്രണം അല്ലെങ്കിൽ അത് ആകാം. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ്ങോ ഒന്നും നമുക്ക് ഇല്ല. പെട്ടെന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ കുഴപ്പമില്ല. ഇടയ്ക്ക് അയച്ച് വിട്ട് അത് ശീലിപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നമാണ്. ഇവര് എന്തെങ്കിലും അയക്കേണ്ടി വന്ന അന്ന് പിള്ളേർ ഏതുവഴിയെങ്കിലും ഒക്കെ പോകും, മീനിനെ തുറന്നു വിട്ടതുപോലെ. നമ്മള് ഈ പറയുന്ന വെക്കേഷൻ സമയത്ത് വായന ഈ പറയുന്ന പല ടൈപ്പ് ഓഫ് ബുക്സ് വായിച്ചിട്ട് എല്ലാ ജോണറും വായിക്കുന്നവരെ, അതായത് യാത്രാവിവരണം വായിക്കുമായിരുന്നു, പിന്നെ അന്ന് ഫിലോസഫി സാധനങ്ങൾ വായിക്കുമായിരുന്നു. നമുക്ക് തലയിൽ കൊള്ളാത്ത വലിയ സാധനങ്ങളൊക്കെ അന്ന് വായിച്ചു. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കൂടുതൽ വായിക്കില്ല. ബാക്കിയൊക്കെ പിന്നെ ഞാൻ അവിടുന്ന് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. ഞാൻ കണ്ടെങ്കിൽ പിടിച്ചു ഒരേ ചോദ്യം, അതേ ചോദ്യം, അതേ ഒരു സ്ത്രീ തന്നെ എന്റെ കുട്ടികൾ അവിടെ ഓടി നടക്കുന്നത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എന്റെ ചായയിൽ എല്ലാവരും കണ്ടു, അപ്പൊ ഓടി പോയി കെട്ടി പുള്ളിയുടെ വീട്ടുകാരെല്ലാം കണ്ടാൽ നമ്മളെ അടിക്കുന്നു. നീ കറക്റ്റായിട്ട് മോഡുലേഷൻ പിടിക്കുന്ന ആൾക്കാർ പറയാറുണ്ടല്ലോ. നമ്മുടെ ഈ പിന്നത്തുള്ളയുടെ മോഡുലേഷൻ നീ ഏതോ എപ്പിസോഡിൽ പിടിച്ചത് തന്നെ അടി കമന്റ് വന്നിട്ടുണ്ട്. ജോൺ അത് കറക്റ്റായിട്ട് പിടിച്ചത്, മോഡ് പിടിച്ചത്. എന്തിന് സമൂഹത്തിനെ മാറ്റിമറിക്കാൻ, എന്തിന് നന്നാവണ്ടേ തെണ്ടികള്. എനിക്കൊരു തെണ്ടിന് മാറ്റണ്ട. പുള്ളി വല്ലാതെ പ്രായമായപ്പോഴത്തേക്ക് അങ്ങ് പിന്നെ കൈകിട്ട് പോകുന്ന ലെവലായിരുന്നു. പിന്നെ പുള്ളിക്കൊന്നും പേടിക്കേണ്ട കാര്യമില്ല, പുള്ളി ഓപ്പൺലി സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി മനോരമ വീക്കിലൊക്കെ വീട്ടിൽ അപ്പനൊക്കെ ഇരുന്ന് വായിക്കുന്നത് ഇതുപോലത്തെ സാധനങ്ങൾ. മനോരമ മംഗളം ഈ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ എന്റെ വീട്ടില്. അതിനകത്തുണ്ടായിരുന്നു. ഭയങ്കരമാരല്ലേ അവര്. അത് വെളുത്തിരിക്കും എല്ലാരും അല്ലേ, ഭയങ്കരമായിട്ട്. കിനാവും കണ്ണീരെന്ന് പറഞ്ഞൊരു പൊളി മനോരമ വീക്കിലേല് വിഷമായിരുന്ന കോൺട്രാണ്. അല്ല, ഇതൊരാളുടെ കഥ പോലെ എഴുതി വിടുന്നത്. വിഷമായിരുന്ന കോൺട്രാണ്. അങ്ങനെ ചെയ്യണം. ഭാര്യയുടെ ഭർത്താവ് അല്ല ചേച്ചിയുടെ ഭർത്താവാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ കയറി ചെന്നു. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എന്റെ മാറിലൂടെ കഥ മാറി. എന്നെ അദ്ദേഹം ചതിച്ചു. കണ്ണീരിന്റെ കഥയാണ്, ഒറ്റ കഥയാണ് മനോരമ വീക്കിൽ. അന്ന് ചിത്രകഥ വായിച്ചറിഞ്ഞ ഇതില് പടമില്ല. ഇത് മനോരമക്കെ തന്നെ എഴുതുന്നതാണ് എനിക്ക് സംശയം. അനന്തഭദ്രം ഇതുപോലെ ഏതൊരു മാഗസീനിൽ വന്നിരുന്നു. ഞാൻ ഇങ്ങനെ അതിന്റെ 1-2 വായിച്ചിട്ടുണ്ട്. എന്ത് ഭയങ്കര കിടിലൻ. സുനിൽ പരമേശ്വരനാണ് തോന്നുന്നു പുള്ളിയുടെ ഭയങ്കര. ഏറ്റുമാനൂർ ശിവകുമാറും സുനിൽ പരമേശ്വരനാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഈ പറയുന്ന ഹൊറർ സാധനങ്ങൾ, മറ്റേ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഹൊറർ സാധനങ്ങൾ അടിപൊളിയായിട്ട്. അന്ന് അതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് പേടിയായത് തന്നെ അനന്തഭദ്രം ഭയങ്കര. അത് ഗ്രന്ഥയക്ഷി എന്ന് പറഞ്ഞ നോവൽ, അത് ഭയങ്കര കിട്ടില്ല സമയം. ഇത് പറഞ്ഞത് നമ്മൾ ഈ ബാലരമ വായിച്ചാലുള്ള ഇൻട്രസ്റ്റ് കാരണം വീട്ടുകാർക്ക് ഇവന് വായന ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മനോരമയും മംഗളും തൊടാൻ സമ്മതിക്കത്തില്ല. നമ്മളിത് ഒളിച്ചാ വായിക്കുന്നത്. 7ാം ക്ലാസ് നമ്മളിത് ഒളിച്ചാ വായിക്കുന്നത്. അമ്മ വായിച്ചിട്ട് എവിടെ വെക്കും, അമ്മ കാണാതെ ടാസ്കിൽ എടുത്ത് വെച്ചിട്ട് വായിക്കണം. എന്നിട്ട് ഇത് തുടർക്കഥകളാണ് മൊത്തം. ഇതിനകത്ത് കിനാവും കണ്ണീരും പോലുള്ള സിംഗിൾ എപ്പിസോഡ് ഉണ്ട്. ജോയ്സി എഴുത്തുകാരുണ്ട്, ജോയ്സി. അതുപോലെ അവിടെ പല ടൈപ്പ് ജോണർ കറക്റ്റ് ആണ്. അതായത് ഫാമിലി ഡ്രാമ, ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് സാധനങ്ങൾ, സെമി കമ്പി, ഇങ്ങനെ എല്ലാ ജോണറുണ്ട്. എല്ലാം തുടർക്കഥകളാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഇരുന്ന് വായിക്കും. അമ്മ കണ്ട അടി കിട്ടും വെച്ച് വായിക്കുന്നതിൻ്റെ അടി കിട്ടും, ഉറപ്പായിട്ട് അടി കിട്ടും. അതിനകത്തെ പിക്ചേഴ്സ് ഒക്കെ ഇതുപോലെ. കഴിഞ്ഞ ദിവസം ട്രോള് കണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ എന്ത് രസമായിട്ടാണ് പടം വരച്ചത്. പുള്ളി വരയ്ക്കുന്ന പുള്ളിയുടെ ഭാവനയിൽ എല്ലാരും ഇത്തിരി വളപ്ചസ് ആണ്. എന്ത് രസം, സുന്ദരികളായി. നമ്മൾ അത്രയും സുന്ദരികളായിട്ടുള്ള ആൾക്കാരെ ഞാൻ വിചാരിച്ചത് ഓരോരുത്തരും പലരെ വരയ്ക്കുന്ന വിചാരിച്ചത്. അതുപോലെ വനിത കുറച്ചുകൂടെ പ്രീമിയം സാധനമായിരുന്നു. വനിത പക്ഷെ വേറൊരു സാധനം, ഫീച്ചർ, ഇന്റർവ്യൂസ്, അതിന്റെ ലാസ്റ്റ് മിസ്സിസ് മേനോനോ അങ്ങനെ ഒരു കാർട്ടൂൺ സാധനം. അങ്ങനെ എന്തൊരു സാധനമായിരുന്നു ഏറ്റവും അവസാനം. കാർട്ടൂൺ ഇത്തിരി മോഡേൺ ആയിട്ടുള്ള ഒരു ചേച്ചി. അവർക്കുള്ള വാക്കതായിരുന്നു സൊസൈറ്റി ലേഡി. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടറും അത് നല്ല ഫണ്ട് സാധനമായിരുന്നു. അത് ഈ പറഞ്ഞ ചിത്രശേഖരണം വായിക്കാൻ വീട്ടിൽ പറഞ്ഞ ഇതൊക്കെ വരുത്തും. ഒക്കെ പോരാഞ്ഞിട്ട് കർഷക ശ്രീയും വരും.
അതിന്റെ കൂട്ടത്തിൽ വിത്തും മനോരമ ഇപ്പൊ വിത്തൊക്കെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ വായിച്ച് നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാ ഈ നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ആദ്യം തൊട്ട് സ്റ്റോർഡ് ആണ്. അപ്പൊ ഈ ബുക്സ് ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചില ബുക്സിന്റെ ഒക്കെ പേര് ഇത്തിരി വശപ്പച്ച, പക്ഷെ ഉള്ളിലൊന്നും കാണത്തില്ല. ലേഡീസ് ഹോസ്റ്റലിലെ രഹസ്യങ്ങൾ ഒരു ബുക്കിന്റെ പേര്. അപ്പോൾ അച്ഛനെ പറയുമ്പോൾ ഞാനിങ്ങനെ വായിച്ചോണ്ടിരിക്കുക, എന്താണ് വായിക്കുന്നത്? ലേഡീസ് ഹോസ്റ്റലിലെ രഹസ്യങ്ങൾ. എന്നിട്ട് ഞാൻ പറഞ്ഞു, അയ്യോ അതല്ല കേട്ടോ, ഇതല്ല കേട്ടോ. 6ാം ക്ലാസ്സിൽ പഠിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് ഇതിനകത്ത് സാധനം കുലിച്ചിതം കിടപ്പുണ്ട്, അയ്യോ ഇതല്ല കേട്ടോ. ഇത് ഈ ചില ആദ്യം വായിക്കുന്ന ആൾക്കാർ ഒരു സർവീസ് പോലെ ഈ വരച്ചെടുത്ത് അണ്ടർലൈൻ ചെയ്ത് വെക്കും. അത് അന്നത്തെ ഒരു സോഷ്യൽ സർവീസ് ആയിരുന്നല്ലേ. സ്കൂളില് ഈ പറഞ്ഞ ഫയറൊക്കെ ഇല്ലേ, അതില് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഒന്നുമില്ല. ഇപ്പൊ സാധാരണ ബുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു സൈഡ് മാത്രം ഉണ്ടോ ഇച്ചിരി ഒന്ന് ഇങ്ങനെ കുറെ യൂസ്ഡ് ആയി കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് യൂട്യൂബിന്റെ അടിയിൽ ഏറ്റവും ഹൈക്ക് വരുന്നത് നോക്കുന്ന പോലെ ആ ബുക്ക് ചരിച്ചു പിടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കാണുന്നത് സ്ഥിരമായിട്ട് ആൾക്കാർ വായിക്കുന്നതാണ്. അങ്ങനെ ബുക്സിന്റെ ഒരു വലിയ ട്രെൻഡ് സമ്മർ വെക്കേഷൻ ഉണ്ട്. സമ്മർ വെക്കേഷൻ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആ ചെറുപ്പകാലം എടുത്ത ടീനേജ് വരെയുള്ള സമയത്ത് ആ ഒരു 2 വെക്കേഷൻ കൊണ്ട് ഒരു ലൈബ്രറി മൊത്തം തീർത്തിട്ടുണ്ട്. 2-3 വെക്കേഷൻ കൊണ്ട് ലൈബ്രറി മൊത്തം തീർത്തിട്ടുണ്ട്. അതായത് LP സ്കൂളിലെ ലൈബ്രറി മൊത്തം വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചവറ് പോലെ വായിക്കും, ഇങ്ങനെ വായിച്ച് തള്ളും. എന്നിട്ട് ബാക്കി സമയം വന്നിട്ടുണ്ട്. കാരണം അങ്ങനെ വായിച്ചു, അവൻ വേറെ ഒന്നും ചെയ്യാനില്ല. വെക്കേഷൻ ആലോചിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തൊക്കെയോ കാള കളിച്ച് നടക്കുന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഉപകാരമുള്ള ഒരു കാര്യം പോലും ഞാൻ ചെയ്തില്ല. നമ്മൾ അച്ചീവ്മെന്റ് ഇപ്പൊ നീ പറഞ്ഞ ക്യാമ്പുകൾ ഞാൻ IAS കോച്ചിങ്ങിനൊക്കെ പോയിട്ട് എത്ര ക്ലാസ്സിലെ 8ാം ക്ലാസ്സിന്റെ 9ാം ക്ലാസ്സിലെ വെക്കേഷന് 2 മാസത്തെ ക്യാമ്പിന് പോകും. ഇങ്ങനെ പിന്നെ ഇൻഫോസിസിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇൻഫോസിസിന്റെ ഒരു പരിപാടിയുണ്ട്, ഒരു കോഡിംഗ് പഠിപ്പിക്കണ പരിപാടി, ഇൻഫോസിസ് ക്യാച്ച് ദം യങ് എന്നൊക്കെ പറഞ്ഞു. അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് വെക്കേഷൻ. അതുപോലെ മറ്റേ KVPY ക്യാമ്പ്. ഞാനാണെങ്കിൽ NTSC എന്തോ ക്യാമ്പിനൊക്കെ പോയിട്ടുണ്ട്. ഗവൺമെന്റിന്റെ ഒരു സാക്ഷരതാ മിഷൻ പറ്റുന്ന എല്ലാ ക്യാമ്പുകളും നീ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ VBSന്റെ പോലത്തെ ഒരു പരിപാടി, ബേസിക് ബൈബിൾ സ്കൂൾ പോലെ ഒരു പരിപാടി, അതായത് VBS വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്ന് പറയുന്നത് VBS. വെക്കേഷൻ സമയത്തായി ഞാൻ പഠിക്കാൻ പോകും. ഇങ്ങനെ ഒരു പരിപാടി, അതായത് ക്രിസ്ത്യൻ സഭകളുടെ എന്തൊരു പരിപാടി, ഇങ്ങനെയുള്ള സാധനങ്ങളുടെ വിഷ്വൽസ് ആണ്. അതായത് അതിനകത്ത് ഞാൻ വിഷ്വലി കണ്ടിട്ടുണ്ട്. ആദമും ഔവയും ആനിമേഷനിൽ നടന്നു വരുന്നു, ആപ്പിള് കാണുന്നു, അപ്പം ഇങ്ങനെ ഔവ വേണ്ടെന്ന് പറയുന്നു. അപ്പൊ ഒരു പാമ്പ് അതന്നെ, അപ്പൊ ഒരു പാമ്പ് വന്നിട്ടുണ്ട്, അത് പറിക്കാൻ ഔവ്വ പറയുന്നു. ഔവ്വ ആദമിനെ വീണ്ടും പ്രലോഭിപ്പിക്കുന്നു, ആദം പറിക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ കഥകൾ, ഈ റിലീജിയസ് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നൊരു ക്ലാസ്സും അതിന്റെ പാട്ടും പരിപാടിയൊക്കെ. ഞാൻ എന്തിനാ പോയെന്ന് വെച്ചാൽ അതിന് ഉച്ചക്ക് പൊറോട്ട ഇറച്ചിയും കിട്ടും. പൊറോട്ട ഇറച്ചിയും തരുമെന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോവാൻ. അങ്ങനെ അവിടുത്തെ പൊറോട്ട ഇറച്ചി നിന്നിട്ടുണ്ടെന്ന് വെക്കേഷൻ സമയത്ത്. വെക്കേഷൻ സമയത്ത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്ന് നമ്മൾ ഇറച്ചി എവിടെ, ഇറച്ചി തരാം. അയ്യോ മീറ്ററുള്ള ഇതുപോലെ അപമാനം. നമ്മൾ വെക്കേഷൻ സമയത്ത് വീട്ടിലിങ്ങനെ ഒരു കാര്യമില്ലാതെ അടിച്ച് നടക്കുമ്പോൾ ഇപ്പോൾ വായനയൊക്കെ കഴിഞ്ഞ് ബുക്കും തീർന്നു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ നമുക്ക് ബോറടിക്കും. TV ഇല്ലാത്ത കാലഘട്ടം. ഇപ്പൊ ആൾക്കാർക്ക് ഇങ്ങനെ ചാനൽ മാറ്റിക്കൊണ്ടിരിക്കാൻ, ഗെയിം കളിക്കുക, അത്ര ഫെസിലിറ്റി. ഇൻസ്റ്റാഗ്രാം നോക്കിയിരിക്കും. ബോറടിക്കും. എന്താന്ന് വെച്ചാൽ ടിവിയില് ഈ 7:30 തുടങ്ങിയിട്ടാണ് മലയാളം പരിപാടി. നമുക്ക് അന്നത്തെ കേബിൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞായറാഴ്ച പക്ഷെ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരുന്നു. ഒരു 10 ഞായറാഴ്ച വെക്കേഷൻ രാവിലെ ശ്രീകൃഷ്ണ ഉച്ചക്കൊരു സമയം, രാവിലെ ശ്രീകൃഷ്ണ ഉണ്ട്. ശ്രീകൃഷ്ണ അടിപൊളിയായിരുന്നു. മഹാഭാരതം ആ കഥകളുള്ള സാധനം അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്യാപ്റ്റൻ വ്യോമ്, പിന്നെ ശക്തിമാൻ. കഴിഞ്ഞിട്ട് ശക്തിമാൻ, ശക്കലക്ക ബൂംബൂ ശനിയാഴ്ച പരിപാടി, മാജിക് പെൻ, പിന്നെ രാത്രി ആബീദി എന്ന് പറയുന്ന സംഭവങ്ങൾ, വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ജയ് ഹനുമാൻ ഉണ്ടായിരുന്നു. ഇത് ശിവന്റെ എന്തൊരു പരിപാടി, പുള്ളിയുടെ ഒരു ബാക്ക് ഒരു ഔട്ട്ലൈൻ അല്ലേ. ഇത് പക്ഷേ വെക്കേഷൻ വേണമെന്നില്ല, ഇതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി. പക്ഷെ TV ലിമിറ്റഡ് ആയിരുന്നു അന്ന്. TV ഉണ്ടെങ്കിൽ ബോറടിക്കും.
അല്ലേ? പക്ഷെ ഇപ്പൊ എനിക്ക് ഇപ്പൊ options കുറച്ച് ഓപ്ഷൻസ് ആണ്. എന്തോരം options. ഷോർട്സ് ഇപ്പൊ നമ്മുടെ കയ്യിലല്ലോ, നമ്മൾ ഈ ഷോർട്സ് എടുക്കും അല്ലെങ്കിൽ റീൽ എടുത്തിട്ട് ഇങ്ങനെ കാണുക. അതാണ് ആൾക്കാർ ഇപ്പൊ എന്റർടൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാർ അതിന്റെ പീക്കിൽ ആ സാധനത്തിലാണ് നിക്കണേ. അപ്പൊ കൊടുക്കണ സാധനം അത്രയും ക്വാളിറ്റി ഉണ്ടായാലേ ഇവർക്ക് ഒന്ന് ഏശുള്ളൂ. അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് റീഷെയർ ചെയ്യും, ഒരാളുടെ അടുത്ത് തിരിച്ചു പോയി പറയൊന്നും ചെയ്യില്ല. ഞാനൊക്കെ ഈ ദേമാവേലി കൊമ്പത്ത് കേസറ്റ് കേട്ടിട്ട് ഫുള്ള് പോയിട്ട് ക്ലാസ്സിൽ പറയും. ഓണത്തിനിടയ്ക്ക് ഫുഡ് വെച്ചോളാം മേടിക്കും ഈ സാധനം. ഓഡിയോ കാസറ്റ് ശബ്ദരേഖ ഇറങ്ങുമായിരുന്നു. സിനിമകളുടെ ഇതുപോലെ ശബ്ദരേഖ വരും. ഞാൻ ചന്ദ്രലേഖ, കിങ് ഇതിന്റെ ശബ്ദരേഖ കേട്ടിട്ടുണ്ട്. കാസറ്റ് മൊത്തം കാണത്തില്ല, സിനിമയുടെ ഫുള്ള് കാണത്തില്ല, കുറെ ഭാഗങ്ങൾ മാത്രമേ ശബ്ദരേഖ കാണത്തുള്ളൂ. അത് കാണാതെ പഠിക്കുമായിരുന്നു. നിങ്ങൾ ശബ്ദരേഖ സിനിമ കണ്ടിട്ട് കേട്ടിട്ട് പിന്നെ സിനിമ കണ്ടപ്പോൾ ഡിസപ്പോയിന്റഡ് ആയിട്ടുണ്ടോ? അല്ല, കാരണം സിനിമ 2-2.5 മണിക്കൂറാണെങ്കിൽ ശബ്ദരേഖ 1.25 മണിക്കൂർ 1.5 മണിക്കൂറേ കാണത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഫൈറ്റ് ഇതൊക്കെ ടപ് ടപ്പ് അടിച്ചങ്ങ് പോകും. അപ്പൊ നമ്മുടെ വിഷ്വല് കൂടുതൽ കിട്ടിയ ഗ്രാൻഡ്യൂർ ആയിട്ട് കിട്ടും എന്നുള്ള ഫീല് സിനിമയ്ക്ക് തന്നെ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന ഇത്രയും ഫെസിലിറ്റി ഇല്ലാത്ത ഞാൻ പറഞ്ഞത് ബോർ അടിക്കുന്ന വെച്ചാൽ രാവിലെ തൊട്ട് നമ്മളിങ്ങനെ രാവിലെ ഫുഡ് കഴിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോഴത്തേക്ക് നട്ടുച്ചയായി ഒന്നും ചെയ്യാനില്ല, ചോറ് തിന്നു, അമ്മ എന്ന് ഉറങ്ങാൻ കയറി. നമുക്കൊന്നും ചെയ്യാനില്ല. അന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, ഇഷ്ടമല്ലെന്നല്ല, അന്ന് ഉറങ്ങാൻ പറ്റില്ല. ഇവരെങ്ങനെ ഉറങ്ങുന്നതെന്ന് ഞാൻ ആലോചിച്ചിരിക്കും. നമ്മള് ഇരിക്കുന്ന കോളേജ് ലൈഫ് തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഞാൻ മാസ്റ്റർ ചെയ്ത സ്കില്ല് എപ്പോൾ വേണമെങ്കിലും ഉറങ്ങാൻ പറ്റുന്നത്. മറ്റേത് ഇവർ ഉറങ്ങാൻ കിടക്കും, നമ്മളെ പിടിച്ച് കിടത്തും. നമ്മൾ 5 മിനിറ്റ് 10 മിനിറ്റ് ചുരുണ്ടും തിരിഞ്ഞും പറഞ്ഞും കിടന്നിട്ട് പതുക്കെ എഴുന്നേക്കും. ഞാൻ ചേട്ടനുണ്ട്, പിന്നെ വിരകി നടക്കും, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ അമ്മ കിടന്നുറങ്ങിക്കോട്ടെ നമ്മൾ വിചാരിച്ചു നമ്മുടെ സ്വാതന്ത്ര്യ മേഖലയ്ക്ക് ഇറങ്ങുവാണ്. ഭയങ്കര നിഷ്കളങ്കമായ ചോദ്യം. വെക്കേഷൻ സമയത്താണല്ലോ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി ഇവനെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അന്ന് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്തെങ്കിലും സയന്റിഫിക് പരീക്ഷണങ്ങളൊക്കെ നടത്തണം. നമുക്ക് കിട്ടിയില്ല. കാരണം അന്ന് കുറേ ബുക്സ് വായിക്കുമ്പോൾ അതിനകത്ത് ഇവൻ സയൻസ് ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തൊക്കെ മാജിക്കൽ സംഭവങ്ങളെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എന്തെങ്കിലും ഫെസിലിറ്റീസ് വെച്ചൊക്കെ ചെയ്യുന്ന നമുക്കറിയാം. പക്ഷെ നമുക്ക് ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യും, മണ്ണ് കുഴച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പിന്നെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ വെച്ചെന്തെങ്കിലും ടൂൾ ബോക്സിൽ അടിച്ചു മാറ്റണം, ടോർച്ചർ ചെയ്യുക, അല്ലെങ്കിൽ കുഴിയാനൊക്കെ പറ്റിക്കുന്ന പരിപാടി. ആൾക്കാർ വന്ന് ഇപ്പൊ അടിക്കുന്നു. മൃഗസ്നേഹികളും മനുഷ്യസ്നേഹികളും കുഴിയാനെ പറ്റിക്കാൻ നല്ല രസമാണ്. മണൽത്തരി എന്തെങ്കിലും അനക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രസമാണ് അല്ലേ? നല്ല രസമാണ്. ഞാൻ തവളയോടൊക്കെ ചെയ്തിട്ടുള്ളത് ആരെങ്കിലും എന്നോട് ചെയ്താ. ഞങ്ങളുടെ പിന്നിൽ ആ ടാങ്ക് ഉണ്ട്. ആ ടാങ്കില് ഗപ്പീനെ വളർത്തുന്ന ടാങ്ക, സിമെന്റ് ടാങ്ക. അതൊക്കെ ചേട്ടന്റെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. ഇതിൽ എങ്ങനെയെങ്കിലൊക്കെ ചാടി കയറി ഒരു തവള ഞാൻ ഈർക്കിലെടുക്കും, കുരുക്കുണ്ടാക്കും, വലിച്ചു കയറ്റും, എന്നിട്ട് അങ്ങോട്ട് ടോർച്ചർ തുടങ്ങും. ഓൾ കേരള തവള അസോസിയേഷൻ ഒക്കെ വരും. ഭയങ്കര ഡാർക്ക് സൈഡാ. മറ്റേ സുരഭിലക്ഷ്മി കഴുത്തൊടിക്കുന്ന കാര്യം പറയില്ലേ കോഴിക്കുഞ്ഞിന്റെ. ജോണൊരു പോസ്റ്റ്മോർട്ടം വിദഗ്ധനായിരുന്നു, അങ്ങനെ പറയാലോ. അത് കണ്ടപ്പോഴാണ് ജോണിന്റെ അമ്മ വിചാരിച്ചു എന്റെ മോനൊരു ഡോക്ടറാണ്, ഫോറൻസിക് സർജൻ. വെറും ഡോക്ടറല്ല, ഫോറൻസിക് സർജൻ. ഒന്നുമില്ലെങ്കിൽ മോർച്ചറിയിലെങ്കിലും എത്തുന്നു വിചാരിച്ചിട്ടുണ്ട്. തവള കഴിച്ചിട്ടുണ്ടോ? പിന്നെ തവളർച്ചയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല. തവളയുടെ കാല്. അത് ഈ പറഞ്ഞ പോലെ അവിടെ ചെല്ലൂല്ലേ വെള്ളിക്കുളങ്ങരൊക്കെ ചെന്ന് കഴിഞ്ഞാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പാടത്തുനിന്ന് തവളേനൊക്കെ പിടിക്കും, എന്നിട്ട് കൊണ്ട് നല്ല ടേസ്റ്റ് ആണോ? നല്ല ടേസ്റ്റ്. അതിങ്ങനെ മൊത്തത്തിൽ ഫ്രൈ ആക്കി അതിന്റെ വൃത്തിയാക്കി പീസ് മാത്രമേ നമ്മള് വത്തള് കാല് മാത്രം എടുക്കുള്ളൂ. അതിനകത്ത് മാംസം ആകെ അവിടെ മാത്രമേ കാണത്തുള്ളൂ. അതൊരു പച്ചത്തോളൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ല സൈസുള്ള കാല. ഒരു മനുഷ്യന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തോരം അങ്ങനെയൊന്നും നിനക്ക് ചോറിന് ചോറിന് കറിയായിട്ട് കഴിച്ചത്. ഇപ്പൊ എനിക്കിത് പിടിക്കുന്നത് ചിലപ്പം ഒക്കെ പ്രശ്നമാണ്. തവളനെ പിടിക്കുന്ന പ്രശ്നം. കാരണം പണ്ട് ഇതിനെ സ്കൂളിൽ ബോട്ടണി സുവോളജി ക്ലാസ്സിൽ മുറിച്ചോണ്ടിരുന്ന. പിന്നെ നിങ്ങളുടെ കാലത്ത് അങ്ങനെ ഞങ്ങൾ കോക്രോച്ച് നമുക്ക് സാധനം ഉണ്ടായിരുന്നു, കൂട്ടി കാണിച്ചു തരും. ജസ്റ്റ് രക്ഷപ്പെട്ടു. ഇതിന് വേണ്ടിയിട്ട് ഈ ലാബ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണം. നിങ്ങൾ പാറ്റയെ കൊണ്ടുപോയിട്ടില്ല? ഇല്ല, ഞങ്ങൾ കൊണ്ടുപോയില്ല. എന്റെ ചേട്ടന് വേണ്ടിയിട്ട് പറഞ്ഞ ഉമ്മ അപ്പുറത്തെ വീട്ടിലൊക്കെ പോയിട്ട് പാറ്റയെ പിടിച്ചോണ്ട് പോകുന്നത്. നമ്മുടെ മുമ്പത്തെ ജനറേഷൻ ഈ തവളയെ പിടിച്ചോണ്ട് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് ആന്റിക്ക് അത് ഇങ്ങനെ ചെയ്ത് പിൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിനെ ഇതിനെ ഇങ്ങനെ മുറിച്ച് പരത്തി വെച്ച് കാണിച്ചു കൊടുക്കണേ. നമുക്ക് കോക്രോച്ചിന് അതുപോലെ ബയോളജി അല്ലായിരുന്നു, എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ ബ്ലഡ് സ്മിയർ ചെയ്തിട്ടുണ്ടോ ബയോളജിയിൽ? നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. മറ്റേ ചെടിയുടെ അല്ല ചെറിയ കോക്രോച്ച് മാത്രം നിങ്ങൾക്ക് കട്ടായില്ല. നന്നായി.
ഊമ്പിയ പരിപാടിയായിരുന്നു. അയ്യോ അങ്ങനെ ഊമ്പിയെന്ന് പറയലെന്ന് പറഞ്ഞിട്ട് മൂഞ്ചിയ പരിപാടിയായിരുന്നു. പറയും ബാക്കി നിങ്ങള്. അവസാനം എന്തൊക്കെ പരീക്ഷണം നടത്താൻ നമ്മുടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കറങ്ങിത്തിന് അവസാനം നമ്മൾ ഈ പുളി കെട്ട് നിന്നതിലെത്തും. അവസാനം അടുക്കളയിൽ നമുക്ക് ഇല്ലെന്നേ, അതൊക്കെ ചെയ്യല്ലോ. ബാറ്ററി LED ബൾബ് വെച്ചിട്ടുള്ള പരീക്ഷണം, ബാറ്ററി ബൾബും വേണ്ടേ? അത് വീട്ടിലൊരു സാധനം മറ്റേ ബ്രെഡ് ബോർഡ് ഒക്കെ വെച്ചിട്ട് ചെറിയ സർക്യൂട്ട് ഒക്കെ വെച്ചിട്ടുള്ള പരിപാടികൾ. പ്ലസ് ടു തുടങ്ങിയിട്ട് ഞാൻ ബ്രെഡ് ബോർഡ്, സർക്യൂട്ട് ഐഡിയാസ് പറഞ്ഞ പുസ്തകം നോക്കിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ടെക്നോളജി ഞാൻ എല്ലാം കൊല്ലണത് എഞ്ചിനീയറിംഗ് ആണ് അല്ലേ? ഞാൻ എനിക്ക് സത്യം പറഞ്ഞ പ്ലസ് ടു സമയത്ത് ഇലക്ട്രോണിക്സിനുള്ള വിവരം, എഞ്ചിനീയറിംഗ് ചെന്നിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു. അല്ലാതെ ചെയ്ത ആൾക്കാരുണ്ട്, പക്ഷെ ഇല്ല സത്യം. ഞാനിപ്പോ വീട്ടില് എന്റെ ഫാമിലി പോകുമ്പോ ബാക്കി എല്ലാരും ഉച്ചയ്ക്ക് 2 തൊട്ട് 5 വരെ ഉറക്കമാണ്. ആർക്കും എഴുന്നേറ്റിരിക്കാൻ താല്പര്യമില്ല, പക്ഷെ നെഫ്യൂ മാത്രം ഉറങ്ങൂല. അപ്പൊ ഞാൻ വിചാരിക്കും ഈ ആ ജീവിതം തളർത്താത്ത ഒരാള് മാത്രം. പക്ഷെ അവർ രാത്രിയാകുമ്പോ നേരത്തെ ഡൗൺ ആവില്ലേ? അച്ഛനും 12-16 മണിക്കൂർ ഉറങ്ങും. അത് ഷുഗർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവന്മാർ പിന്നെ ഓടി നടക്കില്ല. എനർജി കയറി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മുടെ ഈ എക്സ്പ്ലോറിങ് പലതും ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ അവസാനം മനസ്സിലാക്കിയ കാര്യം നമുക്ക് ആകെ താല്പര്യമുള്ളത് വായന, സിനിമ, ഭക്ഷണം. നടന്നിട്ടില്ലെന്ന് നമ്മളിങ്ങനെ ചെയ്യാൻ ഇങ്ങനെ വിറച്ച് നടക്കുമെങ്കിൽ ഒന്നും ചെയ്യത്തില്ല. അവസാനം പുളി കെട്ടുന്നതിൽ എത്തുന്നു. ഇത് കറക്റ്റ് അടുക്കള എത്തും. കാരണം അടുക്കള അബൻഡന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനം വാളംപുളി, പിഴുപുളി, വാളംപുളി എന്ന സാധനം. നല്ല ടേസ്റ്റാ വാളംപുളിക്ക്, നല്ല ഭയങ്കര ടേസ്റ്റാ. പക്ഷെ അതും വീട്ടിൽ കട്ടെടുക്കണം. കാരണം അതെടുത്ത പിള്ളേരെ വഴക്കോട് പറയുന്ന സാധനം തിന്നരുത്. ഇല്ല, അമ്മയുടെ വീട്ടിൽ മാത്രമല്ല, അവിടെ ഇഷ്ടംപോലെ കൊണ്ടുവരും, സാധനം കൊണ്ടുവരും, സ്റ്റോക്ക് ഉണ്ട് വീട്ടിൽ. വേറൊരു സാധനം ഇല്ലെങ്കിൽ വീട്ടിൽ പുളി ഉണ്ടാവും. കാര്യം പറയുമ്പോൾ അതിലൊക്കെ വെള്ളം നമ്മളിന്ന് കുറെ മാങ്ങയൊക്കെ അരിഞ്ഞ് അടിപൊളിയായിട്ട് കഴിച്ചില്ലേ? അവിടെ അമ്മ വീട്ടിൽ ഇതുപോലെ വലിയൊരു പുളി ഉണ്ടായിരുന്നു. തറവാടിന്റെ വലിയ പുള്ളി, ഭയങ്കര വലിയ പുളി. അതുമേ ഊഞ്ഞാലിട്ടു ഈ വെക്കേഷൻ സമയത്ത്. എന്നിട്ട് ഈ ചേട്ടന്മാരൊക്കെയാണ് നമ്മളെ ഊഞ്ഞാല ആട്ടി വിടാ. ഒറ്റ വിടലുണ്ട്. അവിടെ എന്നിട്ട് ഒരു സെക്കൻഡ് ഇതിന് നിപ്പുണ്ട്. അതിന് നമ്മുടെ ഇവിടന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തൊരു ഡേഞ്ചർ ആയിരുന്നല്ലേ? നമുക്കത് ഭയങ്കര എൻജോയ്മെന്റ്. വീഴ്ച ഉണ്ടാവും. സേഫ്റ്റി ബെൽറ്റ് ഇല്ല ഇതിന്. മോളിന്ന് വീഴല്ല, ഈ പിടുത്തത്തില. അതായത് ഈ പിടുത്തം അയഞ്ഞാൽ തെറിച്ച് വീഴും. ഈ പിടുത്തം അയഞ്ഞില്ലെങ്കിൽ ചന്തി തന്നെയുണ്ടല്ലോ, നമ്മൾ തൂങ്ങി വീഴും, ഉറപ്പായിട്ടും വീഴും. ഒന്നുമില്ല, വല്ലാതെ ആട്ടി വിട്ട് കഴിഞ്ഞാൽ മേലെ ഫ്ലിപ്പ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്ലിപ്പ് അടിക്കലല്ല, ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് പൊക്കി നമ്മള് എത്ര ബഹളം വെക്കണോ അത്ര ആവേശമാണ് ഈ പറപ്പിക്കണത്. അപ്പൊ ചിലരൊക്കെ ചില പോയിന്റിൽ ഇവിടെ വന്ന വഴി കൈവിടും, അടുത്ത റൗണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അവിടെ നിന്ന് താഴത്തേക്ക് ഈ ചെറിയ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് കയ്യെ പിടിച്ചിങ്ങനെ മേലെ കൊണ്ടുപോയിട്ട് നമ്മുടെ തലയുടെ മേളിൽ വെച്ചിട്ട് വിടും. അങ്ങനെ വലിച്ച് പുറകോട്ട് എത്ര കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഈ ഏറ്റവും ഇങ്ങനെ ആടി ഏറ്റവും ഇവിടെ എത്തിക്കഴിയുമ്പോ ഒരു വിഷു കൂടെ കൊടുത്തു അല്ലേ? രസമാണ്. അതുപോലെ ഞങ്ങളുടെ നിനക്കുണ്ടോ ഓണം? ക്യാമ്പിലായിരുന്നു. എന്റെ കസിന്റെ മോളൊക്കെ ഉള്ള സമയത്ത് എന്റെ വീട്ടിൽ ഇതുപോലെ ഫ്രണ്ടിലെ പ്ലാവിന്റെ മുകളിൽ ഇതുപോലെ ഇത് കിട്ടും. അപ്പൊ അവള് ബോംബെയിലേക്കാണ്. അപ്പൊ അവള് വരുമ്പോ തുടങ്ങി ജോൺ ചട്ടാ ജുല ജുല. അപ്പൊ എന്ത് ജുല 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 അതും അതിന് ഇതുപോലെ പറപ്പിക്കുക. പറപ്പിക്കണം. അത് ഭയങ്കര ആവേശമായിരുന്നു അത്. അമ്മയുടെ വീട്ടിലെ വാളംപുളി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇഷ്ടം പോലെ പറക്കാം. ഇത് വീട്ടിൽ പറക്കി കൊണ്ടുവച്ചേക്കുന്നല്ല, ഇത് നമ്മൾ നിലത്തുനിന്ന് പറക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞാൽ കശുമാങ്ങ പറഞ്ഞതിന്റെ വീടിന്റെ ഒരു സൈഡിൽ വാളംപുളി ഉണ്ടായിരുന്നു, വലിയ മരം. അത് കുലുക്കിയിടുന്നത് ഭയങ്കര രസമുള്ള പരിപാടി. സൗണ്ട് വെക്കും, ഇതിന്റെ ഉണങ്ങിയ തൊണ്ട് താഴെ വീണ് അത് പറക്കി വെച്ച് തിന്നും. ഈ പുളിങ്കുരു വെച്ച് കളിക്കും. പുളിങ്കുരു വെച്ച് കുറെ ടൈപ്പ് ഓഫ് കളികളുണ്ട്, അത് കളിക്കുമായിരുന്നു. മഞ്ചാടി വെച്ച് കളിക്കും, ഇങ്ങനെ എടുത്ത് എറിഞ്ഞ് പിടിക്കുന്ന കളികളൊക്കെ പുളിങ്കുരു വെച്ച് കളിക്കും. പിന്നെ തട്ടി കളിക്കും പുളിങ്കുരു വെച്ചിട്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ സെറ്റ് ഓഫ് കഴിഞ്ഞിട്ടാണ് TVയും VCR വരുന്നത്. VCR വന്നപ്പോൾ സംബന്ധിച്ചാൽ ഒരു ഏരിയയിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഗൾഫിൽ നിന്ന് VCR കൊടുക്കുന്നുണ്ടാകും. അത് വെക്കേഷൻ ടൈമിൽ പോയി കഴിഞ്ഞാൽ പിള്ളേർ ഒരുപാടുള്ള വീടുകളാണ്, ഇവർ റെന്റിനും ചുമ്മായോ കൊടുക്കും. നമുക്ക് 1 ദിവസം 2 ദിവസമൊക്കെ എടുത്തുകൊണ്ട് വരാം. അപ്പം അത് പോയി എടുത്തുകൊണ്ട് വരും. നമ്മൾ തെക്ക് വീടെന്ന് പറഞ്ഞ വീടുണ്ട്, അവിടെ ഒരു VCR ഉണ്ടായിരുന്നു. അവിടെ പോയി VCR എടുത്തുകൊണ്ട് വരും. അമ്മ കസിൻ്റെ വീട് തന്നെയാണ് അമ്മയുടെ. അവിടെ VCR എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് ഇവിടെ 2 അന്ന് SS അനസും 2 കാസറ്റ് കടയുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ബൾക്ക് ഗ്യാസറ്റ് എടുത്തുകൊണ്ട് വരും. 5 കാസറ്റ് 3 കാസറ്റൊക്കെ എടുത്തുകൊണ്ട് വരും. എന്നിട്ട് ഇത് കാണും. നമ്മൾ 2-3 മണിക്ക് സിനിമ കാണും. വേറെ പണിയൊന്നുമില്ല. ഇത് 2 ദിവസമൊക്കെ വെക്കാം. ഒരു 10 രൂപയോ 5 രൂപയോ 10 രൂപയ്ക്കൊക്കെ ഒരു കാസറ്റ് കിട്ടും ആ റെൻറ്റ്. അപ്പോൾ ഒരു ദിവസം 48 മണിക്കൂർ 24 to 48 hours കൈ വെക്കാം.
അത് വെച്ച് 2-3 തവണ കാണും. അന്ന് ജെറ്റ്ലിയുടെ ഒരു പടം കണ്ടിട്ടുണ്ട്, ദ ലെജൻഡ് ഓഫ് ജെറ്റ്ലി എന്നാണ് അതിൻ്റെ മുകളിൽ എഴുതിയത്. ഏത് പടം എന്നൊരു അറിയത്തില്ല, പക്ഷേ ജെറ്റ്ലിയുടെ ഫൈറ്റ് പടം കാണുന്നത് അത് കിടിലൻസ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ബാബുവാണ്ടി പടങ്ങൾ മാത്രം കണ്ടിരുന്നു, അതിന്റെ 10 പിന്നെ നമുക്ക് ഇതൊക്കെ ഇത് സത്യമാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ. കുൻഫു എന്ന് പറഞ്ഞ എന്തൊരു മാജിക്കൽ സാധനമാണ്. കുൻഫു കൊണ്ട് എന്ത് നടക്കും? കുൻഫു അറിയാന്നുണ്ടെങ്കിൽ ലോകത്തൊരുത്തിനെ പേടിക്കണ്ട, ജെറ്റ്ലിക്ക് അത് അറിയാം. അത് കുൻഫു നടന്നൊക്കെ പോവാണ്. എവിടൊക്കെ കയറിപ്പോ മനുഷ്യൻ എന്തൊക്കെയാ കാണിക്കുന്നത്. അന്നൊക്കെ ആലോചിക്കും ബാബുവിന്റെയും ഇയാളൊക്കെ തല്ലുകൂടി എന്തായിരിക്കും അവസ്ഥ. ഉറപ്പായിട്ടും എന്നാ മറ്റേ ഹിഡൻ ഡ്രാഗൺ, ക്രൗച്ചിങ് ടൈഗർ ഡ്രാഗൺ ഒന്നും നിലത്ത് നിൽക്കില്ല. ഒരു മുളയമൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പോകും. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം രണ്ടുപേര് ഹെഡ് ഓൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ചെയ്ത് കളിക്കില്ലേ. നല്ല രണ്ട് ഫൈറ്റേഴ്സ് ആണെങ്കിൽ അവരുടെ അടിക്ക് തീരുമാനം ഉണ്ടാവത്തില്ല, അങ്ങനെ അടിപൊളിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എനിക്കൊന്ന് ജെറ്റ്ലിയൊക്കെ എവിടെ പോയി റിട്ടയർ ആയി, കുറെ അസുഖങ്ങളും കുറെ പ്രശ്നങ്ങളും. എന്തോ ഒരു ആക്സിഡന്റ് പറ്റി കാണാൻ മനുഷ്യനൊക്കെ. ജാക്കി ഇപ്പോഴും സിനിമയിൽ അഭിനയിച്ചു, ജെറ്റ്ലി നിർത്തി, കുറെ നാളും നിർത്തി. പിന്നെ അടിയെ കുറച്ചല്ലോ മറ്റേ അഭിനയമുള്ള സിനിമകൾ ഇപ്പൊ കൂടുതൽ. അതുപോലെ ഈ കാസറ്റ് VCR കൊണ്ടുവരുമ്പോൾ സ്ഥിരം കലാപരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹെഡ് ക്ലീൻ ചെയ്ത പരിപാടി. കടലാസ് വെച്ചിട്ട് ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് എന്നിട്ട് ആ ഹെഡിന്റെ അവിടെ വെച്ചിട്ട് ഇതൊക്കെ നീ അപ്പൊ ചെറുപ്പത്തിലെ ഏറ്റവും ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധനം കിട്ടിയാലും തുറന്നു നോക്കണം. VCR തുറന്നു VCR-ന്റെ മേളിലത്തെ എപ്പോഴും തുറന്നു വെച്ചിരിക്കും. ടിവിയുടെ ഉൾവശം കാണാൻ ഇതൊക്കെ ചീത്തയാകുമ്പോ എന്റെ അപ്പൻ എന്തായാലും അപ്പന്റെ ഒരു റൗണ്ട് നോക്കും. അപ്പൊ അത് അങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങളോടൊക്കെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ എപ്പോഴും ഉള്ള ഒരു സാധനം, എന്ത് സാധനം, ഒരു ടേപ്പ് റെക്കോർഡർ റെഡി അതിനുള്ളിൽ മിനി മോട്ടർ കിട്ടിയിരുന്നെങ്കിൽ ഈ സാധനം കിട്ടിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്നുള്ള സാധനം. അത് വേറെ ഒന്നുമില്ല, ബാറ്ററി വെച്ച് കറക്കി നടക്കും, അതൊരു ഫാൻ എന്തെങ്കിലും വെക്കും. പിന്നെ ടെക്നിക്കൽ സ്കില്ലുണ്ട്, നമുക്ക് മനസ്സിലാക്കിയാൽ. എനിക്ക് ആ സ്കില്ലില്ല, നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. വായിച്ചതിൽ നിന്നും കാണുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ചാട്ടം അല്ലാതെ ഈ സ്കില്ലില്ല. ഇത് എന്റെ അപ്പൻ ഇതുപോലത്തെ ഒരു സാധനങ്ങൾ എനിക്ക് അന്നും ഉണ്ടാക്കും. അതായത് നമ്മൾ ഈ ഇതില് വർത്താനം പറയുന്ന സാധനല്ലേ, നൂല് ചരട് കെട്ടി, അത് ഭയങ്കര അത്ഭുതം. അത് ക്ലിനിക് പ്ലസിന്റെ ഒരു ഷാമ്പൂവിന്റെ ഒരു ബോട്ടിൽ ഉണ്ട്, അതിന് ഇങ്ങനെ ഒരു പിടിക്കുന്ന ഒരു ഭാഗം, അതിനൊരു ഓട്ടോ ഇട്ട് ഇത് വെച്ച് അവിടെ പോയിക്കടാ അപ്പൊ കസാരയിലിരിക്കും കാര്യമായിട്ട് അപ്പം പറയും. ഇങ്ങനെയല്ലേ ടെലിഫോൺ കണ്ടുപിടിച്ചത്. അപ്പൊ പിന്നെ ഞാൻ ഇത് ഇങ്ങനെയല്ലേ എല്ലായിടത്തും ഇതുപോലത്തെ നമ്മളെ ഞാൻ ഫോണെല്ലാം ഇങ്ങനെയാണ്. ഇത് നമ്മള് ഹോസ്റ്റൽ ടു ഹോസ്റ്റൽ ട്രൈ ചെയ്തിട്ടുണ്ട് തോന്നുന്നു സ്കൂളില്. ഈ മറ്റേ ഈ പേപ്പർ കപ്പ് വെച്ചിട്ട് അതിൽ ഈ നൂല് കിട്ടിയിട്ടുള്ള പരിപാടി. റിസൾട്ട് എന്തായാലും എനിക്ക് ഓർമ്മ അത്ര ക്ലാരിറ്റി കിട്ടിയില്ല എന്നത് എന്റെ ഒരു ഓർമ്മ. കുറച്ച് ദൂരം നമ്മൾ ആ വള്ളിക്ക് പകരം മറ്റേ കാസറ്റ് ഉണ്ടല്ലോ, കാസറ്റിൽ നിന്ന് പൊട്ടിക്കുന്ന നൂലുണ്ട്, അത് കെട്ടുമായിരുന്നു. അത് കിട്ടും. ഇത് ചരട് മറ്റേ ഈ പലചരക്കിനൊക്കെ കിട്ടുന്ന ഒരു ചരടുണ്ടല്ലോ, ചനച്ചരടാണോ? സാധാരണ നൂലല്ലേ കിട്ടുന്നത്? നൂല കിട്ടും, നല്ല ഇത്തിരി കട്ടിയുള്ള ഒരു ചനച്ചരടൊന്നല്ലടാ, നല്ല ഇത്തിരി നമ്മുടെ വെള്ള നൂല് തന്നെയാണ് കെട്ടി. അത് വല്ലാണ്ട് അടി വല്ലഞ്ഞൊന്നും നിക്കരുത്, അത്യാവശ്യം അതായിരിക്കും നമ്മുടെ ക്ലാരിറ്റി പോയി. അങ്ങനെയൊക്കെ തന്നെയാ. എനിക്ക് ലിമിറ്റ് ഒക്കെ ഉണ്ട്, ഡിസ്റ്റൻസ് ഒരുപാട് അറിയാൻ പാടില്ല. ഇതൊക്കെ നല്ല ചെറുതില് നമ്മളാള് അത്ഭുതപ്പെടുത്തുന്നത്. അതുപോലെ ആണിമ ഇത് വൈൻഡ് ചെയ്ത് ബാറ്ററി വെക്കുമ്പോ കാന്തം ആണത്. അത് കൊറേ കളിക്കുന്നുണ്ട്, കാന്തം വെച്ചിട്ട് ഈ മണ്ണിന്ന് പൊടിയൊക്കെ എടുത്തിട്ട് അത് സിമ്പിൾ സാധനം. മറ്റേ മണലിന്ന് ഇരുമ്പൊടി എടുത്തിട്ട് നമ്മൾ അടിയിൽ പേപ്പറിന്റെ അടിയിൽ കാന്തം വെച്ചിട്ട് ഡാൻസ് ഓടി കളിക്കുന്നതാണ് നല്ല രസമല്ലേ. ഇതൊക്കെ ചെയ്ത് കാണിച്ചിരുന്നൊരു മൂത്ത കസിനോ അല്ലെങ്കിൽ മാമന്മാരോ ആരെങ്കിലും ഈ സാധനം എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഇതൊരു മാഗ്നറ്റ് ആയിട്ട് കിട്ടുന്നത് കുഴച്ച് അങ്ങനെ ഇത് കുഴച്ചാ മാഗ്നറ്റ് ആവും. പാവങ്ങളുടെ സാധനങ്ങളൊന്നും മനസ്സിലാത്ത ദീപക്. ഞാൻ 4ാം ക്ലാസ്സിൽ ബോംബെയിൽ ഫ്ലൈറ്റിൽ പോയ കഥ പറ. ഞാൻ കോളേജിലാണ് ട്രെയിനിൽ പോണത്. നീ 4ാം ക്ലാസ് ഫ്ലൈറ്റിലൂടെ പോയത്? എന്റെ ചേച്ചിയായിട്ട് എന്റെ കുഞ്ഞമ്മ ബോംബെയിലായിരുന്നു. ഈ കുഞ്ഞമ്മയാണ് ഇപ്പൊ അമേരിക്കയിലുള്ളത്, ഈ ഗൂഗിളിലെ കുഞ്ഞമ്മ. ഈ കുഞ്ഞമ്മ ഇപ്പൊ കൊച്ചിയിലുള്ള കുഞ്ഞമ്മ. ഇവിടെ. അപ്പൊ പണ്ട് ഞങ്ങൾക്ക് വിളിച്ച് ഫുഡ് തരാത്ത കുഞ്ഞമ്മ. ശരിയാണല്ലോ, വിളിച്ച് ഫുഡ് തരൂല, ഇവരെ തന്നെ കൊടുക്ക. അപ്പൊ ഈ കുഞ്ഞമ്മ ബോംബെയിലായിരുന്നു. അപ്പൊ ഞാനും എന്റെ ചേച്ചിയും കൂടെ ട്രെയിൻ എടുത്ത് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം. അപ്പൊ അവര് ഭയങ്കര കെയറിംഗ് ആണ്, പിള്ളേര് വരുന്ന അന്നൊരു സമയത്ത്. അന്ന് എന്റെ സ്കൂളിലെ പിള്ളേർ. നിങ്ങൾ രണ്ടുപേരും മാത്രം ഫ്ലൈറ്റോ? കുഞ്ഞമ്മക്ക് മക്കളില്ലേ? വീട്ടിൽ നിന്ന് ആരും വന്നില്ലയോ? വീട്ടിൽ നിന്ന് ആരും വന്നില്ല. ചേച്ചി 6ാം ക്ലാസ്, നീ 4ാം ക്ലാസ്. പിള്ളേരെ വിടുമ്പോ ഒരു ടാഗ് ഇടൂലേ,
അൺഅറ്റൻഡ് എന്നല്ല, അങ്ങനെ എന്തോ ആ വഴിക്കെങ്കിൽ ലോസ്റ്റ് ആവണി പോട്ട് അത് ആ വാക്ക് ഞാൻ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ചാൻഡലർ ബിങ്ങിന്റെ ബുക്ക് ഇറങ്ങിയില്ലേ, അല്ല ചാൻഡലർ ബിങ് അല്ല, അയാൾ മാത്യു പറയുടെ ആളുടെ ബുക്കില് ആളാദ്യം ഇടാൻ വെച്ച ടൈറ്റിൽ അതായിരുന്നു. അതായത് ആളെ ഇവര് സെപ്പറേറ്റഡാ, ആളുടെ അച്ഛനമ്മയും ഇയാള് ചെറുതായിരുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ അമ്മ കാനഡയും ഇയാള് US-ലാണ്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതിനെ ഫ്ലൈറ്റ് കയറ്റി വിടും. അപ്പൊ ഇട്ട് കൊടുക്കുന്ന ടാഗാണത്. എന്ത് ഇല്ല, അന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഇന്നത്തെ പോലത്തെ ദാരിദ്ര്യമല്ല. അന്ന് ബ്ലാങ്കറ്റ്, പിള്ളേർ വരണെങ്കിൽ കളറിംഗ് ബുക്ക്, പിന്നെ ടോയ്സ്, അങ്ങനെ നല്ല പ്രൈസ് ടിക്കറ്റ് ഉള്ള ഏതെങ്കിലും ഇതിനകത്ത് കയറ്റി വിട്ടു. ഇന്നും അങ്ങനത്തെ ഫ്ലൈറ്റ് ഉണ്ട്. അന്ന് ബിസിനസ് ക്ലാസ് നല്ല അതായിരിക്കും, നല്ല ക്ലാസ്സിലായിരിക്കും വിട്ടത്. എയർ ഇന്ത്യയിലൊക്കെ അന്ന് പോകുമ്പം നമുക്ക് പിള്ളേർക്ക് ഡ്രോയിങ് ബുക്ക് കിട്ടും, പിന്നെ ടോയ് കിട്ടും. അന്ന് ഡൊമസ്റ്റിക് ഫ്ലൈ ചെയ്യാൻ നല്ല ബിസിനസ്സുകാരും KSRTC പോലെ ആയില്ലേ ഫ്ലൈറ്റ്. ഇപ്പൊ ഫ്ലൈറ്റ് എന്നിട്ട് നിന്റെ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു, ബോംബെ ട്രിപ്പ്? ഞാൻ എന്നിട്ട് 1 മാസം ബോംബെ നിന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്തു ബോംബെയിലന്ന്? ബോംബെയില് കുറെ കറങ്ങി, പിന്നെ എന്റെ കസിനുമായിട്ട് കുറെ കളിച്ചു. മറ്റേ ബോംബെയില് നമ്മൾ സാധാരണ ഈ ഒരു ബേസിക്കലി ഞാൻ അന്നാണ് ആദ്യമായിട്ടൊരു ഫ്ലാറ്റ് നിൽക്കണം. ഞാൻ ഫ്ലാറ്റിൽ നിന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഫ്ലാറ്റിന്റെ ഈ ഒരു കോറിഡോറിലൊക്കെയാണ് ക്രിക്കറ്റ് കളിക്കണം. അപ്പൊ നല്ലപോലെ അടിച്ചാൽ താഴെ പോയി ബോളൊക്കെ എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ഫ്ലാറ്റ് നിൽക്കണം. അതും ഇടുങ്ങിയ ഫ്ലാറ്റുകളാണ് ബോംബെയില്. എന്നിട്ട് പിന്നെ താഴത്തെ കാർ പാർക്കിങ്ങിന്റെ സ്ഥലത്തൊക്കെ ഇരുന്ന് ക്രിക്കറ്റ് കളിക്കും. അങ്ങനെ എന്നിട്ട് പിന്നെ കുറെ കറങ്ങി ബോംബെ കണ്ട് കൊച്ചിയില് ഞാനും ചേച്ചി. ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷൻ ട്രിപ്പ് പോകുന്ന കുറെ മൈരന്മാരുണ്ടാവും നമ്മുടെ സ്കൂളുകളിൽ. നമ്മൾ വെക്കേഷൻ എല്ലാരും അതാ സ്വിറ്റ്സർലൻഡിൽ പോകുന്നമാര് കാണും. ഈജിപ്തിലൊക്കെ പോയിട്ട് ഇവൻ നമ്മുടെ അവസ്ഥയാ. ഇവൻ ഇവിടുത്തെ ലോക്കൽ ട്രിപ്പ് പോയനാ. നമ്മൾ നീ എവിടെ പോടാ? മാന്നാറ് പോയി. മാന്നാറുടെ അമ്മയുടെ വീട്. അപ്പൊ അവര് പോണ്ടിച്ചേരി പോയി, അവര് ഡൽഹിക്ക് പോയി എന്നൊക്കെ പറയുന്ന കഥകളാ മൊത്തം. എല്ലാരും ഡെസ്റ്റിനേഷൻ. ആദ്യത്തെ ഫ്ലൈറ്റ് യാത്ര കല്യാണം കഴിഞ്ഞിട്ട് അബുദാബിക്കുള്ളതാ. ഞാൻ അതിന് മുന്നേ പോയി, ജോലി കിട്ടിയോണ്ട് ഞാൻ അതിന് മുന്നേ പോയായിരുന്നു. എവിടെ പോയി? ഞാൻ കറങ്ങുവാ. ഞാൻ ശ്രീലങ്ക, ഡൽഹി, ബോംബെ ഞാൻ കുറെ കറങ്ങിയിട്ടൊക്കെ. ആൻഡമാൻ. ഒരു സാധനം പറഞ്ഞ് അനീസിക്കാനെ വിളിക്കുകയാണെങ്കിൽ അനീസിക്ക ഫ്ലൈറ്റ് എടുത്തും വരും. ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പാലാരിവട്ടം വരെ. അന്നൊരു കാലം ഉണ്ടായിരുന്നു അനീസിക്ക നമുക്ക് കളിക്കാൻ പൊങ്ങി ഫ്ലൈറ്റ് വണ്ടിയുടെ. അപ്പൊ നമ്മളിപ്പോ ചെല്ലുമ്പോഴത്തേക്ക് ഡെസ്റ്റിനേഷൻ ട്രിപ്പ് വരുന്ന പോകുന്നവന്മാരുണ്ടാകും. ഇവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന അധ്യാപനം ഉണ്ടാകും മൈരൻ. അയാൾ വന്നിട്ട് നിങ്ങൾ വെക്കേഷന് പോയ സാധനം എഴുതാൻ പറയുമ്പോൾ നമ്മൾ ഉമ്പി എല്ലാവർക്കും എന്തെങ്കിലും നമുക്ക് എഴുതാമെന്നില്ല. അങ്ങനെയാണ് എന്റെ നമ്മളെ ക്രിയേറ്റീവ് റൈറ്റർ വളർന്നത്. അങ്ങനെയാണ് നമ്മൾ എഴുതും. ഞാൻ ചെന്നൈ പോയി, ഞാൻ തമിഴ്നാട്ടിൽ പോയി എന്നൊക്കെ നമ്മൾ കഥ എഴുതുമായിരുന്നു. ഞാൻ പോയതുപോലെ ടൂർ ഊട്ടിക്ക് പോയി. ഊട്ടി നല്ല പൊള്ളി സ്ഥലമാണ്. ഇത് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് കൊണ്ടുപോകുമ്പോ ഇങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് എഴുതിക്കുക നിങ്ങൾ. എന്നിട്ട് കോമ്പറ്റീഷൻ ഒക്കെ വെക്കും. അതിൽ നിന്ന് ഞാൻ ലെഫ്റ്റ് ഔട്ട് ആണ്. ഞാൻ സ്കൂളിൽ ടൂർ പോകത്തില്ല. ക്ലാസ്സിലെ ആകെ ഒരാളായിരിക്കും ടൂറിന് പോകാത്ത. അപ്പൊ ഞാൻ ഒഴിച്ച് ബാക്കിയുള്ളവർ എഴുതിയാൽ മതി. ടൂറില്ല. അനുമാരൊന്നും ഒരിടത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അലമ്പ പിള്ളേര്, അഴുക്ക പിള്ളേര്, അപ്പരേക്കാ മോശം. ടൂറില്ല. അപ്പൊ നീ തോർത്തുകൊണ്ടുകൊണ്ട് മീൻ പിടിക്കൽ പരിപാടി ഒന്നും? അതൊക്കെ ക്യാമ്പിലും എല്ലാം പഠിപ്പിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അല്ലെങ്കിൽ അല്ല, തോർത്തുകൊണ്ടുകൊണ്ട് വീഡിയോ രണ്ടുപേരും വീഡിയോ പോയിട്ട് ഇങ്ങനെ. വാട്ടർ ബോഡീസ് പേടിയാണോ നിനക്ക്? വാട്ടർ ബോഡീസ് പേടിയാണോ നിനക്ക്? വാട്ടർ ബോഡീസ് റിസ്കി ആണെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. കനാലിൽ ഇത്ര കുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര നീന്താൻ അറിയില്ലായിരുന്നു. ഞാൻ നീന്താൻ പഠിച്ചത് നമ്മുടെ അപ്പാട്ടിൽ വന്നില്ലേ. ശരിയോ? എന്നിട്ട് നീന്താൻ പഠിച്ചിട്ടൊന്നും ഇല്ല. നമ്മൾ ചുമ്മാ കൈയിട്ടിടിക്കും. നീ ഞാൻ വെള്ളത്തിലിട്ട് വലിയ ലെങ്ത് ഇല്ലല്ലോ. ഇവരൊന്ന് കിടന്ന് ഒന്ന് തള്ളി വിട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെത്തി. അതുകൊണ്ടായിരിക്കും. എനിക്ക് വെള്ളം പേടിയാ. ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ വീടിന്റെ അവിടെ കുളമുണ്ട്, മുക്കലകുളം, പുത്തൻകുളം എന്നൊക്കെ പറഞ്ഞൊരു കുളമൊക്കെ ഉണ്ട്. ഞാൻ പക്ഷെ അവിടെ അതൊക്കെ എനിക്ക് പേടിയാ. നീന്താൻ പോയിട്ടില്ല. അത്രയും ഉണ്ടായിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും നീ പോയിട്ടില്ല. ആ സമയം എടാ എന്റെ അപ്പം പറഞ്ഞില്ലേ, എന്റെ അപ്പന്
എല്ലാം പേടിയാ. 2 വീലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. കൂട്ടുകാരുടെ കൂടെ പോകണമെങ്കിൽ ഇവിടെ അമ്മേനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഈ 2 വീലർ എന്ന് പറയുന്ന സാധനം ഒരു സർക്കസാണ്. ഇത് ബാലൻസ് ചെയ്ത് ഓടിക്കുന്ന ഒരു സാധനമാണ്. ഇത് ഇങ്ങൊരു പ്രാവശ്യം ബൈക്ക് പണ്ടങ്ങാണ്ട് ചെറുതിലങ്ങണ്ട് വീണ് കൈയടിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒന്നും തോന്നുന്നു എനിക്കറിയില്ല. അപ്പൊ 2 വീലർ പ്രശ്നമാണ്. എന്നിട്ട് നമുക്ക് അവസാനം സൈക്കിളൊക്കെ മേടിച്ചു തന്നു. അപ്പൊ കാറ്റേഴ്സിനാണ് സൈക്കിളിൽ പോകാൻ പറ്റുന്നത് വീടിന്റെ അടുത്തുള്ള പള്ളി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആള് പറയും ഈ സൈഡിൽ ഓടിക്കണം, റോട്ടിക്ക് കയറ്റി ഓടിക്കരുത്, ഫുട്പാത്തിൽ കൂടെ ഓടിക്കണം. ഇതൊക്കെ പറഞ്ഞ് വല്ലാതെ ഇങ്ങനെ പിടിക്കും. വെള്ളത്തിലൊക്കെ ചാടാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നിന്റെ ഡാഡി വാട്ടർ ബോഡീസ് മാത്രമേ മോശമാണെന്ന് പറഞ്ഞിട്ടുള്ളതോ ഇങ്ങനത്തെ സാധനങ്ങൾ പറയാറുണ്ട്? അഴുക്ക പിള്ളേരുടെ കൂട്ടുകൂടരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അത് ഇവനായിട്ടുള്ള കമ്പനി വേണ്ടത്. അത് പറയും. അഴുക്കപ്പിള്ളല്ല, തുലുക്കപ്പിള്ള. എന്നെ ഇപ്പൊ ഞാൻ 32-33 വയസ്സിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോ എന്റെ ഈ അഴുക്ക പിള്ളേരുടെ കൂടെ നടക്കില്ല. ഇതെപ്പോഴാ പറഞ്ഞത് ഞാൻ പറയാം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ നമ്മളെല്ലാരും കൂടെ ബാംഗ്ലൂർ ഷോയ്ക്ക് പോയപ്പോ ഇല്ല, അന്ന് ഡാഡി നമ്മളെ ഭയങ്കര ട്രീറ്റ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാ നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല അഴുക്ക പിള്ളേരുടെ കൂട്ടുകൂടരുത്. മറ്റേ ഇതില് ഫിലോമിനെ പറയണ പോലെ ഏതാ പട്ടണ പ്രവേശത്തില് ഇതിലാണ്ട് മറ്റേ നമ്പ്യാര് ഇമാതിരി ദരിദ്രവാസികൾ അപ്പൊ താടി വെച്ചിട്ട് എടാ മോനെ ഇത് നിന്റെ ഷർട്ടല്ലേ? അതെ. എന്തിനാ മോനെ ഇങ്ങനെ ഗതിയില്ലാത്തവന്മാരെ അനന്തൻ നമ്പ്യാർ, ചെന്നൈയിലെ ഡോൺ. എന്തിനാ മോനെ ഇങ്ങനെ ഗതിയില്ലാത്തവന്മാരായിട്ട് കൂട്ടുകൂടുന്നു? നമ്മൾ ഈ തോർത്തുകൊണ്ട് മീൻ പിടിക്കുന്നവരെ നമ്മുടെ അച്ഛൻ കൃഷിക്കാരനാണല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു 45 സെന്റ് 50 സെന്റിനകത്ത് അടുത്തുള്ള ഒരു വസ്തുണ്ട്. ഇപ്പോൾ അതൊക്കെ അതിൻ്റെ നടുക്കൂടെ റോഡ് വന്ന് അവിടെയൊക്കെ ഡെവലപ്പായി. ശരിക്കും കൃഷി, അതായത് നെൽകൃഷിയൊക്കെ ഉള്ള സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ നെൽകൃഷി ഞാൻ കണ്ടിട്ടുണ്ട്. 50 സെന്റ് നെൽകൃഷി നടക്കും. അതാ ഞാൻ പറഞ്ഞത്. അതിനകത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് കൃഷി വീട്ടിലോട്ടുള്ളത് കിട്ടുമായിരിക്കും അല്ലേ? അല്ലാതെ മാർക്കറ്റിംഗ് ഒന്നും അല്ല, വീട്ടിലുള്ള സാധനം വീട്ടിലേക്ക് ഉണ്ടാക്കുന്നു. പുള്ളി അത് ഈ നെൽകൃഷിയുടെ സമയം കഴിഞ്ഞു. വെള്ളം കയറി ഇങ്ങനെ കണ്ടം കിടക്കാതായി, കണ്ടം കരക്കണ്ടമായിട്ട് മാറി. ഇപ്പം നമ്മൾ ലാൻഡായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അത് പ്രശ്നമാക്കരുത് പ്ലീസ്, കൊടി കുത്തരുത്. ഇപ്പം ഞങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ലാൻഡ് കയ്യിലുണ്ടോ? ലാൻഡ് റേഷൻ കാർഡിൽ നിങ്ങളുടെ പേരുണ്ടോ? ഡാഡി എപ്പോഴാ റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിൽ തരണം. മറ്റേ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അനീസിക്ക കോടീശ്വരനാകട്ടെ. പക്ഷേ ഡാഡിയുടെ പെങ്ങന്മാരിൽ അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്, അവർക്ക് അവകാശപ്പെട്ടത്. സോ ഡാഡി ഇപ്പോഴും ഈ പ്രായത്തിൽ കോടതി കയറി ഇറങ്ങിയാണ്. അത് വേറെ കഥ, അത് വേറൊരു കഥ ഞാൻ പറയുന്നതായിരിക്കും. അത് ഞങ്ങളുടെ ടീച്ചർ പെങ്ങളും ഉണ്ടായിരുന്നുണ്ട് ഞങ്ങൾക്ക് ബുക്സ്. പറയുന്നുണ്ടോ എന്തോരം ബുക്കൊക്കെ കൊടുത്തു പിള്ളേരെ ഞങ്ങൾ നന്നാക്കിയുള്ളത് ഇവരൊക്കെ ബോധം വരാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ കൃഷി സ്ഥലം നമ്മൾ വെക്കേഷൻ സമയത്തൊക്കെ കൊണ്ടു നിർത്തും. അപ്പൻ എൻ്റെ ഓർമ്മയിൽ മൊത്തം അപ്പൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓഫീസിൽ പോകുന്നത് പോലെ കണ്ടത്തിൽ അധ്വാനിച്ചിട്ട് വൈകുന്നേരം തിരിച്ച് 6 മണിക്ക് സന്ധ്യക്ക് കയറി വരുന്ന ആളാണ് എൻ്റെ മനസ്സിലുള്ള അപ്പൻ ചെറുപ്പത്തിൽ. കണ്ടം ക്രിയേറ്റർ. പുള്ളി കണ്ടം ക്രിയേറ്റർ ആയിരുന്നു. പുള്ളി കണ്ടത്തിൽ നിന്നാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുള്ളി ഫാദർ ഇവിടെയും കൃഷിക്കാരൻ ഇവിടെയുമാണ്. പുള്ളിയുടെ ലെവൽ ഞാൻ കണ്ടോടയിൽ പിള്ളേര് കണ്ടം പറയാം. അങ്ങനെ 3 കണ്ടംപറി പിള്ളേര്. അപ്പോൾ അപ്പനൊരു 6 മണി 6:30 ആകുമ്പോൾ ഇരുട്ട് വീണ് തുടങ്ങുന്ന സമയത്തേക്ക് ഇദ്ദേഹം ഒന്ന് ചെളിയായിട്ട് കയറി അപ്പഴാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതിൻ്റെ പുള്ളി ഭയങ്കര ടെമ്പറായിരിക്കും, കാരണം ഇത്രയും ജോലി ചെയ്ത് അധ്വാനിച്ച് ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ഈ പറപ്പ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പൻ ഈ തോർത്ത് വീശിയൊക്കെ അടിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേട്ടന് കിട്ടുമായിരുന്നു നല്ലപോലെ നനഞ്ഞ് തോർത്ത് വീശി അപ്പനെ അടിക്കും. ദേഷ്യം അത് ഭയങ്കര സൗണ്ടുമാണ്, നമുക്ക് നല്ല അടി കിട്ടിയാൽ നല്ല ഇരിപ്പത് അടിയുമാണ്. അപ്പം അങ്ങനെയുള്ള കൃഷിഭൂമി നമ്മൾ ഈ അപ്പനെ ഈ കാണുന്ന കൃഷിഭൂമി നമ്മളെ കാണിക്കുന്ന വെക്കേഷൻ സമയത്താണ്. അപ്പം നമ്മളെവിടെ കൊണ്ടുപോകും, ചേട്ടനെ എന്നെ അനിയനെ. 50 സെന്റിലാണ് നിങ്ങൾ. അയ്യോ, അത് നമ്മളെ ചെറുപ്രായത്തിൽ അതൊരു അത്ഭുത ലോകമായിരുന്നു. അത് പല കൃഷി അത്രയും വലിപ്പമുണ്ട്. പാത്തി വെട്ടി തിരിച്ച് ഇതെല്ലാം പുള്ളി ഒറ്റക്കാ ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു 4 5 തുണ്ടായിട്ട് നടുക്കൂടെ വെള്ളം ഒഴുകുന്ന പാത്തി, ഒരു ചെറിയ തോടിലേക്ക് വെള്ളം ഒഴുകുന്ന പാത്തി. ഇത് ഓരോ തുണ്ടിലും പല ടൈപ്പ് ഓഫ് കൃഷി ആയിരിക്കും. ഇപ്പം ഇടവേള എന്നൊക്കെ പറയാം അതിന്. ഒന്നിൻ്റെ കൂടെ അതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന വേറെ ഇടവേള വെച്ചായിരിക്കും ചെയ്യുന്നത്. അപ്പം മത്തൻ, കപ്പ, വാഴ, പയറ്, പന്തലിടും. അതിന് പയറൊക്കെ പന്തലാണ്. പയറ്, പടവലം, പാവൽ, ഇതൊക്കെ പന്തലിട്ടാ അത് പന്തലിട്ട് ഉള്ള സ്ഥലത്ത് മാക്സിമം എല്ലാ കൃഷിയുണ്ട്. ഒരുപാട് കൃഷിയുണ്ടായിരുന്നു. അപ്പം മധുരക്കിഴങ്ങ്, കൂർക്ക, തണ്ണിമത്തനൊക്കെ പുള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ.
പുള്ളിക്ക് ഏറ്റവും സ്കില്ലുള്ള സാധനം കൃഷിയൊക്കെ തന്നെയാണ്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര DIY പുള്ളി ഡു ഇറ്റ് യൂസ് എല്ലാം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള. പുള്ളി നമ്മളെ വെക്കേഷൻ സമയത്ത് അവിടെ കൊണ്ടു നിർത്തും. പുള്ളി വർക്ക് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ അവിടെ നിൽക്കും. അപ്പം ഞങ്ങൾ ഈ തോർത്ത് വെച്ചിട്ട് ഈ എടപ്പാത്തിയിൽ തോട്ടിലേക്ക് ഒഴുകുന്ന അതിൻ്റെ വെള്ളം കയറുമ്പോൾ തോട്ടിൽ നിന്ന് മീൻ ഇതിനകത്തേക്ക് വരും. വെള്ളം കുറയുമ്പോൾ ഇറങ്ങി പോവുകയും ചെയ്യും. കുറച്ച് മീൻ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം ഞാനും ചേട്ടനും കൂടെ ഇങ്ങനെ തോട്ടിൽ തോർത്ത് ഇട്ടിട്ട് മീനിനെ പിടിക്കും. ചെറിയ കുഞ്ഞു കുഞ്ഞു മീൻ, കണ്ട മീൻ കൂട്ടത്തോടെ വന്ന് അക്ക തിന്നാൻ വരും. എന്താ കിട്ടുന്നവര്. പിന്നെ തിളങ്ങുന്ന മീൻ ഉണ്ട്, പരൽ മീൻ. അതിലൊരു സൈഡിൽ പരല് തിളങ്ങുന്ന മീൻ, അതും കിട്ടുമായിരുന്നു ഇവിടുന്ന്. നമ്മുടെ ഈ വസ്തുവിന്റെ നടുക്കൊരു കുളമുണ്ട്. അപ്പൻ്റെ ഇത് കൂടാതെ എക്സ്ട്രാ വാട്ടർ സോഴ്സ് അതാണ്. അത്യാവശ്യം ചെറിയൊരു കുളമാണ്, പക്ഷെ നമുക്കത് ഇത്തിരി വലിയ കുളമാണ്. അതിനകത്ത് അപ്പം വെള്ളം കോരി, ഇവിടെ വെള്ളം കുറവാണെങ്കിൽ വെള്ളം കോരി എടുക്കുന്ന സ്ഥലം അതാണ്. അപ്പം നമ്മുടെ അടുത്ത് അങ്ങോട്ട് പോയെന്ന് പറയും, ആ ഏരിയയിലേക്ക് പോയെന്ന് പറയും. അപ്പം നമ്മളിവിടെ ഇരുത്തിയിട്ട് പുള്ളി ഓരോ കൃഷി നോക്കി നോക്കി ഇങ്ങനെ പോകും. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചേട്ടൻ എന്നിട്ട് ചേട്ടൻ എന്നെയും അനിയനെയും വിളിച്ചുകൊണ്ട് അതിൻ്റെ കരയ്ക്ക് പോയിരിക്കും. അങ്ങനെ അതിൻ്റെ കരയ്ക്ക് പോയിരിക്കുമ്പം ഈ വെള്ളം എടുത്തിരിക്കുന്ന സമയമാണെങ്കിൽ ഇതിൻ്റെ കരയുടെ ചുറ്റുവട്ടത്ത് വെള്ളം വീണ്ടുണ്ടാകും. അപ്പൻ എടുത്ത് വെള്ളം ഇരിക്കുന്ന സമയമാണെങ്കിൽ, കാരണം പുള്ളി വെള്ളം എടുത്ത് പോരുമ്പോൾ അവിടെയൊക്കെ വീഴും. അപ്പോൾ അവിടെ തെന്നിയിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്ത് പോയി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ തെന്നി ഞാൻ അതിനകത്തോട്ട് വീണു. ഞാൻ തെന്നി വീണിട്ട് ഞാൻ അതിനകത്ത് മുങ്ങി താഴാൻ പോയി. എന്നേക്കാൾ ആഴമുണ്ട്, ചേട്ടനേക്കാൾ ആഴമുണ്ട്. അപ്പനെ അത്ര ആഴമുണ്ട്. അപ്പൻ ചിലപ്പോൾ ഇറങ്ങുന്ന നെഞ്ചപ്പം വെള്ളം വരത്തുള്ളായിരിക്കും. പക്ഷേ അന്ന് ഞാൻ അതിനകത്തോട്ട് വെള്ളം വീണപ്പോഴത്തേക്ക് ഈ കാനാസിക്ക് ഓടി വന്ന് ജമ്പ് ചെയ്ത് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അബു അവിടെ കിടന്ന് കരച്ചിൽ തുടങ്ങി. ഇക്കയ്ക്ക് ചെയ്യാറൊന്നുമില്ല, ഇക്കയ്ക്ക് ഇറങ്ങി രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. ഇക്ക എന്നെ പൊക്കി പിടിച്ചോണ്ട് ഇക്ക കരയിൽ ഇങ്ങനെ കിടന്നു. അത്താവരത്തിന് വരെ ഞാൻ വെള്ളത്തിൽ മുങ്ങി താണതായിരുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇതിനകത്ത് പൊളവൻ എന്ന് പറഞ്ഞ പാമ്പിനെ നമ്മൾ ഈ കുളത്തിൽ കണ്ടിട്ടുണ്ട്. നീർക്കോലിയ അതന്നെ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഈശ്വര എന്നെ പാമ്പ് പിടിക്കാൻ ഈശ്വര. പക്ഷെ അതൊന്നും ഇല്ല, അതൊക്കെ അത് വെള്ളത്തിൽ വന്ന് അങ്ങനെ ഇറങ്ങിപ്പോന്നൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അത്ത ഓടി വന്ന് നമ്മളെ എടുത്ത് രക്ഷിച്ച്. അന്ന് അടിച്ചില്ല, പക്ഷെ സാധാരണ അത് അടിക്കേണ്ട, അന്ന് അടിച്ചില്ല. മേ ബി പുള്ളി ചേട്ടൻ എന്നെ രക്ഷിച്ചു, എന്നെ പിടിച്ചോണ്ട് പുള്ളി നിൽക്കുന്നത് ഒന്നും ഉണ്ടായിട്ടില്ല. പുള്ളി സേഫ് സിറ്റുവേഷനാ. പക്ഷെ അങ്ങനെ കുറെ നേരം പോകാൻ പറ്റത്തില്ല, ആള് വരണം. പുള്ളി ഒന്ന് എന്നെ കരക്ക് കയറ്റി വെച്ച്. കണ്ടം ഭയങ്കര ഓർമ്മയാണ്, കൃഷിയും കണ്ടമൊക്കെ. നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊന്ന് അപ്പനെ ചെറുതായിട്ടൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പാവലിലൊക്കെ ഈ ഇല വെച്ച് അതിനെ മറച്ച് വെക്കുന്നൊരു പരിപാടിയുണ്ട്. ഇല വെച്ച് ഈർക്കിൽ വെച്ച് കുത്തി വെക്കുക. അതായത് പുഴുക്കുത്തും ഈച്ചയും കുത്തായിരിക്കും. അടി കൂടെ കയറുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളതിനെ ഇല വെച്ച് ഇങ്ങനെ മറക്കുന്ന ഒരു പരിപാടി. പേപ്പർ വെച്ചും പ്ലാസ്റ്റിക് വെച്ചിട്ട് ഒക്കെ മറയ്ക്കും. അതൊക്കെ നമ്മുടെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ കണ്ടത്തിൽ അതില്ല. കക്ക പോലെ ഇപ്പൊ ഫാൻസി ഞൗണിക്കുണ്ട് ഓറഞ്ച് കളറില് ചില്ലും ഇങ്ങനെ ഒട്ടിട്ട് ഇങ്ങനെ പോണല്ലോ. ഇല്ല, നമുക്ക് ആകെ പറഞ്ഞ ഒച്ച് മാത്രമേ നീ പറഞ്ഞത് വിഷൻ. ഒച്ചിന്റെ ഒരു കസിനായിട്ട് വരും. അല്ല, അത് കഴിക്കുമെന്ന് ഞാൻ പറയാൻ വരുന്നത്, അതാ പ്രശ്നം. ഒച്ചിനേലും കഴിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇവിടെ തായ്ലാൻഡ്. സോ സമ്മർ വെക്കേഷനിലെ വലിയൊരു ഓർമ്മകൾ. സമ്മർ ഈ പറയുന്ന ചൂട്, ആ വെയിലുള്ള സമയത്ത് കുറേ സാധനങ്ങളുടെ വിളവെടുപ്പൂടെ നടക്കുന്ന സമയം. അപ്പം വഴി കൂടെ ഒക്കെ പോകുന്നവർക്ക് നമ്മൾ ഈ ലോക്കൽ സെയിലുണ്ട്. അതല്ലാതെ നമുക്ക് ഒരുപാട് സെയിൽ ചെയ്യാൻ. അപ്പം നമ്മൾ സത്യത്തിൽ വില കുറച്ചാണ് കൊടുക്കുന്നത്. സത്യത്തിൽ മാർക്കറ്റിൽ കിട്ടുന്നതൊക്കെ വില കൂട്ടി വിൽക്കുന്ന സാധനം. പക്ഷെ അപ്പൻ അങ്ങനെ വലിയ കാര്യമായിട്ട് നോക്കാതെ 10-20 രൂപയൊക്കെ കുറേ സാധനം പറിച്ച് അളവൊന്നും നോക്കാതെ ഇങ്ങനെ പറിച്ചു കൊടുക്കും. നമുക്ക് 20 രൂപ വലിയ കാര്യമാണ്. നമുക്ക് എന്ന് പാവയ്ക്ക കിട്ടുന്നത്, പാവയ്ക്ക നമുക്ക് ഇഷ്ടമേ അല്ല. എന്ത് മേരി സാധനം, ഇതൊക്കെ കയ്പ്, ടേസ്റ്റും ഇല്ല. എന്നാൽ എന്നും പാവയ്ക്ക കഴിഞ്ഞാൽ പിന്നെ ത്രൂ ഔട്ട് അതായിരിക്കും. നമുക്ക് വീട്ടിൽ ഇത് തന്നെ. ചക്ക സീസണിൽ ചക്ക കൊള്ളി പറിച്ചു തുടങ്ങി കഴിഞ്ഞാൽ കൊള്ളി. പക്ഷെ ഇത് 20 രൂപയ്ക്ക് വിറ്റാൽ നമുക്ക് വീട്ടിൽ ചിലപ്പോൾ മത്തി വരും. അപ്പൊ നമുക്കിത് വിൽക്കുന്ന താല്പര്യം. സോ അങ്ങനത്തെ കുറെ ഓർമ്മകൾ സമ്മർ വെക്കേഷൻ കൃഷിയുമായി ബന്ധപ്പെട്ട് ഞങ്ങള് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞില്ല സമ്മർ വെക്കേഷനിൽ ഈ പറഞ്ഞ പോലെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ നമ്മൾ തീരെ ചെറുതായിരിക്കുമ്പോ അവരുടെ സ്കൂൾ കോളേജ് ടൈമൊക്കെയാണ്. അപ്പൊ നമ്മൾ ഈ പറമ്പിൽ ഇതുപോലെ ക്യാമ്പ് ചെയ്യണ പോലെ പോകും. അപ്പോൾ എന്തായാലും പറമ്പിൽ പറഞ്ഞ പോലെ കപ്പ നട്ടുണ്ടോ, ഞങ്ങളുടെ അവിടെ കൊള്ളി എന്ന് പറയാം തൃശ്ശൂർ ഭാഗത്തൊക്കെ. അപ്പൊ ഈ കപ്പ നട്ടതൊക്കെ നമ്മള് ഒരു 2 കടയൊക്കെ പറിച്ച് അവിടെ ചവറ് കൂട്ടിയിട്ട് മറ്റേ പട്ട മടലൊക്കെ ഉണ്ടാവില്ലേ, അത് കൂട്ടിയിട്ട് കത്തിച്ച് അതിൽ കപ്പ ചുട്ട് അപ്പുറത്തൊരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി. ഈ കപ്പ അതിൽ കിടന്ന് ചുടണതിന് ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്, ചെറുതായിട്ട് കരിയും. എന്നിട്ട് അത് ആ കരിഞ്ഞ ഭാഗത്തിനൊക്കെ നല്ല ടേസ്റ്റാ. എന്നിട്ട് നല്ല കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഞങ്ങളുടെ അങ്ങനത്തെ ക്യാമ്പുകൾ ഉണ്ടെങ്കിൽ മൂവാണ്ട മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ എറിഞ്ഞിടും, മാങ്ങ എറിഞ്ഞിടും. അതുപോലെ കല്ലുപ്പ്, ഉപ്പും മുളകൊക്കെ കൂട്ടി അതും ഒക്കെ കൂടി അങ്ങനത്തെ ചെറിയ ചെറിയ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ടെന്ന്. ഇന്ന് അതിന് പിള്ളേർ ക്യാമ്പായിട്ടൊക്കെ ടെന്റൊക്കെ അടിച്ച്
അവിടെ വെക്കേഷനിലെ ഒരു സാധനം ഞാൻ പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പേ ചെയ്തേക്കാം. അവളെ കസിൻ്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞില്ല, അമ്മയുടെ വീട്ടിൽ പോകും, മാന്നാർ, വിയപുരം, ഇതാണ് നമ്മുടെ മെയിൻ യാത്രകൾ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഓണത്തിന് പപ്പയുടെ സ്വന്തം അപ്പൂസ് റിലീസായി. നാട്ടിൽ അപ്പൻ ഇടയ്ക്ക് നമ്മളെ സിനിമ കൊണ്ട് കാണിക്കും. ഇപ്പോൾ ഓണത്തിന് റിലീസായ പടം നമ്മളെ നാട്ടിലെ A-ക്ലാസ് തിയേറ്റർ ഉണ്ട്, പത്തനംതിട്ട A-ക്ലാസ് മേജർ റിലീസിങ് സെൻ്ററാണ്. നമ്മൾ പപ്പയുടെ സ്വന്തം ഓഫീസ് കൊണ്ട് ഭയങ്കര കിടിലം പടം, തിയേറ്റർ എക്സ്പീരിയൻസ് വൻ കിടിലം. എന്നാൽ മനസ്സിൽ 92 കണ്ടത്, അതായത് എനിക്ക് 4 വയസ്സാണ് കാണത്തില്ല, പക്ഷെ നമ്മുടെ മനസ്സിൽ എച്ച് ചെയ്ത് വെച്ചതാണ്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അന്ന് പതിഞ്ഞ്, നാടോടി, പപ്പയുടെ സ്വന്തം ഓഫീസൊക്കെ കണ്ടതാണ് ലാലേട്ടനും മമ്മൂക്കൊക്കെ മനസ്സിൽ പതിഞ്ഞത്. 2 പടത്തിലും കുട്ടികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 സിനിമയിലും. അപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ എനിക്ക് അവരോടുള്ളൊരു എൻ്റെ ഫാസിനേഷൻ, അട്രാക്ഷനൊക്കെ. നമ്മളാണത് കുട്ടി, നമുക്ക് വേണ്ടിയാണ് നായകൻ അതിനകത്ത് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതും കരയുന്നതും വിഷമിക്കുന്നതൊക്കെ. അപ്പോൾ പപ്പയുടെ സ്വന്തം ഓഫീസ് എല്ലാവരും നമ്മൾ പറയും ഭയങ്കര ശരിക്കും റീറിലീസ് പപ്പയുടെ സ്വന്തം ഓഫീസ് റീറിലീസ് ചെയ്യണം. ഫസിലിക്ക, മമ്മൂക്ക ഇത് കാണുന്നുണ്ടെങ്കിൽ റീറിലീസ് പപ്പയുടെ സ്വന്തം ഓഫീസ് ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും പപ്പയുടെ സ്വന്തം ഓഫീസ്. അപ്പം ഞാൻ കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട് തിയേറ്ററിൽ നിന്ന്. എന്തിനാന്ന് നമുക്കറിയത്തില്ല, ആ കുഞ്ഞിനെ കൊണ്ട് അമ്മ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ വേറെ ഫീലിങ്സ് ആണ്. ഇത് നമ്മൾ അവിടെ പോയി പറയും വെക്കേഷൻ സമയമാകുമ്പോൾ. അപ്പോൾ നമ്മൾ വെക്കേഷൻ സമയം അവിടെ പോയി പറഞ്ഞപ്പോൾ അവിടെ എല്ലാവർക്കും ഈ പടം കാണണം. അപ്പോൾ അവിടെ C-ക്ലാസ് തിയേറ്റർ 6 മാസം കഴിഞ്ഞിട്ട് അവിടെ C-ക്ലാസ് തിയേറ്റർ ഈ പടം വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ എന്നത്തെ രീതി A-ക്ലാസ് തിയേറ്റർ, B-ക്ലാസ് തിയേറ്റർ, പിന്നെ C-ക്ലാസ് തിയേറ്റർ. ചിലപ്പോൾ 1 വർഷമൊക്കെ എടുക്കും C-ക്ലാസ് തിയേറ്ററിൽ ഈ പടം വരണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഓണത്തിന് കണ്ട പടം ഞങ്ങൾ വെക്കേഷനും അവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി എല്ലാവരും പറഞ്ഞിളക്കി. അമ്മയുടെ അച്ഛൻ അന്ന് ഹോട്ടലിൽ ബിസിനസ് ഉള്ള ആൾ. അപ്പോൾ പുള്ളിക്കാരൻ വൈകിട്ട് വരുമ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ പിള്ളേർക്ക് സിനിമയ്ക്കൊക്കെ പറഞ്ഞ് പുള്ളിയെ ഇളക്കി എല്ലാത്തിനെയും കൂടെ ഒരു 10 പിള്ളേരെയും തള്ളമാരെ എല്ലാത്തിനും ഇളക്കി സിനിമയ്ക്ക് കൊണ്ടുപോകുക. അപ്പം അന്ന് ജസീം എന്ന് പറഞ്ഞ കസിൻ, മാഹിന ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ ചങ്ക് കസിൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഗൾഫിലാണ്, 3 പിള്ളേരൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. അവരെ തിയേറ്ററിനകത്തോട്ട് ഇങ്ങനെ കയറ്റിയിട്ട് അവനിങ്ങനെ തിയേറ്റർ നോക്കിയിട്ട് എന്തൊരു വലിയ TV ആയതിനകത്ത്. അവരെ സംബന്ധിച്ച് TV ആണ് സിനിമ കാണുന്ന സ്ഥലം. അവനെ സിനിമയ്ക്ക് കൊണ്ടുപോയി തിയേറ്ററിനകത്തേക്ക് എന്തൊരു വലിയ TV ആയത് ഉറക്കെ അനൗൺസ്മെന്റ്. അത് സെക്കൻഡ് ബാച്ച്, അതായത് പപ്പയുടെ സ്വന്തം നമ്മൾ നാട്ടിൽ കണ്ടിട്ട് പിന്നെ വീണ്ടും വന്ന് കാണുന്നത് എല്ലാവരും ഫാമിലിയോട് കൂടി ഭയങ്കര കിടിലൻ എക്സ്പീരിയൻസ്. അത് ഭയങ്കര റിസ്ക് അല്ലേ, നമ്മളൊരു സിനിമ റെക്കമെൻഡ് ചെയ്ത ആൾക്കാരെ കാണിക്കുമ്പോൾ? അന്ന് നമുക്കൊന്നും അറിയത്തില്ല, സിനിമയല്ല നമ്മൾ അവരുടെ റിയാക്ഷൻ ആണ്. അല്ല ഇതൊക്കെ ഷുവർ ഷോട്ട് ആണല്ലോ, നമുക്കറിയാം ഇത് എന്തായാലും എല്ലാവർക്കും വർക്കാണ്, ഫാമിലിക്ക് വർക്കാവുന്ന സാധനമാണ്. അങ്ങനെ അവന്മാരെ അവരുടെ കൂടി ഇന്ന് പപ്പയുടെ സ്വന്തം ബസ് കണ്ടുന്ന ഒരു വെക്കേഷൻ ഭയങ്കര. ഇങ്ങനെ ജയറാമിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ഒരു കൊച്ചു മാമാട്ടിക്കുട്ടി, അത് ഭയങ്കര ട്രോമാറ്റിക് പടമല്ലേ. അപ്പൊ ആ പടം ഞാൻ കണ്ടില്ല. ഈ കൊച്ച് ആദ്യത്തെ മഞ്ഞുമൽ ഇവൻ വർക്ക് ചെയ്യുന്ന ബസ്സിൽ സ്ഥിരം പോകുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയെ കൊണ്ട് വെക്കേഷൻ പോകുന്നില്ല, അതായിരുന്നു. മറ്റേ പടം മനസ്സിലായി എനിക്ക്. ഞാൻ ഈ 2 പടം ഞാൻ കണ്ടിട്ടില്ല. ഫിലോമിനെ കിളിയായിട്ടുണ്ട് അതിനകത്തല്ലേ. അതിന് നല്ല സാധനമുണ്ട്. ഇന്നസെന്റിന്റെ സെപ്പറേറ്റഡ് ആണ് പാരന്റ്സ്. അപ്പൊ ഈ കുട്ടി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇന്നസെന്റ് ആണ് ഇവിടുത്തെ കാര്യസ്ഥൻ ഈ വീട്ടിലത്തെ. അപ്പൊ ഈ കുട്ടീനെ ബസ്സിൽ കയറ്റി വിടുന്ന ഇന്നസെന്റ്. അപ്പൊ ഫിലോമിനെ വണ്ടിയിലേക്ക് ഇല്ല, കയറി പോവാ. അപ്പൊ ഇയാള് കൊച്ചിനെ വണ്ടി കയറ്റുന്ന സമയത്ത് ഫിലോമിനെ സ്കൂളിലേക്ക് വരില്ലേ നേരെ എടുത്ത്. അപ്പൊ ഇന്നസെന്റ് പറയുന്നുണ്ട് യൂണിഫോം തയ്ച്ചിട്ടില്ല കിട്ടുമ്പോ പിള്ളേക്ക് ചിലപ്പോ കൈ നല്ലയുടെ ഒരു ഇത് പറഞ്ഞിട്ട്. ഈ സിനിമാ കഥകൾ ഇങ്ങനെ പറയുന്നത് അന്ന് ഭയങ്കര ഹരമായിരുന്നു. കാരണം എല്ലാ പടം എല്ലാവരും കാണാനുള്ള ഫെസിലിറ്റി ഇല്ല. ഞങ്ങൾക്കാണ് തിയേറ്റർ ആക്സസിബിലിറ്റി ഉള്ളത്, അവർക്ക് TV ഉണ്ട്. അപ്പം നമ്മുടെ സംബന്ധിച്ചാൽ നമ്മൾ കണ്ട പുതിയ പടങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അതോടെ പോയി വിളമ്പുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ കണ്ടിട്ടുള്ള ഹിന്ദി സിനിമകളുടെയും നായകന്മാരെ അവൻ ഓർത്ത് വെച്ചു. അപ്പം ഈ നായകൻ ആരെ കരുത്തുന്നുള്ളൊരു ഫൈറ്റ് ഉണ്ട് നമ്മളുടെ ഇടയിൽ. നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിരഞ്ജീവിയുടെ പടം, ചിരഞ്ജീവിയുടെ ഏ ഹീറോ എന്നൊരു പടം, ഘരാന മുകുഡു എന്നൊരു തെലുങ്ക് പടം ഡബ് ചെയ്ത്. അന്ന് ചിരഞ്ജീവിക്ക് പാൻ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. പുള്ളിയാണ് ഫസ്റ്റായിട്ട് 1 crore എന്നുള്ളൊരു മാജിക്കൽ ഫിഗർ റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന സ്റ്റാറാണ് പുള്ളി. പുള്ളിക്ക് ഹിന്ദിയിൽ പുള്ളി പടം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് ഈ പറയുന്ന ഡബ്ഡ് വേർഷൻസിൽ തമിഴിൽ, തെലുങ്കിലും, കന്നഡയിലും ഒക്കെ പുള്ളിക്ക് റീച്ചുണ്ട്. അങ്ങനെ മലയാളത്തിൽ പുള്ളി ഏ ഹീറോ ഡബ് ചെയ്തിറക്കി. ഭയങ്കര ഹിറ്റാണ്, തിയേറ്റർ ഹിറ്റായത്. മമ്മൂട്ടി മോഹൻലാൽ പടം കൊടുക്കുന്ന ഹിറ്റാണ്. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചു, വീട്ടിൽ നിന്ന് അപ്പം കൊണ്ടുപോയി കാണിച്ചു. അപ്പം നമ്മൾ പോയി വന്നിട്ട് എല്ലാ നായകന്മാരെയും വെട്ടുന്നൊരു നായകൻ വന്നിട്ടുണ്ട്, ചിരഞ്ജീവിയെ. പുള്ളി ഇടിച്ചു തോപ്പിക്കുക ആർക്കും പറ്റത്തില്ല. ചിരഞ്ജീവി എന്നൊക്കെ പറഞ്ഞ നമ്മുടെ കണ്ണിൽ അന്നത്തെ സൂപ്പർ ഹീറോ പുള്ളിയാണ്. കാരണം പുള്ളി നമ്മൾ ഭയങ്കര ഫൈറ്ററാണ് പുള്ളി. പുള്ളി ഭയങ്കര ഡാൻസറുമായിരുന്നു കേട്ടോ, നല്ല ഡാൻസറുമായിരുന്നു പുള്ളി. അപ്പം നമ്മളിങ്ങനെ ഈ പറയുന്ന കാർഡ് വെക്കുന്ന വല്ല കളിയാണ്. ഞങ്ങളുടെ ചിരഞ്ജീവി 30 പേരെ ഇടിക്കും, നിങ്ങളുടെ സ്റ്റാർ എത്ര പേരെ ഇടിക്കും എന്നുള്ള ആ രീതിയിലായിരുന്നു ടോക്കൊക്കെ. ഗുഡ് ഓൾഡ് ഡേയ്സ്, ചൈൽഡ്ഹുഡ് ഡേയ്സ്. ഇത്രയും പറഞ്ഞിട്ട് നിർത്താം. അപ്പോൾ അതൊക്കെയാണ് സമ്മറിലെ വെക്കേഷൻ ഓർമ്മകൾ. നമുക്ക് ഇത്രയൊക്കെ പറയുള്ളൂ. ഇനി എന്തൊക്കെയുണ്ട് ഇതിപ്പോ നമ്മൾ പറഞ്ഞു പോയതോ. നമ്മുടെ ഈ കസിൻസ് ഒക്കെ ഇരുന്ന് ചിലപ്പോ ബാസ്യം വരുമ്പോ എന്റെ വേറെ ഉണ്ടാവും. കാരണം
ഇപ്പോഴും രസമായിരിക്കും. അവർ ഓർമ്മിപ്പിച്ചതിൽ നമ്മൾ ഞാൻ മറന്നുപോയ പോയിന്റുകളുണ്ട് ഇപ്പോഴും. അല്ലെങ്കിൽ ചിലപ്പോ ജോൺ പറഞ്ഞ കഥകളിലെ ജോൺ ഹീറോ ആയിരിക്കും, ബാസ്റ്റിൻ പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. ഹീറോ ഇല്ലല്ലോ, എന്റെ കഥയാണ് ഹീറോ. ഈ കഥയിൽ നായകനും വില്ലനില്ല, തിന്മയും തമ്മിലായത്. അപ്പോൾ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട്, ഏതോ നോട്ട് എനിക്കറിയാൻ പാടില്ല, ചൈൽഡ്ഹുഡ് ഡേയ്സ് ആർ ദ ബെസ്റ്റ് എന്നുള്ള പോസിറ്റീവ് നോട്ടിൽ നമുക്ക് നമുക്ക് ഈ wind up എപ്പിസോഡ് ചെയ്യാം. അവസാനിപ്പിക്കാം. ദീപുവിനെ പണിക്ക് വിടാം നമുക്ക്. ഓക്കെ, ബൈ ബൈ.